We are live. Yeah, Sharath, we are live. Let's start. Yeah. Okay. എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം എൻഡോസൾഫാൻ സമരം പതിറ്റാണ്ടുകളായിട്ട് അവിടെ കാസർഗോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എൻഡോസൾഫാൻ സോളിഡാരിറ്റി കമ്മിറ്റി വളരെ സജീവമായിട്ട് തന്നെ സമരം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സമരസമിതിയെ, അതായത് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിനെ ഒപ്പം നിന്നുകൊണ്ട് വളരെ സജീവമായിട്ട് സമരം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം NAPM ഈ ഒരു സ്ട്രഗിളിന്റെ ആദ്യ കാലം മുതൽ തന്നെ വളരെ സജീവമായിട്ട് പലതരത്തിലുള്ള പ്രൊട്ടസ്റ്റുകളും മീറ്റിങ്ങുകളും അതുപോലെ തന്നെ അവരുടെ സമരസമിതി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കാനും അവരുടെ സമരം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും NAPMന്റെ ഭാഗത്തുനിന്ന് NAPM എന്നും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഇന്ന് ഗ്രൗണ്ടഡ് വോയിസസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, അതൊരു ദേശീയ തലത്തിൽ NAPM ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് ഇന്ത്യയിൽ നടക്കുന്ന വിവിധ ജനകീയ സമരങ്ങളും മുന്നേറ്റങ്ങളും പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടുള്ള മനുഷ്യാവകാശമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള പലതരത്തിലുള്ള സമരങ്ങൾ പറഞ്ഞ പോലെ പൊതുജന ശ്രദ്ധയിലേക്ക്, മാധ്യമങ്ങളുടെയും സർക്കാരിന്റെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് തുടങ്ങി വെച്ചൊരു ഇനിഷ്യേറ്റീവാണ്. അതിപ്പോൾ ഏകദേശം 33ാമത് എപ്പിസോഡാണ് നമ്മളിപ്പോൾ ഈ ഒരു ഇപ്പോൾ എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ ആവശ്യപ്രകാരം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ പ്രധാനമായിട്ടും ഇന്നിവിടെ സംസാരിക്കുന്നത് 5 പേരാണ്. അതിലേക്ക് അമ്പലത്തറ കുഞ്ഞികൃഷ്ണേട്ടൻ ഓൾറെഡി ഇവിടെ ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുനീസ, അമ്പലത്തറ, സോണിയ ജോർജ്, വിറ്റി പത്മനാഭൻ സാറിന് ഇന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് ചെറിയൊരു ശാരീരിക അസ്വസ്ഥതയുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. പകരം MA റഹ്മാൻ മാഷ് ആ വിഷയം വളരെ വിശദമായിട്ട് തന്നെ ഇവിടെ സംസാരിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ NAPMന്റെ പ്രതിനിധിയായിട്ട് ഇവിടെ CR നീലകണ്ഠൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് പ്രധാനമായിട്ടും കാസർഗോഡത്തെ വിഷയം, അവിടുത്തെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം, പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, നിയമപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, അവിടെ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഇപ്പോൾ സമരസമിതി പ്രധാനമായും ഉന്നയിക്കുന്നത്, അതേപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നാഷണൽ ലെവലിൽ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുകൂടി നമുക്ക് NAPMന്റെ ദേശീയ നേതൃത്വത്തോടും ഗ്രൗണ്ടഡ് വോയിസ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന നമ്മുടെ കോംറേഡ്സിനോടൊക്കെ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. എല്ലാവരും ഈ ഒരു പരിപാടിയിൽ മുഴുവൻ സമയം ഇരിക്കുകയും അവരുടെ സംസാരങ്ങൾ കേൾക്കുകയും അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മളുടെ കൂടെ മറ്റ് ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ഇംഗ്ലീഷിലും കൂടി സംസാരിക്കുകയാണ്. അപ്പം മലയാളത്തിൽ സംസാരിക്കേണ്ട ആളുകൾക്ക് മലയാളത്തിൽ സംസാരിക്കാം. അത് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മോഡറേറ്റർ ആയിട്ടുള്ള അശ്വതി സാനിനൂടി ഉണ്ട്. അപ്പം അശ്വതി അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ട്സ്, as you all know, Endosulfan Endosulfan victims are struggling for the past 3 decades for their basic human rights, for their health and environment. So NAPM is a part of the struggle for the from its beginning, and we have organized many struggles, many discussions, protests to bring the government into the issue and deal with it. So now we are organizing a meeting. Its name is Grounded Voices. It's an initiative to introduce different social issues, human rights issues, environmental issues into across the country. And this is our 33rd episode of this Grounded Voice. Now we are discussing Endosulfan issue here. We have Aswathy Senan here. She's an independent researcher and a feminist activist working with different social movements and struggles across India.
So she'll be moderating the session. Our guests are already here. Ambalathara Kunjikrishnan, Muneesa, C.R. Neelakandan, Soniya George, and M.A. Rahman sir. So I invite our moderator Aswathy Senan to introduce our speakers and start the session. Thank you. Thank you, Sharath, and thanks to NAPM for organizing such an important meeting. It's as growing up in Kerala, as somebody growing up in Kerala, Endosulfan struggle or the pictures of Endosulfan victims, which was covered by the photojournalist Madhuraj, was one of the most traumatizing things that I've seen growing up on newspaper. I was reading up about it, and it talked about how the whole there was a whole discussion on whether they should carry it on the front page of the newspaper or not, because the images, as some of you would have seen, is extremely disturbing, and it's a clear indication of the violence that has been conducted on the community in Kasargode, not just in Kasargode, but also in adjacent districts of Palakkad and Karnataka and various other states. So in today's Grounded Voices, like Sharath mentioned, which is the 33rd episode, which has been happening over the last several months, organized by NAPM, we will be discussing about Endosulfan. And this is an issue which has been discussed extensively in Kerala, which has been covered also extensively through documentaries, through poetry, through photojournalism. And I also came across an interesting movie that was made on this. So to just understand the veracity and the extent of its impact, I think we'll start with a short video of a feature film called Aikyadardya. After which we'll go into the discussion part of it, because this image from the film, this visual from the film, sort of captures the extent of the whole, the impact of that particular pesticide, in my understanding. Malayalathiലും കൂടി വളരെ ചുരുക്കി പറയാം. നമുക്കറിയാവുന്നതുപോലെ എൻഡോസൾഫാൻ സമരം കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി കേരളത്തിൽ വളരെ ശക്തമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമരമാണ്. അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് നമ്മളോടൊപ്പം ഇന്ന് ഈ മീറ്റിംഗിൽ വന്നിട്ടുള്ളത്. അതിൽ എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയിലെ ആൾക്കാരും, അതുപോലെ ആ ഏരിയയിൽ ആ സ്ഥലത്തിൽ നിന്നുള്ള ആൾക്കാരും, അതോടൊപ്പം തന്നെ അതിന് ഐക്യദാർഢ്യത്തോടെ പ്രവർത്തിക്കുന്ന പല സംഘടനയിൽ നിന്നുള്ള വ്യക്തികളുമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഈ സംഭാഷണത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു. ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുമ്പ്, ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ്, ഈ സമരത്തിനെ കുറിച്ച് പല വിധത്തിൽ ഡോക്യുമെന്റ് ചെയ്യപ്പെട്ട ഈ സമരത്തിലെ ഒരു പ്രധാന, അധികം ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ഒരു സിനിമയാണ് ഡോക്ടർ വിജു സംവിധാനം ചെയ്ത വലിയ ചിറകുള്ള പക്ഷികൾ. അതിലൊരു ചെറിയ ക്ലിപ്പ് കണ്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം എന്ന് തോന്നുന്നു. Kat, I think you can show the clip.
So the video sort of depicts the whole aerial spraying that was conducted by the Plantation Corporation of Kerala in the cashew gardens, cashew plantation in Kasargode district. And it very clearly depicts how the children, like the school-going children, the water bodies, the greenery, the environment, the ecosystem in that whole area also get affected. In that. The movie is available on YouTube, and the tech team will also be sharing the link to that in the chat box. So whoever is interested can actually go and watch this on YouTube. ഇതിന്റെ ലിങ്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. കാണണം താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ഈ സിനിമ യൂട്യൂബിൽ പോയി കാണാവുന്നതാണ്. So before going into the detail, into the discussion, we thought it's good to actually like look at a short timeline of events that has contributed to this whole endosulfan debate, and how it starts from the 1960s. Since we've prepared the timeline in English, I'll sort of try and talk about it in Malayalam. This is primarily to give a context to the whole discussion. 1960-കളിലാണ് കേരള കൃഷി വകുപ്പ് കാഷ്യൂ, അതായത് കശുവണ്ടി പ്ലാന്റേഷൻ, കശുവണ്ടി തോട്ടങ്ങൾ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലെ പദ്ര എന്ന് പറയുന്ന ഗ്രാമത്തിൽ തുടങ്ങുന്നത്. 1977-78 എൻഡോസൾഫാൻ അവിടെ കൊണ്ടുവരികയും അതിന്റെ ഒരു ട്രയൽ സ്പ്രേയിങ് അവിടെ തുടങ്ങുകയും ചെയ്തു. ഈ ഏരിയ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള, അതൊരു പബ്ലിക് അണ്ടർടേക്കിംഗ് ആണ്, സർക്കാർ സ്ഥാപനമാണ്. ആ എസ്റ്റേറ്റ് ഏറ്റെടുക്കുകയും അവിടുത്തെ പ്രവർത്തനങ്ങൾ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുകയും ചെയ്തു. 1981 ഇതിന് റെഗുലറായി എൻഡോസൾഫാൻ അവിടെ സ്പ്രേ ചെയ്യുകയും വർഷത്തിൽ 3 തവണ സ്പ്രേ ചെയ്യുന്ന ഒരു രീതിയാണ് അവിടെ നടപ്പിലാക്കിയിരുന്നത്. മിനിസ്ട്രി ഓഫ് കൃഷി വകുപ്പും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളും ഒരു ഹൈ പവർ കമ്മിറ്റി ഉണ്ടാക്കുകയും ഈ പെസ്റ്റിസൈഡ് ഈ ഏതെങ്കിലും ഒരു സമയത്ത് ഇത് നിർത്തലാക്കണമോ, കാരണം ഒരു കാലഘട്ടത്ത് 1990-കളുടെ അവസാനം ഈ അവിടെ നടത്തുന്ന പബ്ലിക് ഹെൽത്ത് സെന്ററിലെ ഡോക്ടർമാർ കൃത്യമായി അവിടുത്തെ സ്ത്രീകളിലുള്ള മിസ്കാരേജ്, ഗർഭമലർത്തിപ്പോകൽ, കുട്ടികളിലുള്ള ശാരീരിക അസ്വാസ്ഥ്യം, സ്കിൻ ഡിസീസ്, ത്വക്ക് രോഗങ്ങൾ, അങ്ങനെ പലതും കാണുകയും ഇതിന് കാരണം എന്താണെന്ന് അന്വേഷിക്കുകയും ചെയ്യുകയുണ്ടായി. അതിന്റെ ഫലമായിട്ടാണ് ഈ രാസവസ്തു, ഈ പെസ്റ്റിസൈഡ് എത്തരത്തിലാണ് അവിടുത്തെ ആൾക്കാരെ ബാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു സ്റ്റഡി നടത്തുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് തന്നെ 2000-ന്റെ അവസാനത്തോടു കൂടി പല റിസർച്ച് ഗ്രൂപ്പുകളായിക്കോട്ടെ, സംഘടനകളായിക്കോട്ടെ ഇത് മനസ്സിലാക്കുകയും ആൾക്കാരുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി അവിടെ ഒരു പല കമ്മിറ്റികൾ രൂപീകരിക്കുകയും പല റിപ്പോർട്ടുകൾ ഈ ഒരു എൻഡോസൾഫാന്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് പഠിക്കാൻ പല റിപ്പോർട്ടുകൾ ഉണ്ടാവുകയും ചെയ്തു. Can you move on to the next slide? The next, yeah. ഈ ഒരു അവസരത്തിലാണ് സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ്, CSE എന്ന് പറയുന്ന സംഘടന, ഡൗൺ ടു എർത്ത് പബ്ലിഷ് ചെയ്യുന്ന CSE എന്ന് പറയുന്ന സംഘടന ഇവിടുത്തെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സ്റ്റഡി നടത്തുകയും ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തത്. ഇതിന്റെ ഭാഗമായി വളരെ ശക്തമായ ഒരു ക്യാമ്പയിൻ ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ അതായത് അവിടുത്തെ വെള്ളം, അതുപോലെ മണ്ണ്, പശുക്കളുടെയും മറ്റ് ആട് മുതലായവരുടെ പാൽ, പ്രസവിച്ച സ്ത്രീകളുടെ പാൽ, അങ്ങനെ എല്ലാ വസ്തുക്കളും പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്ത് വളരെ സാരമായ തോതിലുള്ള ടോക്സിക് എലമെന്റ്സ് അതിലുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ലീലാകുമാരി അമ്മ എന്ന് പറയുന്ന ആ ഏരിയയിലുള്ള ആ സ്ഥലത്ത്, കാസർഗോഡുള്ള ആ പെദ്ര ഗ്രാമത്തിലുള്ള ഒരു സ്ത്രീ, അവരുടെ ഈ സമരസമിതികളുടെയും ഭാഗമായി പിന്നീട് പ്രവർത്തിച്ച അവരുടെ 2 കുട്ടികളും ഇതിൽ അഫക്റ്റഡ് ആവുകയും അതിനെതിരെ കേസ് കൊടുക്കുകയും 2001 ഹൊസ്ദൂർ മുനിസിപ്പൽ കോടതി അവർക്ക് ഇതിനെ കാസർഗോഡ് ഈ ഒരു എൻഡോസൾഫാൻ തളിക്കുന്നത് നിർത്തലാക്കുവാനുള്ള ഒരു സ്റ്റേ ഓർഡർ പുറപ്പെടുവിക്കുകയും ചെയ്തു. അതിനുശേഷം 2001 ഇൻട്രസ്റ്റിംഗ്ലി കേരള സർക്കാരും അതോടൊപ്പം തന്നെ എൻഡോസൾഫാൻ ബാൻ ചെയ്യുന്ന ഒരു ഓർഡർ കൊണ്ടുവരികയുണ്ടായി. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനു ശേഷം എത്രയോ വർഷങ്ങൾ അതിനുശേഷവും എൻഡോസൾഫാൻ ഈ കമ്പനി, ഈ പബ്ലിക് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള അതുമായിട്ട് മുന്നോട്ട് പോവുകയും അത് വളരെ ശക്തമായ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നിർത്തലാക്കിയപ്പോൾ
പെസ്റ്റിസൈഡ് അവിടെ കുഴിച്ചിടുന്ന ഒരു രീതിയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതോടൊപ്പം തന്നെ കേരള ഹൈക്കോർട്ട് 2002 ഇത് നിർത്തലാക്കുകയും കീഴ്ക്കോടതി പറഞ്ഞ വിധിയെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയും ചെയ്തു. ഇതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല, കാരണം നമ്മുടെ വന്നിരിക്കുന്ന പാനലിസ്റ്റുകൾ അത് കൃത്യമായി പറയുമെന്ന് തോന്നുന്നു. പക്ഷെ അതിനുശേഷം 2004 സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതിനെ ബാൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ പക്ഷെ 2010 ഉണ്ടായ ഒരു പൊല്യൂഷന്റെ ഒരു റിവ്യൂ കമ്മിറ്റിയിൽ ഈ എൻഡോസൾഫാനെ ബാൻ ചെയ്യണമെന്ന് പല രാജ്യങ്ങളും മുന്നോട്ട് വെക്കുകയും ഉണ്ടായെങ്കിലും ഇന്ത്യ അതിനെ എതിർത്തുകൊണ്ട് ഇത് എൻഡോസൾഫാൻ ഉപയോഗിക്കുക തന്നെ വേണമെന്നും ഇതിന് കൃത്യമായിട്ടുള്ള സയന്റിഫിക് പ്രൂഫ് ഇല്ല, അതായത് ഇതിന്റെ ഹസാർഡിനെ കുറിച്ചുള്ള പ്രൂഫ് ഇല്ല എന്ന് പറയുന്ന രീതിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോ ഏറ്റവും അവസാനത്തെ ഒരു ഇത് പറയുകയാണെങ്കിൽ 2017 സുപ്രീം കോടതി കേരള സർക്കാരിനോട് 500 കോടി 5000-ഓളം വിക്ടിംസിന് പീഡിതർക്ക് എൻഡോസൾഫാൻ പീഡിതർക്ക് നൽകാൻ പ്രഖ്യാപിക്കുകയും 2019 ഇതിനെ സംബന്ധിച്ച് യാതൊരു നടപടിയും ഉണ്ടാവാത്തതിനാൽ 2019 ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് എൻഡോസൾഫാൻ പീഡിത സമിതിയുടെ മുന്നോട്ടത്തിൽ നടക്കുകയും അതിൽ സർക്കാർ തീർച്ചയായും കുട്ടികളെയും ഇതിന്റെ ഒരു സാമ്പത്തിക ലാഭം അവർക്ക് നൽകാം എന്നൊരു പാക്കേജ് പ്രഖ്യാപിക്കുകയും ചെയ്തെങ്കിലും അതിനുശേഷം ഒന്നും ഉണ്ടാവാത്ത പശ്ചാത്തലത്തിലാണ് വീണ്ടും ഈ സമിതി ശക്തമായ ഒരു ക്യാമ്പയിനോടുകൂടി മുന്നോട്ട് വരുന്നത്. അതിനെക്കുറിച്ച് കൃത്യമായി സംസാരിക്കാൻ, അപ്പം ഈ ഒരു സമരത്തിന്റെ ഒരു ചരിത്രവും അത് എത്തരത്തിലാണ് ഇവർ ഒരുമിച്ച് വന്നതെന്നും അതിന് എന്തൊക്കെ തരത്തിൽ പലതരത്തിലുള്ള വളരെ ഘടകവിരുദ്ധമായിട്ടുള്ള റിപ്പോർട്ടുകളും സയന്റിഫിക് എന്ന് തന്നെ പറയാവുന്ന പല റിപ്പോർട്ടുകളും എങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ സംസാരിക്കാനാണ് നമ്മളോടൊപ്പം ഇന്ന് നമ്മുടെ അതിഥികളുള്ളത്. യു ക്യാൻ ആക്ച്വലി എൻഡ് സ്ലൈഡ്. സോ ഇന്ന് നമ്മളോടൊപ്പം നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ തന്നെ 5 വ്യക്തികളാണുള്ളത്. അതിൽ ആദ്യമായി അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ ഭാഗമായ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ സാറും മുനീസ അമ്പലത്തറയുമാണുള്ളത്. അത് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം MA റഹ്മാൻ സാർ ഈ ഒരു സമരത്തിന്റെ പൂർണ്ണ തുടക്കം മുതൽ തന്നെ വളരെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുകയും അതിനെക്കുറിച്ച് ഡോക്യുമെന്ററി എടുക്കുകയും അതിനെക്കുറിച്ച് കൃത്യമായി ലേഖനങ്ങൾ എഴുതുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. സോണിയ ജോർജ് സേവയിലെ സെൽഫ് എംപ്ലോയ്ഡ് വിമൻസ് അസോസിയേഷൻ സേവയുടെ ഒരു മെമ്പറും അതോടൊപ്പം ഈ സമരസമിതിയുടെ ഒരു മെമ്പറുമാണ്. അവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം CR നീലകണ്ഠൻ NAPMന്റെ കേരള ഘടകത്തിലെ ഒരു കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് CR നീലകണ്ഠൻ. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. As you must have seen in the timeline that was drawn out, it is very evident that there are a lot of contradictory judgments and contradictory reports and commissions and recommendations that have come out. And it's a classic example of how science has been used to sort of push a corporate agenda by the state. And it's very interesting that a public sector undertaking was able to do something like this continuously for almost 20 years. And in fact, one of the things that Dr. Achyudan committee sort of asked is how a pesticide was used continuously for so long without any sort of review being taken. So to detail these things and to give us a broader understanding of this whole struggle, we have with us 2 of the members of Endosulfan struggle, Ambalathara Kunjikrishnan and Muneesa Ambalathara from Kasargode. MA Rahman sir, who has been a constant supporter, who has made a documentary on the issue called A Paradise for the Dying. Sonia George, who's a member of SEWA and who's also a member of the Janakeeya, Endosulfan Peeditha Janakeeya Munnani, and CR Neelakandan sir, who's an NAPM member of the NAPM Kerala faction. So along with the speakers, we also welcome all of you to this gathering. I think we can start with Ambalathara Kunjikrishnan, where he will be giving us a brief on the history of the struggle and how the people sort of came together and how the company sort of interfered in their lives and how the whole the health and how the whole issue was brought forward. ആദ്യമായി തന്നെ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. സമരത്തിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു
ചിത്രം നൽകുവാനും എങ്ങനെയാണ് കമ്പനി അവിടെ വന്നതിന് ശേഷം എത്തരത്തിലാണ് അവിടുത്തെ ഒരു ഒരു പ്രതലം അവിടുത്തെ മാറിയത് എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാൻ. കേൾക്കാമോ? കേൾക്കാം സാർ, പറയൂ. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ച NAPM-ന് ആദ്യമേ നന്ദി രേഖപ്പെടുത്തട്ടെ. നേരത്തെ ഇവിടെ അശ്വതി സൂചിപ്പിച്ചതുപോലെ 60കളിലാണ്, കൃത്യമായി പറഞ്ഞാൽ 1964 കേരള കൃഷി വകുപ്പ് കാസർഗോഡ് ജില്ലയിലെ 12,000-ഓളം വരുന്ന ഏക്കർ ഭൂമിയിൽ വടക്ക് എൻമകജെ തൊട്ട് തെക്ക് കയ്യൂർ ചിമേനി വരെ ഉള്ള പഞ്ചായത്തുകളിൽ കശുവണ്ടി തോപ്പുകൾ വെച്ച് പിടിപ്പിക്കുന്നത്. ഏറെക്കുറെ 70കളിൽ തന്നെ അവർ കീടനാശിനി തളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ഹാൻഡ് പമ്പ് ഉപയോഗിച്ചായിരുന്നു. 78ലാണ് PCKക്ക് തോട്ടം കൈമാറുന്നത്. ഇതോടുകൂടിയാണ് ആകാശമാർഗെ എൻഡോസൾഫാൻ എന്ന മാരക കീടനാശിനി തളിക്കാൻ ആരംഭിക്കുന്നത്. അത് തളിക്കുമ്പോൾ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് തളിച്ചിരുന്നത് എന്ന് പിന്നീട് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തളിക്കുന്ന ഘട്ടങ്ങളിൽ അവര് കിണർ മൂടാൻ പറയുമായിരുന്നു. ഒരു നോട്ടീസ് ഇറക്കി എവിടെയെങ്കിലും കടയുടെ അടുത്ത് അത് വെക്കുമായിരുന്നു. കൃത്യമായി പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലൊന്നും അത് ചെയ്തിരുന്നില്ല. ഇപ്പൊ കിണർ മൂടണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇത് ഏതോ വിഷമാണ്, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കാര്യമില്ലല്ലോ. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം 13ഓളം വലുതും ചെറുതുമായ നദികളുണ്ട്, ആയിരക്കണക്കിന് കിണറുകളുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ മേഖലയിൽ ഈ തുരങ്കൻ, അതായത് ഭൂമി തുരന്ന് എടുത്ത് വെള്ളം കിണറിലല്ല കുളത്തിൽ ശേഖരിച്ച് അവിടുന്ന് കുളിക്കാനും കുടിക്കാനും കൃഷിക്കൊക്കെ ഉപയോഗപ്പെടുത്തുമായിരുന്നു. പക്ഷെ ഇതൊന്നും തന്നെ മൂടി വെക്കാനുള്ള യാതൊരു സാഹചര്യവും അന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോഴും അതിന് കഴിയില്ല. ഇപ്പം പൂർണ്ണമായും മാനദണ്ഡങ്ങൾ പാലിക്കാതെ, പ്രത്യേകിച്ച് കാസർഗോഡിന്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത എന്ന് പറയുന്നത് ഇടനാടൻ ചെങ്കൽ കുന്നുകളെ കൊണ്ട് സമൃദ്ധമാണ് ഇവിടെ. അതുപോലെ പിന്നെ ചെറുതും വലുതുമായ ഒട്ടേറെ മലകളും കാസർഗോഡിന്റെ ഒരു പ്രത്യേകതയാണ്. ജലസമ്പന്നത കൊണ്ട് ഏറ്റവും കൂടുതൽ പിന്നെ ജലവിതരണം ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് കാസർഗോഡ് ജില്ല. ഇതൊന്നും കണക്കിലെടുക്കാതെ ഇത്തരമൊരു പ്രദേശത്ത് കീടനാശിനി തളിക്കരുത് എന്ന നിയമം നിലനിൽക്കെ തന്നെ വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതി പോലും കൂടാതെയാണ് 22 വർഷത്തിലധികം കാലം ആകാശമാർഗെ എൻഡോസൾഫാൻ തളിക്കുന്നത്. 80കളിൽ തന്നെ ഇതിൻ്റെ ദുരന്തം ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് എൻമകജയിലെ ശ്രീഭദ്രെ എന്ന് പറയുന്ന കർഷകൻ അവിടെ വന്ന ചില മാറ്റങ്ങളെ കുറിച്ച് പഠിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹം തന്നെ ഇത് അപകടമാണെന്ന് ആദ്യമായി ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് അവിടെ ഒരു തേൻ സംഭരണ വിൽപ്പന കേന്ദ്രം ഉണ്ടായിരുന്നു. അതിൻ്റെ ചുറ്റുപാട് ഒരുപാട് തേൻ കർഷകരും ഉണ്ടായി. എന്നാൽ 80കളോട് കൂടി തേൻ വരവ് കുറയുന്നു. ശ്രീഭദ്രെ അന്വേഷണം നടത്തിയപ്പോഴാണ് അറിയുന്നത് തേൻ വരവിൻ്റെ ഒരു കാരണം തേനീച്ചകൾ ഇല്ലാതാകുന്നു. തേനീച്ചകൾ ഇല്ലാതാകുന്നതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ആകാശമാർഗെ തളിക്കുന്ന ഈ വിഷം തന്നെയാണ് അതിന് കാരണമെന്ന്. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ പശുക്കുട്ടികളിൽ വ്യത്യാസങ്ങൾ വരുന്നു. ജനന സമയങ്ങളിൽ തന്നെ വൈകൃതങ്ങൾ ഉണ്ടാവുന്ന രീതിയിൽ പശുക്കുട്ടികൾ പറക്കുന്നു. അദ്ദേഹം അതിനും നിരീക്ഷണം നടത്തിയപ്പോൾ എൻഡോസൾഫാനെ തന്നെ പ്രതിയാക്കുന്നു. 90കളോട് കൂടിയാണ് ഡോക്ടർ YS മോഹൻകുമാർ, ജനകീയ ഡോക്ടർ, വാണിനഗറിലെ ജനകീയ ഡോക്ടർ എന്നറിയപ്പെടുന്ന YS മോഹൻകുമാറിൻ്റെ അടുത്തേക്ക് ഒരുപാട് രോഗികൾ, പ്രത്യേകിച്ച് സ്വർഗ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഡോക്ടർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് രോഗങ്ങളുമായി ആളുകൾ എത്തുന്നു. അദ്ദേഹം അന്ന് അത്ഭുതപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെയും നിരീക്ഷണം ഈ കീടനാശിനിയിലേക്ക് തന്നെ വരുന്നു. 90കളുടെ അവസാനമാവുമ്പോഴേക്കാണ് പെരിയയിലെ കൃഷി ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ലീലാകുമാരി അമ്മ തൻ്റെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ തൻ്റെ ചേട്ടൻ അവിടെ വീട് പണിയെടുക്കുന്ന സമയത്ത് മരിക്കാൻ ഇടവരുന്ന സാഹചര്യവും
കണക്കിലെടുത്ത്, പ്രത്യേകിച്ച് അവർ ഈ ഒരു മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളെന്ന നിലയിൽ ഇതേക്കുറിച്ച് കുറേയൊക്കെ അറിയാമായിരുന്നു. അപ്പൊ ഈ മരണത്തിനും അതുപോലെ കുട്ടികൾക്കുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണം എൻഡോസൾഫാൻ തന്നെയാണ് എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിയതോടുകൂടിയാണ് അവര് 1998 കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കോടതിയെ സമീപിക്കുന്നത്. അന്ന് അവിടെ നിന്നൊരു സ്റ്റേ കിട്ടുന്നത്. അതോടുകൂടിയാണ് ഈ ഒരു വിഷയം ലോക ശ്രദ്ധയിലേക്ക് എത്തുന്നത്. കാരണം പലരും ഇതേക്കുറിച്ച് പഠിക്കാൻ പിന്നീട് വരുന്നു. 99 പ്ലാന്റേഷൻ ഇത് ഹൈക്കോടതിയിൽ നിന്ന് വെക്കേറ്റ് ചെയ്യുന്നു. വെക്കേറ്റ് ചെയ്തതോടുകൂടി വീണ്ടും 99 വീണ്ടും തളിക്കുന്നു. എന്നാൽ 2000 ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു സ്റ്റേ വന്നതോടുകൂടി കാസർഗോഡ് ജില്ലയിൽ പിന്നീട് ഒരിക്കലും എൻഡോസൾഫാൻ തളിക്കുന്നില്ല. എന്നാൽ എൻഡോസൾഫാൻ പൂർണ്ണമായും കേരളത്തിൽ നിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എങ്കിൽ പോലും പൂർണ്ണമായി ഇതിനെ നിരോധിക്കുന്ന തലത്തിലേക്ക്, അല്ലെങ്കിൽ ഈ കീടനാശിനികളുടെ പ്രശ്നങ്ങൾ ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കുന്നതിലേക്ക് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളോ ഭരണകൂടമോ ഒരിക്കലും വ്യാപൃതരായിരുന്നില്ല. അവർ പിന്നെയും ഇതിനെ തളിക്കുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ ഇതിന് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്ന ഒരു സമയമായിരുന്നു അന്ന്. എന്നാൽ 2000 കൂടി ഇത് ജനങ്ങൾ ഏറ്റെടുക്കുന്ന നിലയിലേക്ക് എത്തി. എല്ലാവരും ഇപ്പൊ ഇതിനകത്തുള്ള എം എ റഹ്മാൻ മാഷ് അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അന്ന് വലിയ രീതിയിൽ ജനമുന്നേറ്റങ്ങൾക്കുള്ള സാഹചര്യം ഒരുക്കുന്നതിലേക്ക് പ്രവർത്തനങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു. 2004 അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ എൻഡോസൾഫാൻ വിരുദ്ധ സമരസമിതി നടത്തിയ കലക്ട്രേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടിയാണ് ശരിക്കൊരു ജനകീയമാകുന്ന, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മെല്ലെ പിൻവാങ്ങുന്ന, അതായത് ഇതിന് അനുകൂലമായി നിന്നവരൊക്കെ പിൻവാങ്ങുന്ന തലത്തിലേക്ക് മാറിയത്. ലീലാകുമാരി അമ്മ കേസ് കൊടുത്തപ്പോൾ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഇത് തളിക്കണം എന്ന് ആവശ്യപ്പെട്ടവരായിരുന്നു. എന്നാൽ 2004 കൂടി ആ ചിത്രത്തിൽ നിന്ന് മാറ്റം വന്നു. അവരും എൻഡോസൾഫാനെതിരെയുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് എം എ റഹ്മാൻ മാഷയുടെ അരജീവിതങ്ങളുടെ സ്വർഗം എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിന്റെ ദുരന്തത്തിന്റെ ഒരു ആഴം അന്ന് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നത് ഒരുപക്ഷെ ആ ഒരു ഡോക്യുമെന്ററി തന്നെയായിരുന്നു. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ സമരം നടത്തുന്നുണ്ട്. 2006 ഒരു 5-6 ദിവസം നീണ്ടുന്ന നിരാഹാര സമരം നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് VS അച്യുതാനന്ദൻ നമ്മോടൊപ്പം ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും മെച്ചപ്പെട്ട പല കാര്യങ്ങളിലേക്ക് നീങ്ങുന്നില്ല. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി വന്ന ഘട്ടത്തിലാണ് നിയമസഭയിൽ അന്നത്തെ മഞ്ചേശ്വരം MLA CH കുഞ്ഞമ്പു ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ മൂലം എത്ര പേർ മരിച്ചിട്ടുണ്ട്? അന്ന് കൃഷി വകുപ്പ് മന്ത്രി അതിന് പറഞ്ഞ മറുപടി ആരും മരിച്ചിട്ടില്ല എന്നായിരുന്നു. ഇത് വലിയ കോലാഹലം ഉണ്ടാക്കി. ഈ ഒരു ഘട്ടത്തിലാണ് റഹ്മാൻ മാഷ് മാതൃഭൂമിയിൽ ബോവിക്കാനത്തെ സുജിത്തിനെ VS അറിയോ എന്ന് പറയുന്ന ഒരു വലിയ ഒരു തറക്കുന്ന ലേഖനം എഴുതുന്നത്. ഒരുപക്ഷെ അതൊക്കെ VS കണ്ടതുകൊണ്ടായിരിക്കാം VS കൃഷി വകുപ്പ് മന്ത്രിയെയും കൂട്ടി കാസർഗോഡ് വന്ന് മരിച്ചവരുടെ കുടുംബത്തിന് ആദ്യമായി 50,000 രൂപ സഹായധനം കൊടുക്കുന്നു. ഇതോടെ എൻഡോസൾഫാൻ ഒരു ദുരന്തം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് ഒരു ഔദ്യോഗിക വർത്തമാനത്തിലേക്ക് എത്തുന്നു, ഔദ്യോഗിക രേഖയായി മാറുന്നു. പക്ഷെ എങ്കിൽ പോലും പിന്നീടും ഇതിന് വലിയ അല്ലെങ്കിൽ അതിന് മുന്നോട്ട് പോകാനുള്ള ഒന്നും നടക്കുന്നില്ല. 2010 ഒരുപക്ഷെ VS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഇച്ഛാശക്തി, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഈ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നുവെങ്കിലും ഞങ്ങൾ ഓർക്കുന്നു, ഞങ്ങൾ ഒരു തവണ ചീമേനി താപനിലയുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് സുബ്രഹ്മണ്യനൊക്കെ ഉണ്ട്, ഞങ്ങൾ VSനെ കാണാൻ പോയപ്പോൾ VS ഞങ്ങളോട് പറയുന്നത്, ഇപ്പൊ നമുക്ക് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ അവിടെ ഇരുന്ന് സുധീർ കുമാർ അടക്കമുള്ള ഇതിന്റെ നമ്മുടെ പ്രവർത്തകര്, ഈ പ്രൊഫസർ ഉണ്ണികൃഷ്ണൻ മാഷ് അടക്കമുള്ളവര് ഒരു രൂപരേഖ തയ്യാറാക്കി VSനെ ഏൽപ്പിക്കുന്നു. അതോടെ പെൻഷൻ പരിപാടിയിലേക്ക് നീങ്ങാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. 2010 തന്നെ ഒരു വലിയ മെഗാ മെഡിക്കൽ ക്യാമ്പ് കാസർഗോഡ് ജില്ലയിൽ നടക്കുന്നു. 2010
ആ ക്യാമ്പിനകത്ത് 20,024 പേരാണ് പങ്കെടുക്കുന്നത്. അതിൽ നിന്നും 4,182 പേരെ എൻഡോസൾഫാൻ ദുരിതബാധിതരായി കണ്ടെത്തുന്നു. കണ്ടെത്തിയതിനു ശേഷം ഇവർക്ക് പെൻഷൻ 1,000-2,000 രൂപ പെൻഷൻ വിതരണം നടത്തുന്നു. അതിൻ്റെ ഇടയിലാണ് വീണ്ടും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കാസർഗോഡ് എത്തുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കേണ്ടായി, കമ്മീഷൻ വന്ന് അതിൻ്റെ പഠനമൊക്കെ നടത്തുന്നുണ്ട്. 2001 തന്നെ NIOH പഠനം നടത്തുന്നു. അതോടുകൂടിയാണ് ആധികാരികമായി എൻഡോസൾഫാൻ മൂലമാണ് കാസർഗോഡ് ഈ പ്രശ്നങ്ങളുടെ കാരണമെന്ന നിലയിൽ കണ്ടെത്തുന്നത്. ഇതേ കമ്മീഷൻ 2010 വീണ്ടും വരികയും ദുരിതബാധിതരെ നേരിൽ കണ്ട് പഠനം നടത്തി 2010 ഡിസംബർ 30 ഒരു നിർദ്ദേശം കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും മുമ്പിൽ വെക്കുന്നു. അതിനകത്ത് പ്രധാനമായും പറഞ്ഞത് മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ സഹായം കൊടുക്കണം, കിടപ്പിലായവർക്കും മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കും 5 ലക്ഷം രൂപ സഹായധനം കൊടുക്കണം, ബാക്കിയുള്ളവർക്ക് 3 ലക്ഷം കൊടുക്കണം. അതോടൊപ്പം കാസർഗോഡ് ഇവർക്ക് വേണ്ടുന്ന ചികിത്സാ സഹായങ്ങൾ, പ്രത്യേകിച്ച് പാലിയേറ്റീവ് കെയർ ഹോസ്പിറ്റൽ പോലെയുള്ള അതുപോലെ തന്നെ വിദഗ്ധ ചികിത്സ കൊടുക്കാൻ ആവശ്യമായ 11 പഞ്ചായത്തുകളിലെ PHCകളെ CHCകളെയും ആക്കി മാറ്റണമെന്നുള്ള രീതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നു കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും. അതോടൊപ്പം കേരളത്തിൽ മറ്റെവിടെയെങ്കിലും, പ്രത്യേകിച്ച് അതിൽ പേരെടുത്ത് പറയുന്നു, മുതലമട പോലുള്ള പ്രദേശങ്ങളിൽ ഈ ഒരു വിഷയം സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ പഠനങ്ങൾ നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നുകൂടി അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ മനുഷ്യാവകാശ കമ്മീഷന്റെ രേഖ യഥാർത്ഥത്തിൽ ഇവർ പൂഴ്ത്തിവെക്കുകയായിരുന്നു. പല ഘട്ടങ്ങളിലും അത് പുറത്തു വിടാതെ ചില ഇടങ്ങളിൽ മാത്രം അത് സൂക്ഷിച്ചു വെക്കുന്ന രീതിയിലേക്ക് മാറി. അതിൻ്റെ ഇടയിലാണ് ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് നിരോധന കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് എൻഡോസൾഫാൻ ദുരിതബാധിതരായ അമ്മമാർ സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടായിരുന്നു അവർ പുറത്തു വന്നത്. എൻഡോസൾഫാൻ പോകുന്നു, പക്ഷെ ദുരിതബാധിതർ എങ്ങോട്ട് പോകും? ഇതുമായി ബന്ധപ്പെട്ടാണ് ദുരിതബാധിതരുടെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി എന്ന ഒരു സംഘടനക്ക് രൂപം കൊടുക്കുന്നത്. 2012 ഏപ്രിൽ 20 മുതൽ 3 മാസം 128 ദിവസം നീണ്ടു നിന്ന വലിയൊരു സമരം കളക്ടറേറ്റിന്റെ മുമ്പിൽ ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അമ്മമാരുടെ നേതൃത്വത്തിൽ സമരം നടത്തിയുണ്ടായി. ഒരുപാട് നേതൃത്വങ്ങൾ ഇന്ത്യയിലെയും അതുപോലെ തന്നെ കേരളത്തിലെ തന്നെ ഒട്ടേറെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ആ സമരവേദിയിൽ വന്ന് സംസാരിക്കുകയുണ്ടായി. എന്നാൽ സർക്കാർ ആദ്യം വിമുഖത കാണിക്കുകയും പിന്നീട് ഒരു 10 പേരടങ്ങുന്ന അമ്മമാരുടെ സംഘം കൂടാതെ 4 സോഷ്യൽ ആക്ടിവിസ്റ്റുകളും ആയവരും മുഖ്യമന്ത്രിയുടെ വസതിയിൽ പോയി, ചേംബറിൽ പോയി ഈ വിഷയം ചർച്ച ചെയ്യുകയും അന്ന് മുഖ്യമന്ത്രി എഴുന്നേറ്റ് പോവുകയും അതോടൊപ്പം ഉദ്യോഗസ്ഥരൊക്കെ മാറി നിന്നപ്പോൾ അമ്മമാർ ആ ചേംബറിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് വരെ എത്തുകയുണ്ടായി. അതോടുകൂടി ഇതിനൊരു തീരുമാനമുണ്ടായി. മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞ സാമ്പത്തിക സഹായം നൽകും എന്നുള്ള നിലയിൽ വന്നു. പക്ഷെ അന്ന് കൊടുത്തത് കേവലം 103 പേർക്കായിരുന്നു ഈ ഒരു സമരത്തിന്റെ ഭാഗമായി കൊടുത്തത്. ബാക്കി ആർക്കും കൊടുത്തില്ല. പിന്നീട് മന്ത്രിമാർ പഠിക്കാൻ വരുന്നു പറഞ്ഞു. 4ഓളം മന്ത്രിമാർ പഠിക്കാൻ വന്നു. പക്ഷെ എന്നിട്ടും കാര്യങ്ങൾ സോറി ഇന്ററപ്റ്റ് ചെയ്തതിന് ക്ഷമിക്കണം. ഒരു 3 മിനിറ്റ്, ഇതൊരു ആദ്യത്തെ റൗണ്ടാണ്. ഈ ഒരു 3 മിനിറ്റിൽ നമുക്ക് ഈ ഒരു ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത് കൺക്ലൂഡ് ചെയ്താൽ നമുക്ക് രണ്ടാമതൊന്നുകൂടെ ഡിമാൻഡിലേക്ക് അടുത്ത റൗണ്ടിൽ വരാമെന്ന് തോന്നുന്നു. ഓക്കെ 103 പേരെ കുറിച്ച് പറയുക. 103 പേർക്കാണ് അന്ന് കൊടുത്തത് 1.5 ലക്ഷം രൂപ. 5 ലക്ഷം കൊടുക്കേണ്ടത് 1.5 ലക്ഷം രൂപ വീതം കൊടുത്തു. പക്ഷെ പിന്നീട് കൊടുക്കാതെ വന്നപ്പോൾ 2013 36 ദിവസം നീണ്ടുന്ന വലിയ ഒരു സമരം, നിരാഹാര സമരം, അനിശ്ചിതകാല നിരാഹാര സമരം പൊതുസമൂഹം ഏറ്റെടുത്തു.
ഡോക്ടർ ഡി സുരേന്ദ്രനാഥിനെ പോലെ, അതുപോലെ മോഹൻകുമാർ മാഷെ പോലെയുള്ള ആളുകൾ ആ സമരം ഏറ്റെടുക്കുകയും 9ഓളം ഉത്തരവുകൾ, അതിനകത്ത് ഞങ്ങൾ പ്രധാനമായി ഉന്നയിച്ചിരുന്ന ഈ സാമ്പത്തിക സഹായം കൊടുക്കുന്നതോടൊപ്പം തന്നെ ട്രിബ്യൂണൽ വേണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. ട്രിബ്യൂണൽ വേണോ വേണ്ടയോ എന്ന് പഠിക്കുന്നതിനെ കുറിച്ച് ജസ്റ്റിസ് രാമചന്ദ്രൻ നായരെ ഏൽപ്പിക്കുകയും അദ്ദേഹം വന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആദ്യം തന്നെ വന്ന് പറയുന്നത്, എൻഡോസൾഫാൻ മാരക വിഷമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മാറി താമസിച്ചൂടായിരുന്നോ കളിക്കുമ്പോൾ എന്ന ചോദ്യം ചോദിച്ചാണത് വന്നത്. അത് ഒട്ടേറെ വിവാദങ്ങൾക്കിടയാക്കി. അദ്ദേഹം ആ റിപ്പോർട്ട് അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്ന് ചെയ്തു. പക്ഷെ അന്ന് മന്ത്രി പറഞ്ഞത് റിപ്പോർട്ട് വരട്ടെ, അന്നേരം നമുക്ക് നോക്കാം. പക്ഷെ ആ റിപ്പോർട്ട് ഇന്നും അപകടകരമായി തന്നെ നിൽക്കുന്നു. ആ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് ട്രിബ്യൂണൽ വേണ്ട, മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് പ്ലാന്റേഷന്റെ തൊട്ടടുത്തുള്ള ഒരു 1.5 കിലോമീറ്റർ അകത്തുള്ളവരെ മാത്രം ദുരിതബാധിതരായി കണക്കാക്കിയാൽ മതി. പിന്നീട് ഈ ഒരു പ്രശ്നത്തിനായിരുന്നു നമ്മൾ സമരം നടത്തി. 2010 മെഡിക്കൽ ക്യാമ്പ് നടത്തി പരിശോധന നടത്തി എടുത്തവരിൽ 4182 പേരെ എടുത്തപ്പോൾ 27 പഞ്ചായത്തുകൾ 3 നഗരസഭകൾ ഉൾക്കൊള്ളുന്നതായിരുന്നു അത്. പിന്നീട് അവർ 11 പഞ്ചായത്തിലേക്ക് ചുരുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷെ അതൊരിക്കലും ശാസ്ത്രീയമായിരുന്നില്ല. കാരണം ആകാശമാർഗത്ത് അളിക്കുമ്പോൾ 50 കിലോമീറ്റർ ദൂരത്തോളം ഇതിന്റെ അപകട സാധ്യത നിലനിൽക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് രാമചന്ദ്രൻ നായർ 1.5 കിലോമീറ്റർ മതിയെന്ന്, അത് പൂർണ്ണമായും കമ്പനിയെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമായിരുന്നു. അത് തള്ളണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഞങ്ങൾ 2014 മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ അമ്മമാർ കഞ്ഞിവെപ്പ് സമരം നടത്തി. അത് തള്ളാമെന്ന് അന്ന് മുഖ്യമന്ത്രി ഏറ്റതായിരുന്നു. പക്ഷെ ഇപ്പോഴും അത് തള്ളിയിട്ടുണ്ടോ എന്നുള്ളതിന് സംശയമുണ്ട്. പക്ഷെ 2014 സമരത്തോടു കൂടി 3000-ഓളം വരുന്ന ആളുകൾക്ക് 5 ലക്ഷം 3 ലക്ഷം രൂപയും ചിലവർക്ക് 2 ലക്ഷം രൂപയും കിട്ടി. പിന്നീട് നടക്കുന്നത് ഈ പൂർണ്ണമായി ഇത് പരിഹരിക്കാതെ വന്നപ്പോൾ 2016 150ഓളം വരുന്ന ദുരിതബാധിതരടക്കമുള്ള ആളുകൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഒരു വലിയ സമരം നടത്തി. അന്ന് ഇന്നത്തെ ഭരണത്തിലിരിക്കുന്ന പാർട്ടികൾ പൂർണ്ണമായി അതിനെ പിന്തുണക്കുകയും ചെയ്തു. പക്ഷെ ഈ ഒരു ഘട്ടത്തിലാണ് ഇതിന്റെ ഒരു ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അട്ടിമറി ശ്രമങ്ങൾ ആരംഭിക്കുന്നതായി ഞങ്ങൾക്ക് തോന്നിയത്. കാരണം 2010 ശേഷം 2011 ഒരു ക്യാമ്പ് നടക്കുന്നു. അതിനകത്ത് നിന്ന് 1318 പേരെ ദുരിതബാധിതരായി കണ്ടെത്തുന്നു. പക്ഷെ 2016 ചർച്ചക്കിടയിൽ അതിന്റെ ഇത് വന്നപ്പോൾ 610 പേരെ കാണാനില്ല. 610 പേരെ ഒഴിവാക്കിയിരിക്കുന്നു. സാധാരണ നിലയിൽ ഒരു പട്ടികയിൽ പെടുക എന്ന് പറയുന്നതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുത്തതിന് ശേഷമാണ് ക്യാമ്പിലേക്ക് പങ്കെടുപ്പിക്കുന്നത്. അതിനകത്തുനിന്ന് ഡോക്ടർമാർ പരിശോധിച്ച് പിന്നീട് ഇതിന്റെ വിദഗ്ധ കമ്മിറ്റി ഒന്നുകൂടി പരിശോധിച്ച് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സെല്ല് ഒരു ജില്ലാതലത്തിൽ ഇപ്പൊ മന്ത്രിയും അതുപോലെ കളക്ടർ കൺവീനറുമായി, മന്ത്രി ചെയർമാനും കളക്ടറും കൺവീനറുമായിരിക്കുന്ന ഒരു എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും MLA-മാരും MP-യും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഒക്കെ അടങ്ങുന്ന ഒരു കമ്മിറ്റിയുണ്ട്. അത് തീരുമാനിച്ചതിന് ശേഷം ഗവൺമെന്റിലേക്ക് അയച്ച് ഓർഡർ വന്നതിന് ശേഷമാണ് ഒരാൾ വിക്ടിമാണ് എന്ന് സ്ഥിരീകരിക്കുന്നത്. അങ്ങനെ ഓർഡർ ഇറങ്ങിയ അതിനകത്ത് നിന്ന് 610 പേരെ ഒഴിവാക്കി. അവരിപ്പോഴും പുറത്തു തന്നെയാണ് നിൽക്കുന്നത്. ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളോ വൈദ്യസഹായങ്ങളോ പോലും അവർക്ക് ലഭിച്ചിട്ടില്ല. പിന്നീട് വരുന്ന ഞാൻ അധികം വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. 2017 ഒരു സുപ്രീം DYFI കൊടുത്ത 2011 നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DYFI കൊടുത്ത കേസിലാണ് അഖിലേന്ത്യാ തലത്തിൽ ഇങ്ങനെ ഒരു നിരോധനത്തിന്റെ ഇത് വരുന്നത്. അതിനുശേഷം 2017 വീണ്ടും ഒരു വിധി വരുന്നു. ആ വിധിക്കകത്ത് പറയുന്നത് എല്ലാവർക്കും, നേരത്തെ മനുഷ്യാവകാശ കമ്മീഷൻ പറയുന്നതിൽ നിന്നും കുറെ മുന്നോട്ട് പോയി എല്ലാവർക്കും 5 ലക്ഷം കൊടുക്കണം. അതനുസരിച്ച് 6727 പേരാണ് നിലവിൽ പട്ടികയിലുള്ളത്. 2010 4182, 2011 1318, 2013 348, 2017
ആദ്യം 287 വരെ എടുത്തുള്ളൂ. അവർക്കെല്ലാവർക്കും 5 ലക്ഷം കൊടുക്കണം. 2017 ഒരു മെഡിക്കൽ ക്യാമ്പ് നടന്നപ്പോൾ 1905 പേരെടുക്കുകയും പിന്നീട് അത് 287 ചുരുക്കുകയും അവർ ചെയ്യുന്നു. അതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ അപകട, അതായത് ദുരന്ത സാധ്യതകൾ കുറഞ്ഞു വരുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഈ 1905 എന്ന ഒരു എണ്ണം വരുന്നത് അന്നത്തെ ഒരു ഡെപ്യൂട്ടി കളക്ടർ, അദ്ദേഹം കുറെ കൂടി ദുരിതബാധിതരോട് മാനസികമായി അടുപ്പം കാട്ടിയ ഒരാളായിരുന്നു. അദ്ദേഹം ഇതിൽ നിന്ന് 2013 തന്നെ ഒഴിവാക്കുന്നുണ്ട്. 2013 നടക്കുന്ന ഒരു മെഡിക്കൽ ക്യാമ്പിൽ 7000-ഓളം ആളുകൾ പങ്കെടുക്കുകയും 3000-ഓളം കുട്ടികളായിരുന്നു. പക്ഷെ അതിൽ നിന്ന് എടുത്തത് 348 പേരെ മാത്രമായിരുന്നു. 40 കുട്ടികളെ മാത്രമായിരുന്നു ലിസ്റ്റിൽ അന്ന് വന്നത്. എന്നാൽ 2017 1905 ഒരു 800-ഓളം കുട്ടികൾ അതിനകത്ത് പെട്ടിരുന്നു. പക്ഷെ അവരെയൊക്കെ മാറ്റി മാറ്റിയെന്ന് ഞങ്ങൾ വളരെ ഉറപ്പിച്ച് പറയുന്നത് ഈ ഒരു എണ്ണം ഈ സെല്ലിലാണ് ആദ്യം അവതരിപ്പിക്കുക. അന്നത്തെ ഡെപ്യൂട്ടി കളക്ടർ ഇത് അവതരിപ്പിക്കാൻ പോയപ്പോൾ അവിടെ അതിന് തടസ്സം വന്നു. ഈ 1905 എന്ന എണ്ണം ഇവരുടെ ലോജിക്കിന് നിരക്കാത്തത് കൊണ്ട് അത് അവിടെ നിർത്തുകയും പിന്നീട് അടുത്ത സെൽ യോഗത്തിലാണ് 287 അത് ചുരുക്കിയത്. ഈ ഒരു സന്ദർഭത്തിലാണ് വീണ്ടും നമ്മൾ വളരെ ശക്തമായ സമരം, കാരണം ഇവർ ഇത് അട്ടിമറിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. 2012 ജനുവരി 10-ാം തീയതി ഇറങ്ങിയ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവ് ഒരുപക്ഷെ മറ്റാർക്കും കിട്ടിയിട്ടില്ല എന്ന് പറയാം. VS-ന്റെ അടുത്താണ് അത് കിട്ടുന്നത്. അത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കൊടുത്ത ഉത്തരവായിരുന്നു. ആ ഉത്തരവിൽ പറയുന്നത് ആദ്യത്തെ 4182 പേർക്ക് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞ എല്ലാവർക്കും കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. 2453 പേർക്ക് 5 ലക്ഷവും 1729 പേർക്ക് 3 ലക്ഷവും കൊടുക്കും എന്ന് അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ അതിനകത്ത് മറ്റൊരു അപകടകരമായ ഒരു സൂചന കൂടി ഉണ്ടായി. 5 വർഷം കൊണ്ട് ഈ പദ്ധതി നിർത്തിവെക്കും എന്ന് അടിവരയിട്ട് പറയുന്ന ഒരു സമീപനം ആ ഉത്തരവിനകത്തുണ്ടായി. പിന്നീട് ഞങ്ങൾ അത് പിൻവലിക്കണം എന്ന് പറയുന്ന സമരത്തിലായിരുന്നു. 2013 സമരം അതുകൂടി വെച്ചായിരുന്നു. അതുകൊണ്ട് ആ ക്ലോസ് പിന്നീട് പിൻവലിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ദുരന്തത്തിന്റെ അളവ് കുറക്കുക എന്നുള്ളത് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം കമ്പനി താല്പര്യവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒന്നായിരുന്നു. ഈ 2017 സുപ്രീം കോടതി വിധിയുടെ 5 ലക്ഷം കൊടുക്കണമെന്ന് പറയുമ്പോഴും ആ പൈസ ഇവർക്ക് എൻഡോസൾഫാൻ കമ്പനിയിൽ നിന്ന് ഈടാക്കാമെന്ന് വിധിക്കകത്ത് പറയുന്നു. ഇനി കമ്പനി കൊടുക്കുന്നില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് അത് ഈടാക്കാമെന്നും അതിനകത്ത് പറയുന്നു. പക്ഷെ ഇത് കിട്ടാതെ വന്നപ്പോൾ 4 അമ്മമാര് സുപ്രീം കോടതിയെ സമീപിച്ചു കോടതി അലക്ഷ്യത്തിന്. അന്നേരം നമ്മുടെ കേരള ചീഫ് സെക്രട്ടറി കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് അർഹതയുള്ളവർക്കെല്ലാം കൊടുത്തിരിക്കുന്നു, അപ്പൊ ബാക്കിയുള്ളവർ അനർഹരാണ്. പക്ഷെ സുപ്രീം കോടതി അത് കണക്കിലെടുത്തില്ല. കാരണം ഇവർക്കൊക്കെ 4 കുട്ടികളുടെ അമ്മമാരാ പോയത്, അവർക്ക് ചികിത്സ കൊടുക്കുന്നുണ്ട്, അവർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഈ പറയുന്ന സഹായം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ആ ഒരു സമീപനാണ് കോടതി എടുത്തത്. ആ 4 അമ്മമാർക്കും 5 ലക്ഷം രൂപ വീതം കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഇന്നും 3713 പേർക്ക് ഇപ്പോഴും ഒരു പൈസയും കിട്ടിയിട്ടില്ല. വീണ്ടും ഇപ്പോൾ റിമ മാഷയുടെ നേതൃത്വത്തിലൊക്കെ സുപ്രീം കോടതിയിലേക്ക് 10 സംഘടനകൾ ഒന്നിച്ചു നിന്ന് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി പോയി ഇരിക്കുകയാണെന്ന് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് കാസർഗോഡ് ഒരു വിദഗ്ധ ചികിത്സ പോകട്ടെ, ഒരു ന്യൂറോളജിസ്റ്റിനെ പോലും നിയമിക്കാൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ല. ഈ കൊറോണ കാലത്ത് മഞ്ജുമോൾ എന്ന് പറയുന്ന കുട്ടി അടക്കം നിരവധി കുട്ടികൾ മംഗലാപുരത്തേക്കോ മറ്റെവിടെയെങ്കിലും ചികിത്സക്ക് പോകാൻ കഴിയാതെ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നിട്ടുണ്ട്. സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരുവിധ അനുകൂലമായ തീരുമാനങ്ങൾ ഇപ്പോഴും എടുത്തിട്ടില്ല. 2016 അത് ഞങ്ങളൊരു ന്യൂറോളജിസ്റ്റിനെ വേണം എന്ന് പറഞ്ഞ് രേഖാപരമായി ഉറപ്പ് തന്നു. പക്ഷെ 5 വർഷം കഴിയുമ്പോഴും ഒരു ന്യൂറോളജിസ്റ്റിനെ പോലും വെക്കാൻ ഇന്ന് മറ്റ് വിദഗ്ധരും ഇല്ല. പക്ഷെ ഇത് ന്യൂറോളജിസ്റ്റിന്റെ കാര്യം ഞങ്ങൾ പറയുന്നത് എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്ന ന്യൂറോ സംബന്ധമായ രോഗങ്ങളുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ അതുപോലും ഇതുവരെ നിവർത്തിച്ചു തരാൻ നമ്മുടെ സർക്കാരിന് 2 മാസം മുമ്പ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനെ കണ്ടപ്പോൾ
ഓക്കെ ഞങ്ങളത് ചെയ്യാം എന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ഇപ്പോഴും നീങ്ങിയിട്ടില്ല. ഞങ്ങൾ ഈ അടുത്ത ദിവസം തന്നെ 2 ന്യൂറോളജിസ്റ്റുകളെ കാസർഗോഡ് ജില്ലാ ആശുപത്രിയിലും ജനറൽ ആശുപത്രിയിലും നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും, അതുപോലെ സെല്ല് നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ പരാതികൾ കേൾക്കുന്ന ഒരു ഇടായിരുന്നു ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അവരുടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, പുനരധിവാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സെല്ല്. പക്ഷെ അത് കൂടാതെ 1 വർഷമായി ഇപ്പം. അപ്പൊ അടിയന്തരമായി സെല്ല് രൂപീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിപ്പം വീണ്ടും സമരത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാൻ കഴിഞ്ഞിട്ടില്ല സമയത്തിന്റെ പരിമിതി കാരണം. എന്തായാലും NAPM ഈ ഒരു വിഷയം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നതിൽ ഇതിനു മുമ്പും മേധാപട്കറൊക്കെ പങ്കെടുത്ത, മേധാപട്കർ ഒരുപാട് തവണ ഈ സമരവേദി പങ്കിട്ട ഒരാളാണ്. വന്ദന ശിവ, SP ഉദയകുമാർ, ഡോക്ടർ മാധവ ഗാഡ്ഗിൽ, സതീനാഥ് സാരംഗി പോലുള്ള ദേശീയ നേതാക്കൾ ഈ സമരവേദി ഒരുപാട് തവണ പങ്കിട്ടവരാണ്. NAPM ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് കുസുമൻ ടീച്ചറൊക്കെ ഇതിനകത്തുണ്ട്. ശരത്ത് നിരന്തരമായി ഈ ഒരു അരികു ജീവിതങ്ങൾക്ക് വേണ്ടി പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സാംസ്കാരിക രംഗത്തെ ഇടപെടലും, ഇപ്പം ഡോക്ടർ അംബികാസുന്ദൻ മാങ്ങാടിന്റെ എന്മകജയെ പോലുള്ള നോവല്, അതുപോലെ പിന്നെ അതുപോലെ ഒട്ടേറെ ഡോക്യുമെന്ററികളും നോവലുകളും കഥകളും ഒക്കെ കവിതകളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. നന്ദി ചേട്ടാ. വളരെ കൃത്യമായിട്ടുള്ളൊരു നേരത്തെ പറഞ്ഞ ഒരു ടൈം ലൈനിൽ നിന്ന് മുന്നോട്ട് പോവുകയും അതിൽ മിസ്സായി പോയിട്ടുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ടും പറഞ്ഞു. അടുത്ത് മുനീസയിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ ചുരുക്കി ഇത് ഇംഗ്ലീഷിൽ ബാക്കിയുള്ള ഓഡിയൻസിന് വേണ്ടി പറയാം. So basically, for the Zoom audience, is definitely like a translation that our friend Virudha has been doing, very meticulously translating it. But for the FP audience, I'll just quickly summarize what Kunjikrishnan, our friend, has said. And it's primarily, he spoke about the timeline was quite similar to what was discussed earlier or what was shown in the PPT earlier. But the primary thing in the whole thing was how this hazardous impact happened once the aerial spraying of endosulfan happened. And he was talking about how it was done illegally without even the consent or the permission of the required authorities, and whether in spite of such protests, how the state government was able to, and such a public undertaking was able to continue something like this in spite of repeated protests from the community living there, and also judgment from the lower court and the high court. And he detailed about the various commissions that have happened and various medical camps that the Kerala government has actually set up, and the kind of monetary packages that were announced. And we went into the details of the numbers, which unfortunately we don't have enough time to go into. But fundamentally the thing is, when in 2013 the package was announced, it was and also in 2017 the Supreme Court declared that they should all the victims should be given 5 lakhs per family. But later when the list came out, it actually deleted a lot of people who were included in the initial list. And this, he says, is a very gross violation of the whole aspect, because to get into the list of the people who have been victims or who need a monetary compensation, and then to remove them from that whole list, what is the procedure for something like that? And what has gone underneath that is something that he points out here. And currently, and he details about the role that the various solidarity, the writers, the political students groups, etc., has played in the whole thing. But often one has found that the political parties have not necessarily played a proactive role in the whole aspect of it. And it seemed like although the court or the National Human Rights Commission had also repeatedly mentioned about the gross violation that had happened there and how the people there needs to be compensated, neither the company nor the state government or the central government took proactive measures to
to deliver this particular recommendation. And the latest that he was pointing out is the demand that the community has been raising for a neurologist in that area, and also activities, the institution of a cell which looks into the welfare activities and the rehabilitation, rehabilitation of the people there. Because one of the things he also pointed out was how this Ramachandran Nair, Justice Ramachandran Nair, who was supposed to submit a report for recommending a tribunal, had actually said that it would have been why if that was so hazardous, why didn't the people move from there to a different location, and why did they continue staying on there? And he reiterates that report by Justice Ramachandran Nair is something that's been very counterproductive for them, and it's still not been withdrawn by the government in spite of repeated demand from the people. So as of now, it's around more than 6,727 people have been recommended for compensation, and they intend to, the Samara Samithi intends to intensify the struggle, and we are happy that NAPM has taken up this issue for the discussion today and has constantly received the support of NAPM leaders such as Meera Patkar and other leaders, Guardian, etc. So since he spoke about the health hazards, and that is where we left it, about the requirement of a neurologist, we'll move on to Muneesa Ambalathara, who actually will discuss about the health hazards that the community has been facing over the years, and how about the struggle of the mothers of the Endosulfan victims, and the struggle that they have sort of pushed forward to ensure that the victims are given justice and the culprits are brought to accountability. So Muneesa ഇവിടെ സംസാരിക്കാൻ പോകുന്നത് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കേട്ടതുപോലെ തന്നെ ഒട്ടനവധി ഇതിൽ 25 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ് വളരെയധികം ആദ്യം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇതിൽ ഈ ഒരു എൻഡോസൾഫാൻ പെസ്റ്റിസൈഡ് കൊണ്ട് ബുദ്ധിമുട്ടിലായത്. ഒരുപാട് സ്ത്രീകൾ, 10ഓളം ഗർഭം അലസിപ്പോയ സ്ത്രീകളടക്കം, കുട്ടികൾ പ്രസവിച്ചുടനെ മരണമടഞ്ഞ ഒരുപാട് സ്ത്രീകളടക്കം പദ്രയിലും മറ്റ് കാസർഗോഡിലെ മറ്റ് ഗ്രാമങ്ങളിലുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കുവാനായി മുനീസയെ ക്ഷണിക്കുന്നു. ബഹുമാന്യരായ NAPM-ന്റെ പ്രവർത്തകരെ, അതുപോലെ തന്നെ ആരാധ്യനായ എൻ്റെ ഗുരു ശ്രീ MA റഹ്മാൻ മാഷ്, അതുപോലെ തന്നെ മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളെ, ഇപ്പോ കാസർഗോഡ് ജില്ല എൻഡോസൾഫാൻ ദുരിതബാധിതർ പിന്നിട്ട വഴികളെ കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോ ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയിലാണ്. ഈ ന്യൂറോളജിസ്റ്റിന്റെ സേവനമോ അതുപോലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഒന്നും ജില്ലയിൽ ലഭ്യമല്ല. അതുപോലെ തന്നെ പരമോന്നത നീതിപീഠത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായി 2017 വന്ന വിധിക്കകത്ത് പറയുന്നത് പ്രധാനമായിട്ടും മുഴുവൻ ദുരിതബാധിതർക്കും 5 ലക്ഷം രൂപയും ആജീവനാന്ത സൗജന്യ ചികിത്സയും എന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് 4000-ലധികം ആളുകൾ, 1700-ഓളം ആളുകൾക്ക് യാതൊരു രീതിയിലുള്ള തുകയും ലഭിച്ചിട്ടില്ലെങ്കിലും അതുപോലെ തന്നെ 1500-ഓളം ആളുകൾക്ക് ഇനിയും 2 ലക്ഷം രൂപ അടക്കം ലഭിക്കേണ്ടതുണ്ട്. അതിനൊക്കെ അപ്പുറത്തൊക്കെ പ്രധാനമായിട്ടും ചികിത്സ, നമ്മളൊരു വ്യക്തി ജീവിച്ചിരുന്നാൽ മാത്രമല്ലേ മറ്റു കാര്യങ്ങളെ കുറിച്ച് പറയേണ്ടതുള്ളൂ. അതുകൊണ്ട് ചികിത്സ എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ ഒരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് കാലത്ത് കർണാടക അതിർത്തികൾ കുട്ടിയടക്കപ്പെട്ടപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കിയത്. ചികിത്സ ലഭ്യമാകാത്തതിന്റെ പേരിൽ 4-5ഓളം എൻഡോസൾഫാൻ ദുരിതബാധിതർ തന്നെ മരണത്തിന് കീഴടങ്ങുകയുണ്ടായി. അതുപോലെ മറ്റ് 10-20ഓളം ആളുകൾ മറ്റ് മേഖലകളിൽ നിന്ന് മരണത്തിന് കീഴടങ്ങേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഈ ഒരു വിഷയമൊക്കെ നിരന്തരമായി ഭരണകൂടത്തിന്റെ മുന്നിൽ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോ ഞങ്ങൾ നേരിടുന്ന ഞങ്ങൾക്കുള്ള ഒരു വിളിപ്പേരെന്ന് പറയുന്നത് അധിക ബാധ്യത ഉണ്ടാക്കുന്നവർ എന്നാണ് ഞങ്ങളെ ഇപ്പൊ വിശേഷിപ്പിക്കുന്നത്. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ അധിക ബാധ്യത, സർക്കാരിന് അധിക ബാധ്യത ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാണ് ആക്ഷേപിക്കുന്നത്. 2018 എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് മേൽ വീണ്ടും വിഷമഴ പെയ്യിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു കളക്ടറെ ചാർജ് എടുക്കുകയുണ്ടായി. സജിത് ബാബു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ആദ്യം
സന്ദർശിച്ചത് തന്നെ എൻഡോസൾഫാൻ ബാധിത മേഖലകളാണ്. എന്നിട്ട് അദ്ദേഹം ഒരു വാരികയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത് 32 വർഷത്തോളം കിടന്ന് നരകയാതന അനുഭവിച്ചു മരിച്ച ശീലാവതി എന്ന നിസ്സഹായായ പെൺകുട്ടിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് മംഗളം വാരികയിലെ കഥാപാത്രത്തെ പോലെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. സാഹിത്യകാരന്മാരല്ല ഇവിടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, ശാസ്ത്രമാണ് തീരുമാനം എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് എതിരായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. ഞങ്ങളെ കേൾക്കാനോ ഞങ്ങളെ കാണാനോ അദ്ദേഹം ഒരിക്കലും തയ്യാറായിരുന്നില്ല. ഞങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ചർച്ച ചെയ്യാൻ പോയാൽ ഈ വിഷയം പറയാൻ നിങ്ങൾ ഇവിടെ വരേണ്ടതില്ല എന്ന് മുഖത്ത് നോക്കി പറയുന്ന അവസരം വരെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം എൻഡോസൾഫാൻ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സെല്ലിന്റെ കൺവീനർ കൂടിയായിരുന്നിട്ടും ഞങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്ന് ഈ 3 വർഷവും നീതി ലഭിച്ചിട്ടില്ല എന്നത് ഏറ്റവും വേദനയോടെ പറയുകയാണ്. പക്ഷെ ഇപ്പോഴും അവിടെ തുടർന്ന ഉദ്യോഗസ്ഥന്മാർ വളരെ മോശമായ ഒരു സമീപനമാണ് ദുരിതബാധിതരോട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഞങ്ങൾ പ്രധാനമായും പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ അടിയന്തരമായി ന്യൂറോളജിസ്റ്റിന്റെ സേവനം ലഭ്യമാക്കണം. മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെയും കൊണ്ട് വിദൂരങ്ങളിലേക്ക് ചികിത്സയ്ക്ക് പോകാൻ ഞങ്ങളെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത് പറയുന്നത് ഇപ്പൊ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ പോയാൽ പറയും, ഒന്നുകിൽ നിങ്ങൾ മംഗലാപുരത്ത് പോകുക, അല്ലെങ്കിൽ നിങ്ങൾ പരിയാരത്ത് പോകുക, അല്ലെങ്കിൽ നിങ്ങൾ ശ്രീചിത്രയിൽ ചികിത്സ തേടും. തിരുവനന്തപുരത്താണ് ഈ ശ്രീചിത്ര എന്ന് പറയുന്ന ഹോസ്പിറ്റൽ. പ്രത്യേകിച്ചും ഈ കോവിഡ് കാലത്ത് മംഗലാപുരത്ത് പോകുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. ആന്റിജൻ ടെസ്റ്റ് ഉൾപ്പെടെ RT-PCR ടെസ്റ്റ് ഉൾപ്പെടെ കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് മംഗലാപുരത്ത് ചികിത്സ തേടാൻ സാധിക്കുകയുള്ളൂ. പരിയാരത്ത് പഴയതുപോലുള്ള ഒരു ചികിത്സ ഇന്ന് ലഭ്യമാകുന്നില്ല എന്നതും വളരെ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് പോകുക എന്നത് പറയുന്ന ഈ കോവിഡ് കാലത്ത് മാസ്ക് പോലും ധരിക്കാതെ പ്രതിരോധ ശേഷി കുറഞ്ഞ കുട്ടികളെയും കൊണ്ട് പോകുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചികിത്സ മുടങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. പ്രത്യേകിച്ചും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് അവര് വർഷങ്ങൾക്ക് മുമ്പ് വിദഗ്ധ ഡോക്ടർമാരെ കാണിച്ചു വാങ്ങിയ മരുന്ന് തന്നെ ഇപ്പോഴും ആവർത്തിച്ചു 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരം കുട്ടികൾക്ക് വിദഗ്ധ ചികിത്സ കൊടുക്കണമെന്നിരിക്കെ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും അതുപോലും കൊടുക്കാനാവാതെ 14 വർഷത്തോളമായി എന്നോ ഡോക്ടർ കുറിച്ചു കൊടുത്ത മരുന്ന് കുറിച്ച് അത് തന്നെ റിപ്പീറ്റ് എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഡോക്ടർമാർ അവർക്ക് എഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികൾക്കൊന്നും ചികിത്സ ഇവിടെ ലഭ്യമാകുന്നില്ല. ഇതൊക്കെ ഗുരുതരമായ അനാസ്ഥയാണെന്ന് പലതവണ ഞാൻ ഈ എൻഡോസൾഫാൻ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സെല്ലിന്റെ 2016 മുതൽ ആ സെല്ലിന്റെ ഒരു അംഗവും കൂടിയാണ്. ആ സെല്ലിൽ നിരന്തരമായി ആവശ്യപ്പെടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ദുരിതബാധിതരുടെ വിദഗ്ധ ചികിത്സയ്ക്ക് ആവശ്യമായ ഒരു ഡോക്ടറുടെ സേവനം ലഭ്യമാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പക്ഷെ അന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കളക്ടർ പറഞ്ഞത് ഇവിടെ 2 ന്യൂറോളജിസ്റ്റിന്റെ സേവനം ഉണ്ട്, 2 ന്യൂറോളജിസ്റ്റ് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. അപ്പോൾ കളക്ടർ അങ്ങനെ കള്ളം പറയില്ല എന്നൊരു വിശ്വാസത്തിന്റെ ഭാഗമായി മറ്റൊരാവശ്യത്തിന് DMOയെ കാണാൻ പോയപ്പോൾ DMOയുടെ അടുത്ത് നേരിട്ട് ചോദിച്ചു, സർ ഇവിടെ 2 ന്യൂറോളജിസ്റ്റ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ സേവനം ഞങ്ങൾക്ക് ലഭ്യമാകാത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം DMO പറഞ്ഞു, അത് എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്കറിയില്ല, ഞാൻ പറയാം, ഇവിടെ അങ്ങനെ ഒരു ന്യൂറോളജിസ്റ്റിന്റെ പോസ്റ്റ് പോലും ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. മാത്രമല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഇല്ലാത്തടത്ത് ഇതുപോലൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ പിന്നീട് അടുത്ത സെല്ലിൽ ഞാൻ വീണ്ടും ചോദിച്ചു, സാർ എന്താണ് അന്ന് പറഞ്ഞ 2 ന്യൂറോളജിസ്റ്റ്? അന്ന് കളക്ടർ പറഞ്ഞത് അതിന് മറുപടി DMO പറയുന്നതാണ്. DMO എന്നോട് പറഞ്ഞത് തന്നെയാണ് സെല്ലിലും പറഞ്ഞത്. അതുപോലെ അപ്പൻഡിസൈറ്റിക്സ് എന്ന വളരെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്ന രോഗം മൂർജിച്ച് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മാനസിക വെല്ലുവിളി നേരുന്ന അൻവാസ് എന്ന കുട്ടി മണിക്കൂറുകളോളം ജില്ലാ ആശുപത്രിയിൽ കിടന്ന് ഒടുവിൽ അവര് പറയുന്നത് 7-8 മണിക്കൂറിന് ശേഷം പരിയാരത്ത് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. അത്ര ചെറിയൊരു രോഗം പോലും കണ്ടുപിടിക്കാൻ ഇവിടുത്തെ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ശ്രമമില്ലാത്തത് കൊണ്ട് തന്നെ ആ കുട്ടി മരണത്തിന് കീഴടങ്ങി പരിയാരത്ത് എത്തുന്നതിന് മുമ്പ് മരിച്ചു. അപ്പോൾ അവിടുത്തെ ഡോക്ടറാണ് പറഞ്ഞത് 1/2 മണിക്കൂർ മുമ്പേ നിങ്ങൾ എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന്. 20 മിനിറ്റ് യാത്രയുള്ള ജില്ലാ ആശുപത്രിയിലേക്ക് പോകാൻ കോവിഡ് കാലത്ത് വാഹനം കിട്ടാത്തതിന്റെ പേരിൽ 3.5 മണിക്കൂറോളം ശ്വാസം കിട്ടാതെ പെടഞ്ഞു മരിച്ച എൻഡോസൾഫാൻ ബാധിതരായ കുട്ടികളും ഞങ്ങളുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, പിന്നെ പുനരധിവാസം എന്നത് ഞങ്ങളുടെ ഒരു മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെയും അവരുടെ കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കാനുള്ള ഒരു നീക്കം അങ്ങനെ ഒന്ന് നടത്തുമെന്നൊക്കെ പറഞ്ഞ് 2012 മുതൽ ശില്പശാലകളൊക്കെ നടക്കുകയുണ്ടായി. പിന്നീട് മൂളിയാറിൽ 25 ഏക്കറോളം സ്ഥലം ഏറ്റെടുത്തു. അവിടെ കുട്ടികളെയും രക്ഷിതാക്കളെയൊക്കെ അവിടെ ഏറ്റെടുത്ത് അവർക്ക് സ്വയം തൊഴിലിനുള്ള സംവിധാനം, അതുപോലെ തന്നെ അവർക്ക് വിദ്യാഭ്യാസം, അവർക്ക് വിദഗ്ധ ചികിത്സ ഒക്കെ ലഭ്യമാകുന്ന പുനരധിവാസ കേന്ദ്രം അവിടെ തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് തറക്കല്ലിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇത്തരം കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ ഒരു ചോദ്യമുണ്ട്, എനിക്ക് ശേഷം എന്റെ കുഞ്ഞിനെ ആര് പരിപാലിക്കുമെന്നുള്ള വളരെ വേദനിപ്പിക്കുന്ന ഒരു ചോദ്യത്തിന് ഒരുപക്ഷെ ഒരാൾക്കും മറുപടി പറയാനാവില്ല, ഒരു ഭരണകൂടത്തിനും മറുപടി പറയാനാവില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ
ഇത്തരം അവശത അനുഭവിക്കുന്ന വിഭാഗത്തെ സംരക്ഷിക്കുക എന്നത് ഭരണകൂടത്തിന്റെ കർത്തവ്യം എന്നിരിക്കെ, കാരണം ഭരണകൂട ഭീകരതയുടെ ഇരയാക്കപ്പെട്ടവരെ സംരക്ഷിക്കുക എന്നത് ഭരണകൂടത്തിന്റെ കർത്തവ്യം എന്നിരിക്കെ, അവിടെ ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പോകുന്ന ആളുകളോട് നിങ്ങൾ അധിക ബാധ്യത ഉണ്ടാക്കുന്നു എന്ന് ഉദ്യോഗസ്ഥന്മാരെ പറയിപ്പിക്കും. അപ്പൊ ഇത് ഒരുപക്ഷെ ഈ മംഗളം വാരികയിലെ കഥാപാത്രം എന്നൊക്കെ ഒരു ജില്ലാ മേധാവി ഭരണാധികാരി പറയുമ്പോൾ അത് കേട്ട് നിന്ന് ഒരു വാക്കിലും ഇരുന്നിട്ടുണ്ട് ഇവിടുത്തെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ എന്നുള്ളത് വളരെ വേദനയോടുകൂടി പറയുകയാണ്. പക്ഷെ മറ്റേതെങ്കിലും ജില്ലയിലായിരുന്നെങ്കിൽ അദ്ദേഹം ഇവിടെ ജോലിയിൽ തുടരില്ലായിരുന്നു. ഒരു സ്ത്രീയെയാണ് അപമാനിച്ചത്, ഒരു ഭിന്നശേഷിക്കാരിയാണ് അപമാനിച്ചത്. അതുപോലെ അപ്പോൾ മാത്രമല്ല, ആയിരക്കണക്കിന് ദുരിതബാധിതരെയാണ് കഥാപാത്രം എന്ന പേരിൽ അപമാനിച്ചത്. ഒരു വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞുവെങ്കിൽ പോലും ഇപ്പോഴും അദ്ദേഹം ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് സാമൂഹ്യനീതി വകുപ്പിൽ, ഇതിനകത്ത് മുഴുവൻ അനർഹരാണ്. ഇപ്പോഴാ പറഞ്ഞിരിക്കുന്നത് അനർഹരുണ്ട് ഇതിനകത്ത് കുറെ. അതുകൊണ്ട് 6727 പേരെയും പുനഃപരിശോധിക്കണം. അദ്ദേഹം സാമൂഹ്യനീതി വകുപ്പിന് നേരത്തെ പറഞ്ഞ കളക്ടർ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് എന്തിനും ഏതിനും മംഗലാപുരത്ത് ചികിത്സയ്ക്ക് പോകണം. ഞങ്ങൾ ഇവിടെ ആശുപത്രി ഇല്ലാത്തതുകൊണ്ട് മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന മക്കളെയും തോളത്തിട്ടുകൊണ്ട് ദൂരെ ആശുപത്രി പോകുക എന്നത് വിനോദയാത്ര പോകുന്നത് പോലൊരു സുഖമുള്ള കാര്യമല്ല. സാധാരണക്കാർക്ക് പോലും ആശുപത്രി പോകുക എന്നത് അത്ര താല്പര്യമുള്ള കാര്യമല്ലാതിരിക്കെ ഞങ്ങൾ എന്തിനും ഏതിനും മംഗലാപുരം പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നീട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്നോവ കാറിൽ വന്ന് റേഷൻ വാങ്ങുന്നു, എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എൻഡോസൾഫാൻ ബാധിതനായ ഒരു കുട്ടി ഉണ്ടെങ്കിൽ മുഴുവൻ പേരുടെയും കാർഡ് VPL ആക്കണം എന്നുള്ള 2013 ഉത്തരവ് പ്രകാരം അതിലെ ഏതെങ്കിലും ഇന്നോവ കാറുള്ളവരാണെങ്കിലും അവരുടെ കുഞ്ഞിന്റെ അവകാശം അവർ വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്താണ് ഒരു വീട്ടിൽ തന്നെ, അതായത് ഭാര്യയും ഭർത്താവും വന്ധ്യതയുള്ളവർ പെൻഷൻ വാങ്ങിക്കുന്നു. രണ്ടുപേർക്കും വന്ധ്യത ഉണ്ടെന്ന് കണ്ടെത്തുകയും അതുപോലെ തന്നെ ഇവിടെ ഞങ്ങളല്ല ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതൊന്നും ഇവിടുത്തെ ആളുകളല്ല. ഇവിടുത്തെ വിദഗ്ധ ഡോക്ടർമാരെ മറ്റു മെഡിക്കൽ കോളേജുകളിൽ നിന്ന് കൊണ്ടുവന്ന് 2010 മുതൽ 2017 വരെ മെഡിക്കൽ ക്യാമ്പിൽ നടത്തിയത് അവിടുത്തെ വിദഗ്ധ ഡോക്ടർമാരാണ്. അതൊക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളാണ്. പിന്നെ എങ്ങനെയാണ് ഇതിനകത്ത് അനർഹർ കടന്നു വന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. മാത്രമല്ല, ഞങ്ങളതിനെ സർക്കാർ സംവിധാനത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ സർക്കാർ പുറത്തിറക്കിയ ലിസ്റ്റിൽ അനർഹരുണ്ട് എന്ന് ഞങ്ങൾ ഒരിക്കലും പറയുകയുമില്ല. അപ്പൊ ഇങ്ങനെ ഞങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട്, വളരെ മോശമായ രീതിയിൽ പറഞ്ഞുകൊണ്ട് പല വ്യക്തികളുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട്, മാനസിക വെല്ലുവിളി നേരിടുന്ന സതീശൻ എന്നൊരു കുട്ടിക്ക് 2 തവണ പെൻഷൻ വന്നു എന്ന് പറഞ്ഞ് സാമൂഹ്യനീതി വകുപ്പിൽ റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം 2 തവണ പെൻഷൻ വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ആ കുട്ടിയുടെ വീട്ടിലേക്ക് ഇന്റലിജൻസ് പോലും അന്വേഷണത്തിന് വന്നു. അതായത് മാനസിക വെല്ലുവിളി നേരിടുന്ന 38 വയസ്സുള്ള 2.5 വയസ്സുകാരന്റെ ബുദ്ധി മാത്രമുള്ള സതീശന്റെ വീട്ടിൽ ഇന്റലിജൻസ് കയറി ഇറങ്ങിയ വരെ ഉണ്ടായി. അപ്പൊ ഇതുപോലെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെയും അതുപോലെ തന്നെ ഞങ്ങളെ പലരെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സെല്ലിലെ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളെ അവഹേളിക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊന്നും പരാതിപ്പെട്ടാൽ പോലും അത് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കുകയോ ചെയ്യില്ല. കാരണം ഞങ്ങൾ ഔദാര്യം പറ്റുന്നവരായതുകൊണ്ട് തന്നെ ഔദാര്യം പറ്റുന്നവർ ഇതൊക്കെ കേൾക്കാൻ നിർബന്ധിക്കപ്പെടേണ്ടവരാണ് എന്നുള്ള രീതിയിൽ. കഴിഞ്ഞ ദിവസം 2 ആഴ്ച മുമ്പ് ഞാൻ പോയപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ സുപ്രീം കോടതി വിധി ഉണ്ടല്ലോ, അതുപോലെ തന്നെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ടല്ലോ, ഇത്തരം കാര്യങ്ങളൊക്കെ അവിടുത്തെ ഡെപ്യൂട്ടി കളക്ടറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ ഫോൺ ബിൽ അടക്കാൻ പൈസയില്ല. എൻ്റെ അടുത്ത് അങ്ങനെയാണ് പറഞ്ഞത്, ഫോൺ ബിൽ അടക്കാൻ ഞങ്ങൾക്ക് പൈസയില്ല, പിന്നല്ലേ നിങ്ങളുടെ ബാക്കിയുള്ള പൈസ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് പരിഹസിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ തിരിച്ചും എൻ്റെ കൂട്ടത്തിൽ വന്ന ഒരു അമ്മ ചോദിച്ചു, സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങി വന്നത്. പക്ഷെ ആ വാക്കിൽ 1000 മുള്ളു കുത്തി ഇറങ്ങുന്ന വേദന ഉണ്ടായിരുന്നു അമ്മയുടെ വാക്കിൽ. കാരണം കാറിൽ മറ്റൊരാളുടെ വാഹനത്തിൽ വന്ന് കുഞ്ഞിനെ ആ വണ്ടിയിൽ കിടത്തിയിട്ടാണ് അമ്മ മേലെ 3ാം നിലയിലേക്ക് കയറിപ്പോയത്. അവരോടാണ് പറഞ്ഞത് ഫോൺ ബിൽ അടക്കാൻ ഇവിടെ പൈസയില്ല. അപ്പൊ അത്രയും മനോവിഷമം അനുഭവിക്കുന്ന ആളുകളോട് മക്കളെ വീട്ടിനകത്ത് പൂട്ടിയിട്ടിട്ടാണ് പലപ്പോഴും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ പോവേണ്ടി വരുന്നത്. ആ ഒരു മാനുഷിക പരിഗണന എൻഡോസൾഫാൻ കമ്പനിയോടോ അല്ലെങ്കിൽ എൻഡോസൾഫാൻ കീടനാശിനിയോടോ ഉണ്ടായിക്കോട്ടെ, അതിന് ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ മാനുഷിക പരിഗണന ഇത്തരം ആളുകളെ കാണുമ്പോൾ അദ്ദേഹം പൊതുവെ പറഞ്ഞിരുന്നത് ഇത് നിങ്ങൾ വൈകാരികമായി കാണുന്നു എന്നാണ്. 2-3 കുഞ്ഞുങ്ങൾ വീടിനകത്ത് തളർന്നു കിടക്കുന്ന കാഴ്ച കാണുമ്പോൾ ഇത്തിരി വൈകാരികമായി പോകുന്നത്
ചെയ്യുന്നതിൽ എന്ത് തെറ്റാണുള്ളത് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. ഞങ്ങൾ എന്തെങ്കിലും ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെ മഞ്ഞും മഴയും വെയിലും വകവയ്ക്കാതെ പോരാട്ടത്തിന് ഇറങ്ങിയതിന്റെ ഭാഗമായി തന്നെയാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഞങ്ങൾ ഇപ്പോഴും ഇതേ ആവശ്യപ്പെടുന്നു. പരമോന്നത നീതിപീഠത്തിന്റെ ഇടപെടൽ തീരുമാനങ്ങൾ നടപ്പിലാക്കുക. ഞങ്ങൾക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണം. പാതിചത്ത ജീവിതങ്ങൾക്ക് ജീവിതം അവസാനിക്കുന്നത് വരെയെങ്കിലും ജീവിക്കാനുള്ള അനുമതി തരണം. യാചനയാണ്. പലതവണ ഞങ്ങൾ ഭരണകൂടത്തോട് യാചിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇനിയും അപമാനിക്കരുത്. വിഷമഴ ഞങ്ങളുടെ നെറുകയിൽ കോരി ഒഴിച്ചിട്ട് ഇപ്പോൾ വാക്കുകൾ കൊണ്ട് ഞങ്ങളെ കുത്തി നോവിക്കുകയാണ്. എന്താ പറയാ, നമ്മൾ പറയുന്നത് ശവത്തിൽ കുത്തുക എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ പറയുമ്പോഴും അവർക്കെതിരെ നടപടിയെടുക്കാൻ ഇപ്പോൾ 11 മാസമായി 1 വർഷത്തിലേക്ക് കടക്കുകയാണ് ഒരു സെല്ലിന്റെ യോഗം ചേർന്നിട്ട്. ഞങ്ങൾ പരാതി പറയുന്നത്, ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നത് അവിടെയാണ്. അതുപോലെ തന്നെ സാഫല്യം പദ്ധതി എന്ന സായി ട്രസ്റ്റും സർക്കാരും ചേർന്ന് സാഫല്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ദുരിതബാധിതർക്ക് നൽകുന്ന വീട് പണി പൂർത്തിയായി അവിടെ കാട് പിടിച്ച് കിടക്കുന്നു. അത് കൊടുക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് 4-5 വർഷമായി കാത്തിരിക്കുന്നവരാണ്. അതുപോലെ മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന, അതുപോലെ ക്യാൻസർ പേഷ്യന്റ്, അങ്ങനെയുള്ള നിരവധി ആളുകൾ അവർക്ക് ലഭിക്കേണ്ട ധനസഹായത്തിനും മരുന്നിനും വേണ്ടി ഇന്നും നെട്ടോട്ടം ഓടുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ ജോലി ചെയ്ത കുട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വളരെ വർഷം ദുരിതം അനുഭവിച്ച് ക്യാൻസർ പേഷ്യന്റ് അദ്ദേഹം മരിച്ചു. പക്ഷെ അദ്ദേഹം 2011 ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ്. ഏതാണ്ട് 2020 തോന്നുന്നു അദ്ദേഹം മരിക്കുന്നത്. അതുവരെ അദ്ദേഹത്തിന് ഒരു ആനുകൂല്യം, പെൻഷൻ ഉൾപ്പെടെ, ചികിത്സ ഉൾപ്പെടെ ഒന്നും നൽകിയിട്ടില്ല. പിന്നീട് മരിച്ച ശേഷമാണ് പറയുന്നത് അദ്ദേഹം ലിസ്റ്റിലുണ്ടെന്ന്. അദ്ദേഹത്തിന് കൊടുക്കേണ്ടതൊന്നും കൊടുത്തിട്ടില്ല. ഇങ്ങനെ എത്രയപ്പോ ഈ പൂഴ്ത്തിവെച്ച 600-610ഓളം ആളുകളുടെ ലിസ്റ്റിൽ വളരെ ഗുരുതരാവസ്ഥയിലുള്ള ആളുകൾ 2-3 പേരെ ഞങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ എതിരെ പറയുമ്പോൾ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ അവകാശങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതും അവകാശങ്ങൾക്ക് വേണ്ടി യാചിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് പോലും ഞങ്ങളുടെ ശബ്ദം കേൾക്കാൻ ഭരണകൂടം തയ്യാറാവുന്നില്ല. പക്ഷെ ആദ്യമൊക്കെ പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുത്തു. പക്ഷെ ഇന്നത്തെ പ്രതിപക്ഷവും മൗനം പാലിക്കുന്നു എന്ന അവസ്ഥയിൽ വളരെ വേദനയോട് പറയേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ ഒന്നുകൂടെ പറയാണ്, ഞങ്ങൾക്ക് കോടതി വിധി നടപ്പിലാക്കണം, ചികിത്സ ലഭ്യമാക്കണം, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം, വേദന കുറയ്ക്കാനുള്ളത്. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങൾ ഇനിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരവില്ല. കാരണം 5 ലക്ഷം രൂപ കൊടുത്തു, 10 ലക്ഷം രൂപ കൊടുത്തു എന്നൊക്കെ എണ്ണി പറയുമ്പോഴും ഞങ്ങളുടെ ജീവിതത്തിന്റെ നഷ്ടം നികത്താൻ ഒരിക്കലും കഴിയില്ല. മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന തളർന്ന 2-3 കുഞ്ഞുങ്ങളുള്ള ഒരു കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ, അല്ലെങ്കിൽ ഒരു കുട്ടിയായാൽ പോലും ആ കണ്ണീരൊപ്പാൻ ഒരു നോട്ടുകെട്ടുകൾക്കും 5 ലക്ഷം അല്ല കോടിക്കണക്കിന് രൂപയുടെ നോട്ടുകെട്ടുകൾക്കും സാധിക്കില്ല എന്നിരിക്കെയാണ് അധിക ബാധ്യത എന്ന വാക്കുകൾ കൊണ്ട് ഞങ്ങളെ കുത്തിനോവിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണത്തോടുകൂടി ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും എന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി മുനീസ. വളരെ വ്യക്തമായി തന്നെ താങ്കൾ അവിടുത്തെ അവസ്ഥയെക്കുറിച്ചും അതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങളെ കുറിച്ചും വ്യക്തമായി പറഞ്ഞു. ഒരു ചെറുതായിട്ട് അത് ഇംഗ്ലീഷിലൊന്ന് ചുരുക്കി പറയാം. So basically Muneesa was talking about the primarily two things about the medical negligence that the community has been facing there. The victims of the Endosulfan strain has been facing there, and how in spite of recommended demands and in spite of repeated demands and recommendations from Human Rights Commission and other bodies, they have not still managed to implement the medical support that they require, be it the neurologist or other medical centers. And during COVID time, it has been equally or even more difficult for them because they are often told to go to the health centers in Mangalore, which is in Karnataka district. And as you know, traveling during COVID times requires RT-PCR or rapid antigen test or something. And even at various points, the borders were shut, and which makes it even more difficult for them to go. Or they're told go to the hospital in Trivandrum, which is like several kilometers, like maybe some 500 kilometers away, or in Kannur. So during COVID also, like the victims of Endosulfan have suffered and they've died. And she brings to our attention the humiliation that the community faced from the Kasargode collector, Sajid Babu, who constantly humiliated particularly Muneesa, which she wants to bring to light at this point of time, by very derogatory remarks. And she wants to reiterate that such comments needs to be very strongly considered, and action needs to be taken against this person for such insensitive comment against a woman, and particularly a disabled, visually like a disabled woman. So even his derogatory remarks about the victims of and those who are beneficiaries of certain very limited schemes such as ration
or pension, he constantly says that they needs to be reevaluated, and even the number like 6,700 or number that the Human Rights Commission, even the Supreme Court had endorsed, he says that there are discrepancies in that and they needs to be reevaluated. It's constantly blocking the schemes, the welfare schemes that these people are supposed to be receiving. Along with that, she wants to bring to attention the silence of the opposition in this whole thing, and hopes that there would be some proactive measures taken to reduce the pain of the people who have suffered, not just people who have lost their children, who have seen, who are suffering with 2 or more children who are physically or mentally challenged or disabled at homes, and medical support needs to be urgent medical support, and that also specialized support needs to be extended to them, along with the financial aid that needs to be them. And these are things that the victims have won after several years of continued struggle, and it's not some free scheme that the government is giving to them. And she wants to reiterate that it is after like several months and years of struggle that the community has gained these things. So we'll play a small video from the documentary which was mentioned earlier by M.A. Rahman sir here, which is of Dr. Mohan, Mohan Kumar, who Ambalathara Kunjikrishnan also mentioned earlier, and the role that he has played in this whole campaign. So if that can be screened at this point. നമ്മളെ കേരള മെഡിക്കൽ ജേർണൽ ഉണ്ട്, അതിന് ഒരു ആർട്ടിക്കിൾ ഞാൻ എഴുതിയിട്ടുണ്ടായി. 2 ചെറിയ തോട് പോകുന്നുണ്ട്, ആ തോടിന്റെ സൈഡിലുള്ളവർക്ക് അധികം ആൾക്കാർക്ക് ഈ നരരോഗങ്ങൾ, പിന്നെ ക്യാൻസർ, ബുദ്ധിമാന്ദ്യത, ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ, ഇൻഫെർട്ടിലിറ്റി, അംഗവൈകല്യം. അതിൽ ഞാൻ പറഞ്ഞത് ഇവിടെ ഈ കുടിക്കുന്ന വെള്ളത്തിലാണ് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. 1980 നമ്മളെ ഫ്രണ്ട് ജേർണലിസ്റ്റ് ശ്രീഭദ്ര ഇവർ ഇതേ പ്രശ്നം നമ്മളെ പെർള എന്ന് ഇവിടെ ഒരു അടുത്തിട്ട ഒരു സ്ഥലം, അവിടെ 2-3 പശു കിടാക്കൾ അംഗവൈകല്യമായിട്ട് ജനിച്ചതിനെ ഒരു റെക്കോർഡാക്കിയിട്ട് പത്രത്തിലെല്ലാം അപ്പോഴെന്ന് പറഞ്ഞു 1980 ഈ പശുക്കളിൽ പോയിട്ട് കുടിക്കുന്നത് വെള്ളം ഈ പ്ലാന്റേഷനിൽ ഈ ഹെലികോപ്റ്ററിൽ എൻഡോസൾഫാൻ സ്പ്രേ ചെയ്ത ആ വെള്ളത്തിന് കുടിച്ചിട്ടായിട്ടുണ്ടാവുമെന്ന് അപ്പോഴേ ഒരു ഡൗട്ട് അവർക്ക് ഉണ്ടായി. എങ്ങനെ സ്പ്രേ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ഗൈഡ് ലൈൻസ് ഓർഡർ ആക്കിയത്, ഇഷ്യൂ ആക്കിയത് 1980s. ബട്ട് ഇവരെല്ലാം വയലേഷൻ ആക്കിയിട്ടാണ് സ്പ്രേ ചെയ്തത്. വർഷത്തില് 3 പ്രാവശ്യം ഹെലികോപ്റ്റർ യൂസ് ആക്കിയിട്ട് നമ്മള് ഇവിടെ എത്രയോ 1000 ഏക്കർസ് സ്ഥലമുണ്ട്, ഈ പ്ലാന്റേഷൻ ഫുൾ അവർ സ്പ്രേ ചെയ്യുന്നുണ്ട്. അവിടെയാണ് നമ്മളെ എസ്പാക് എൻഡോസൾഫാൻ സ്പ്രേ പ്രൊട്ടസ്റ്റ് ആക്ഷൻ കമ്മിറ്റി നമ്മൾ രൂപീകരണം ആക്കിയത്. PCK കാരെല്ലാം നമ്മളെ ഇവിടെ വന്നിട്ട് നമ്മളെ ത്രെറ്റനിങ് ചെയ്തു. എനിക്ക് വരുന്ന പേഷ്യൻസ് ഈ സറൗണ്ടിങ് ഒരു 4 സ്ക്വയർ കിലോമീറ്റർ ആവും. ഇവിടെ ഒരു 126 വീട്ടിൽ ജനക്കാരനെ പോലെ ഒരു 202 പേഷ്യൻസ് ഇങ്ങനത്തെ ഞാൻ റെക്കോർഡാക്കി. അതിൽ കൂടുതലുള്ളത് ക്യാൻസർ, ഒരു 10-50 പേര് ക്യാൻസറിൽ മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ റീസെന്റ് ഇയേഴ്സ്, വിതിൻ 5 years ക്യാൻസറിൽ ലിവർ ക്യാൻസർ പിന്നെ ബ്ലഡ് ക്യാൻസർ ആണ് കൂടുതൽ കാണുന്നത്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മളെ DMO ഒരു സർവേ നടത്തി, ഇവിടെ 800 ഹൗസസ് അവർ സർവേ നടത്തിയിട്ടാകുമ്പോൾ അവിടെ മോർ ദാൻ 400 ഇങ്ങനത്തെ കേസ് ഉണ്ടെന്ന് അവരെന്നെ റെക്കോർഡാക്കി ഗവൺമെന്റ് സർവേയിൽ നിന്ന്. Before moving on to M.A. Rahman sir, I'll just quickly read a small extract from the CSE report that came out in 2001, which sort of helped the campaign quite extensively, and which after, like I mentioned earlier, which did a detailed study of the soil, the water, the human milk and the cattle milk and other ecosystem there. And it says that, I quote, endosulfan is easily absorbed by the stomach, by the lungs and through the skin, meaning that all routes of exposure can pose a hazard. Exposure to endosulfan may result from, for example, breathing air near where it has been sprayed, drinking water contaminated with it, eating contaminated food, touching contaminated soil, smoking cigarettes made from tobacco with endosulfan residues, or working in an industry where endosulfan is used.
So this sort of gives like a summary of and the dangers of such a hazardous pollutant. And like we saw Dr. Mohan Kumar talk about that, and also Muneesa and other speakers here will sort of reiterate, the health hazard is something that is going to continue for several decades now. And and M.A. Rahman sir is somebody who is very poignantly documented all of those things through his writings, and he's written a collection of essays called Oro Jeevana Vilapattadana, which means that every life is precious, which is won the prestigious Odakurala Award also. He's also the maker of this documentary, the clip of which we saw right now. Welcoming M.A. Rahman sir. M.A. Rahman sir, ഒരു മലയാളം retired professor ആണ്, documentary filmmaker ആണ്. നമ്മളിപ്പോൾ നേരത്തെ കണ്ട വീഡിയോ ഉള്ള ഡോക്യുമെന്ററിയുടെ നിർമ്മാതാവുമാണ്, അതിന്റെ ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ ഓരോ ജീവിതവും വിലപ്പെട്ടതാണ് എന്ന എൻഡോസൾഫാൻ ദുരിതബാധിതരെ കുറിച്ചുള്ള ഒരു ലേഖന സമാഹാരത്തിന് ഓടക്കുഴൽ അവാർഡും ലഭിക്കുകയുണ്ടായി. നിരന്തരമായി ഈ ഒരു സമരത്തിന് വേണ്ടി സമരത്തെക്കുറിച്ച് എഴുതുകയും അതിനുവേണ്ടി ശക്തമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ക്ഷണിച്ചത്. അൺമ്യൂട്ട് ചെയ്ത. ഹലോ. കേൾക്കാം സാർ, പറഞ്ഞോളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കാസർഗോഡുകാരനാണ്. ഈ ജില്ലയിലെ ഉദുമ എന്ന സ്ഥലത്താണ് ഞാൻ. ഉദുമ എന്ന സ്ഥലം എന്ന് പറയുന്നത് ഇപ്പൊ പെരിയ പോലുള്ള സ്ഥലത്തിന്റെ ഒരു 4 കിലോമീറ്റർ ഇപ്പുറത്താണ് ഞാൻ താമസിക്കുന്നത്. BA ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആകാശത്തിൽ ഇതേ ഹെലികോപ്റ്റർ വട്ടം വിട്ടു പോകുന്നത് കണ്ടിട്ടുള്ള ആളാണ്. പക്ഷെ അന്ന് ഇതിന്റെ രാഷ്ട്രീയമോ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. യാദൃച്ഛികമായി ഇതിനകത്തേക്ക് വന്നപ്പോ എനിക്ക് തോന്നുന്നത് ഇതൊരു അടിസ്ഥാനപരമായി ഇതൊരു ആരോഗ്യ പ്രശ്നമാണ്. പക്ഷെ സർക്കാർ അവരുടെ കാർഷിക വികസന തന്ത്രങ്ങളിലേക്കും വേറെ എന്തോ ചില കാര്യങ്ങളിലേക്കും ഒക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് എൻഡോസൾഫാൻ രോഗികൾക്കുള്ള പാക്കേജുകൾ വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 68 കാലത്ത് ഈ 5000 ഹെക്ടർ ഭൂമി സർക്കാർ കൈക്കലാക്കുന്നു. ആ ഭൂമി എന്ന് പറയുന്നത് ഈ ജില്ലയിലെ അധികമായിട്ടുള്ള ഭൂമിയാണ്. ആരെയാണ് അവിടെ നിന്ന് കുടിയിറക്കിയത് അതുകൂടി അറിയണം. ഇവിടുത്തെ മാവിലൻ, ഹരിജൻ അല്ലെങ്കിൽ കൊറകൻ പോലെയുള്ള പിന്നോക്ക വിഭാഗത്തിലുള്ള ആളുകളെയാണ് കുടിയിറക്കിയത്. അവർക്ക് ഇപ്പൊ ഭൂമിയില്ല. ആ ഭൂമിയിലാണ് ഇപ്പോഴും പ്ലാന്റേഷൻ കോർപ്പറേഷൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മുടെ എൻഡോസൾഫാൻ പ്രശ്നവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്കൊരു സാമ്പത്തിക പ്രശ്നമായിട്ട് കണക്ട് ചെയ്യാം. എന്ത് ഈൽഡാണ് ഈ ഭൂമി നമുക്ക് തന്നത്? സർക്കാരിന്റെ വികസന നയം മൂലം എന്താണ് നമുക്ക് കിട്ടിയതെന്ന് പറയുന്നത് ഇന്നിപ്പോ ഇവിടെ പറഞ്ഞു കേട്ട ഈ രോഗികൾ മാത്രമാണ്. ആ രോഗം ഉണ്ടാക്കിയത് എൻഡോസൾഫാൻ ആണെന്ന് സുപ്രീം കോടതി തെളിയിച്ചു, NIOH തെളിയിച്ചു. പക്ഷെ എന്താണ് ഫലം? അവർക്ക് കിട്ടിയിട്ടില്ല. നാം നമ്മുടെ പ്രശ്നത്തിന്റെ ആകെത്തുക എടുക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം അതാണ്. ഈ രോഗികളെല്ലാം ഉണ്ടാക്കുകയും ഈ ഭൂമിയെല്ലാം നശിപ്പിക്കുകയും ഏകവിള കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ട് പൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് രോഗികളെ സൃഷ്ടിച്ച ആ സ്ഥാപനം നമുക്ക് തിരിച്ചു കിട്ടേണ്ടിയിരുന്നത് വലിയ സമ്പത്താണെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോഴും അങ്ങനെയുള്ള വികസന സംഗതികൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ആരോഗ്യ പ്രശ്നത്തെ ഏത് രീതിയിൽ ജാഗ്രതയോടെ കാണണം എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മുടെ സമര രൂപങ്ങളും ഒക്കെ വേറെ ഏതൊക്കെ രീതിയിലൊക്കെ പോയിട്ട് അവസാനം ഈ ആരോഗ്യ പ്രശ്നമാണ് എന്നതിൽ കേന്ദ്രീകരിക്കാൻ വൈകിപ്പോയോ എന്ന് പോലും എനിക്ക് ഒരു സംശയമുണ്ട്. ഞാനും ഉത്തരവാദിയാവാം അതിന്. 2002 മേധാ പട്കർ കാസർഗോഡ് വരുമ്പോൾ കാഞ്ഞങ്ങാടുള്ള യോഗത്തിൽ ഞാനും കൂടി ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ NAPM ഇതിന്റെ കാര്യങ്ങളിലേക്ക് വരുന്നു എന്നറിയുന്ന വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാവാം, പലതരം അഭിപ്രായങ്ങൾ വരും. ഒരു ഇഷ്യൂ വരുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും. അതുകൊണ്ട് അത് ഇതിന്റെ ഒരു നെഗറ്റീവായ സംഗതിയാണെന്ന് നമ്മൾ കാണുന്നതിൽ അർത്ഥമില്ല. പല അഭിപ്രായങ്ങൾ വരുമ്പോഴാണ്
അതിനകത്തുനിന്ന് ഒരു ശരിയിലേക്ക് നമ്മൾ എത്തിച്ചേരുക. എനിക്ക് തോന്നുന്നത് ഇന്ന് അത്തരത്തിലുള്ള ഒരു ശരിയിലേക്ക് പോകുന്ന ഒരു മുന്നേറ്റം ആയിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിതില് പ്രധാനമായിട്ട് ഇപ്പൊ ഞാൻ ഇതിനകത്ത് നിങ്ങൾ നേരത്തെ ഒരു ഫിലിമിന്റെ സ്ട്രിപ്പ് കണ്ടു. എന്താണ് അതിന്റെ പേര്? വലിയ ചിറകുള്ള പക്ഷികൾ എന്ന സിനിമയായിട്ട് ഡോക്യുമെന്ററി ഉണ്ടാവുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഒരു ഫീച്ചർ ഫിലിം, അതിന്റെ ഒരു നിർമ്മിതിയെ നിങ്ങൾ എന്തിനാണ് കാണിക്കുന്നത്? ഇത്തരത്തിലുള്ള ചില ജാഗ്രത കുറവുകൾ നമുക്കുണ്ടായിട്ടുണ്ട്. എത്ര ഡോക്യുമെന്ററികളാണ് എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഉടനീളം ഉണ്ടായത്, കേരളത്തിൽ ഉണ്ടായത്? ഞാൻ മാത്രമല്ല, ഞാനെടുത്തത് സാധാരണ ഒരു സിനിമ മാത്രമാണ്. പക്ഷെ ഡോക്യുമെന്ററികളുടെ വിഷ്വൽസ് ഉണ്ടാകുമ്പോൾ നമ്മളൊരു ഫീച്ചർ ഫിലിമിന്റെ വിഷ്വൽ എന്തിനു കൊണ്ടുവരുന്നു എന്നുള്ളത് ഒരു വലിയ മാനസിക പ്രശ്നം ഉണ്ട് അതിനകത്ത്. ഞാനങ്ങനെ ഒരു നെഗറ്റീവ് ഇഷ്യൂ പറയുകയല്ല, നമുക്ക് എല്ലാവരുടെയും ഉപയോഗപ്പെടുത്തണം. പക്ഷേ നമ്മുടെ ആളുകൾ തന്നെ എടുത്തിട്ടുള്ള ധാരാളം, മനോജിന്റെ ഡോക്യുമെന്ററി ഉണ്ട്, പിന്നെ ഉത്തരേന്ത്യയിൽ ഒരുപാട് ആളുകൾ വന്ന് എടുത്തിട്ടുണ്ട്, ഞാൻ തന്നെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പൊ നെറ്റിൽ തപ്പിയാൽ തന്നെ 5 or 6 ഡോക്യുമെന്ററികൾ ഈ പ്രശ്നത്തെ കുറിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കൊരു അഭിപ്രായം നിങ്ങൾക്ക് അത് പറയാനുണ്ട്. ഇത് തുടക്കം തൊട്ടേ എൻഡോസൾഫാന്റെ കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്തേക്ക് സമരത്തിന് പോകുമ്പോൾ സർക്കാർ തന്നാൽ മതി എന്നൊരു മുദ്രാവാക്യം വരുമ്പോൾ പ്ലാന്റേഷൻ കോർപ്പറേഷൻ തരേണ്ട കാശ് സർക്കാർ തന്നാൽ മതി എന്ന് പറയേണ്ടി വരുന്ന ഒരു ദുര്യോഗം നമുക്കുണ്ടാവുന്നുണ്ട്. അത് ഒരിക്കലും ഉണ്ടാവരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. സർക്കാരിന്റെ സ്ഥാപനമായ മെഷീനറിയായ പ്ലാന്റേഷൻ കോർപ്പറേഷൻ 87 കോടി കൊടുക്കണമെന്ന് ഒരു ഒത്തുതീർപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ, ഒത്തുതീർപ്പല്ല, ഒരു വ്യവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ, നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ എന്തിനാണ് സർക്കാർ തന്നാൽ മതി എന്ന് പറയുന്നത്? പ്ലാന്റേഷൻ ഉണ്ടാക്കുന്ന ഈ കാശൊക്കെ എന്താണ് ചെയ്യുന്നത്? നമ്മൾ തെരഞ്ഞെടുക്കുന്ന അവരുടെ ഡയറക്ടർമാർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇങ്ങനെ പൊളിറ്റിക്കലി മെച്ചുവർഡ് അല്ലാത്ത ചില സംഗതികൾ കൂടി നമ്മളുടെ ഈ സംഗതിയിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ ആരോഗ്യ പ്രശ്നത്തെയാണ് നമ്മൾ ഇപ്പോ, എന്റെ വിദ്യാർത്ഥിയായ മുനീസ പറഞ്ഞത് മുഴുവൻ ആരോഗ്യ പ്രശ്നങ്ങളാണ്. അത് പരിഹരിക്കാനുള്ള എല്ലാ സംഗതികളും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ പരമോന്നത കോടതി പറഞ്ഞ ഒരു സംഭവം ഒരു സർക്കാർ നിഷേധിക്കുകയോ അല്ലെങ്കിൽ അത് ചെയ്യില്ല എന്ന് പറയുകയോ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു കലക്ടർ അങ്ങനെ പറഞ്ഞാൽ അയാളെ ഏതൊക്കെ രീതിയിൽ ശിക്ഷിക്കാമോ അതിനൊക്കെ ഇന്ത്യയിൽ നിയമങ്ങളുണ്ട്. പക്ഷെ കാസർഗോഡിന്റെ കാര്യത്തിൽ അതൊന്നും ഉണ്ടായില്ല. ഇവിടെയാണ് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ കാണുന്നത് ഏതാണ്ട് ഇത് തുടങ്ങുന്ന കാലം കൊണ്ട് തന്നെ ഈ കീടനാശിനി ലോബിയും കാർഷിക വകുപ്പും ചേർന്നിട്ടുള്ള ഇതിനെ ഈ സംഭവത്തെ ഒന്ന് തകർത്ത് കളയാനുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട് ഇവിടെ. ഈ മൂവ്മെന്റ് ഒരുപക്ഷെ ഇന്ന് ഈ കൂട്ടായ്മയിൽ വന്ന എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്ക് ആദ്യമേ അറിയാം. കാഞ്ഞങ്ങാട് കൃഷി വകുപ്പിലെ ഒരു അധ്യാപകൻ നിരന്തരമായി, ഞാൻ എഴുതിയ ലേഖനങ്ങൾക്കെല്ലാം അയാൾ വളരെ മോശമായ രീതിയിൽ എനിക്ക് വലിയ 10, 20, 25 പേജുകളുള്ള ലേഖനങ്ങൾ കെട്ടി അയക്കുമായിരുന്നു. ഞാനൊരു സയന്റിസ്റ്റ് ഒന്നും അല്ല, സോഷ്യൽ സയന്റിസ്റ്റ് പോലും അല്ല, ഞാനൊരു സാധാരണ അധ്യാപകൻ മാത്രമാണ്. പക്ഷെ ഞാൻ ചെയ്തത് കാസർഗോഡിന്റെ ഈ ഒരു കാർഷിക പ്രശ്നം, കിഴക്കൻ മേഖലകളിലെ മലഞ്ചെരിവുകളിൽ ചെറുപയറും മുത്താറിയും മുതിരയും ഒക്കെ കൃഷി ചെയ്ത സ്ഥലമാണ്. ഇന്നിപ്പോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വായിക്കുന്നത് ചെറുധാന്യങ്ങൾ മനുഷ്യൻ ഭക്ഷിക്കാൻ എടുക്കണം, എന്നാൽ മാത്രമേ മനുഷ്യവംശത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്നും ഈ അരി എന്ന് പറയുന്നതിൽ തന്നെ നിൽക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ഇത് നേരത്തെ അറിയാമായിരുന്ന ഒരു കാർഷിക വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു സ്ഥലത്തേക്കാണ് ഈ പ്ലാന്റേഷൻ വരുന്നത്. പ്ലാന്റേഷൻ എങ്ങനെയാ വരുന്നത് അതും കൂടി നിങ്ങൾ അറിയണം. ഇത് ഗോവയിൽ നിന്ന് കൊങ്കണികളെ ഇങ്ങോട്ടേക്ക് ഓടിച്ചപ്പോൾ പോർച്ചുഗീസുകാര് ഈ ഗോവയിൽ നിന്ന് വന്ന അവരുടെ പോക്കറ്റിൽ ഇട്ട് കൊണ്ടുവന്നതാണ് ഈ കശുവണ്ടി. അവർക്ക് ഇവിടെ സ്ഥലം കിട്ടിയപ്പോൾ സൗജന്യമായി കൊടുത്തതാണ്. അവിടെ ഓരോ ചെറിയ കശുവണ്ടി തോട്ടങ്ങൾ ഉണ്ടായി. അത് അവരുടെ ജീവിതം നിലനിർത്തി. അവർ അഭയം തേടി വന്ന നാടാണ്. അവർ കൊച്ചി വരെ പോയ സ്ഥലങ്ങളിലെല്ലാം അവരിത് കൊണ്ട്. പക്ഷെ കാസർഗോഡ് ഈ ഭൂമി അതിന് തക്കതായ വിധത്തിൽ നിന്നതുകൊണ്ട് ഇവിടെ കശുവണ്ടി തോട്ടങ്ങൾ ഉണ്ടായി. അതാണ് സർക്കാർ, അച്യുതാനന്ദൻ ഗവൺമെന്റാണ് ഏറ്റെടുത്തത്. അന്നത്തെ കേരളത്തിലെ സ്ഥിതി എന്താ? അന്ന്
കൊല്ലത്തെ കശുവണ്ടി തൊഴിലാളികൾക്ക് പണിയില്ല. പണിയില്ല എന്നുള്ളതിന് കാരണം ഇറക്കുമതി ഇല്ലാത്ത കാലമാണ്, പണി നടക്കുന്നില്ല. അപ്പോഴാണ് ഒരു പ്രോജക്റ്റ് വരുന്നത്, ഒരു വികസന പ്രോജക്റ്റ് വരുന്നത്. ഇതാ കാസർഗോഡ് ഇത്ര സ്ഥലം പിടിച്ചെടുത്തു, നമുക്കവിടെ ഏകവിള കൃഷി ചെയ്യണം, പണി കൊടുക്കണം. അങ്ങനെ കിട്ടിയ പണിയാണ് ഇപ്പോൾ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്ന എൻഡോസൾഫാൻ ഇഷ്യൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ആരോഗ്യ പ്രശ്നത്തെ കുറിച്ച് തന്നെയാണ് സുപ്രീം കോടതിയും പറയുന്നത്, ഒരു ആരോഗ്യ പ്രശ്നത്തെ കുറിച്ച് തന്നെയാണ് NIOHും പറയുന്നത്. പക്ഷേ അതിന്റെ അതേ ലെവലിൽ നിന്നുകൊണ്ട് നമ്മുടെ ഭരണകൂടം നടപ്പിലാക്കിയോ എന്നുള്ളതാണ് വലിയ പ്രശ്നം. അച്യുതാനന്ദന് പോലും നമ്മൾ കത്തുകൾ എഴുതിയാൽ അത് നടപ്പിലാകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ പോയിട്ട് ഭരണകൂടം എന്ന് പറയുന്നത് ഒരു ഇരുമ്പ് മുഷ്ടി പോലെ നിൽക്കുന്ന ഒരു കാലത്ത് ഇതിനെ എങ്ങനെ നേരിടാം, ഈ ആരോഗ്യ പ്രശ്നത്തെ എങ്ങനെ നേരിടാം എന്നതിന് പറ്റുന്ന തരത്തിലുള്ള ജാഗ്രതയോടെയുള്ള ഒരു സമീപനം നമ്മളിൽ ഉണ്ടാവണം. ഇപ്പോ എൻഡോസൾഫാൻ രോഗമുണ്ടാക്കുന്നില്ല എന്നാണ് നമ്മുടെ കലക്ടർ വന്നപ്പോ പറഞ്ഞത്. അദ്ദേഹം കയോസ് ഉണ്ടാക്കിയിട്ട് മീൻ പിടിക്കാമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു സ്ത്രീയാണ്. ചെറിയ പ്രതീക്ഷ ഈ അമ്മമാർക്കുണ്ട്. ഞാൻ പറയുന്നൊരു കാര്യം, ഈ കാര്യങ്ങൾ ആരോഗ്യ പ്രശ്നത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കാസർഗോഡിന്റെ പൊതുവായ ഒരു സംഗതി നമ്മൾ അറിയണം. കാസർഗോഡ് എന്ന് പറയുന്നത് ഒരു നോമാൻസ് ലാൻഡ് ആണ്. നോമാൻസ് ലാൻഡ്. സൗത്ത് കാനറയിലാണോ ഇപ്പോഴും കേരളത്തിലാണോ എന്ന് ഇപ്പോൾ പോലും രണ്ട് ഗവൺമെന്റിനും സംശയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു വികസന അജണ്ടയുടെ ഭാഗമായി വന്ന ഒരു രോഗം. ഇത് പരിഹരിക്കാനുള്ള എന്താണ് വേണ്ടത്? ഹ്യൂമൻ റൈറ്റ്സ് തന്നെ പറഞ്ഞു, 2010 തന്നെ പറഞ്ഞു, ഇവിടെ ഒരു പാലിയേറ്റീവ് കെയർ ആശുപത്രി എന്നുള്ള ഒരു സംഗതി വന്നു. പക്ഷേ അതെങ്ങനെയാണ്? അത് ഒരു രീതിയിൽ ഈ നിമിഷം വരെ അതില്ല. 2010 വന്നു, 11 വർഷമായി ഇപ്പോഴും. അന്ന് ഹ്യൂമൻ റൈറ്റ്സ് വരുമ്പോൾ ഇവിടെ പല ആളുകളും പറഞ്ഞു ഹ്യൂമൻ റൈറ്റ്സിന് അത് പ്രായോഗികമാക്കാനുള്ള പ്രൊവിഷൻ ഒന്നും ഇല്ല, അതുകൊണ്ട് എന്ത് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞിരുന്ന ഒരു കാസർഗോഡ് പണ്ടുണ്ടായിരുന്നു. ഞാൻ ഇതിലേക്ക് വരുന്ന കാലത്ത്, ഞാൻ 99 മുതൽ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. ഒരു അധ്യാപകന്റെ റോളിൽ തന്നെയാണ് ഞാൻ നിന്നിരുന്നത്. അത് എന്റെ പ്രൊഫഷൻ, ഞാൻ അതനുസരിച്ച് നിന്നു. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു റിയാക്ഷൻ തിരിച്ചു കിട്ടാതെ വന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ സംഗതിയിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന ഒരവസ്ഥ ഇപ്പൊ വന്നു. ഇതൊരു ആരോഗ്യ പ്രശ്നമാണ്. എൻഡോക്രൈൻ ഡിസ്റപ്ഷൻ മൂലമുണ്ടാകുന്നതാണ് ഈ രോഗങ്ങൾ എന്ന്, അതിന് കാരണം എൻഡോസൾഫാൻ ആണ്. എൻഡോസൾഫാൻ തന്നെയുള്ള ഈസ്ട്രോജനിക് എഫക്റ്റ് ആണ് അതിന് കാരണം എന്ന് കൃത്യമായി മെഡിക്കൽ റിപ്പോർട്ടുകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ നിരോധിക്കുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞ് ആണ് NIOHനെ കാസർഗോട്ടേക്ക് അയക്കുന്നത്. അത് 2001 വന്നത് അവര്. നിങ്ങൾ മനസ്സിലാക്കൂ, ഇത് തുടങ്ങിയ കാലം 99 തുടങ്ങി, പിന്നീട് ഹിന്ദുവിൽ വരുന്ന വലിയ റിപ്പോർട്ട്, അത് സ്വമേധയാണ് ഹ്യൂമൻ റൈറ്റ്സ് അയക്കുന്നത്. അത് ഏതെങ്കിലും കേന്ദ്ര ഗവൺമെന്റോ കേരള ഗവൺമെന്റോ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും അപേക്ഷ കൊടുത്തിട്ടോ അല്ല ചെയ്തത്. ഹ്യൂമൻ റൈറ്റ്സ് വരുന്നു. ഇവർ 6 മാസം കാസർഗോഡ് താമസിച്ചിട്ടുണ്ട് അവര്. അന്ന് ഞാൻ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അന്ന് വന്നൊരു പത്ര റിപ്പോർട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഉമ്മൻചാണ്ടിയാണ് അന്ന് ഭരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇവർക്ക് വേണ്ട ആംബുലൻസ് നൽകിയില്ല എന്ന് പറയുന്ന ഒരു വാർത്ത കാസർഗോട്ടെ പത്രങ്ങളിൽ വന്നു. അപ്പൊ അന്ന് ഇതിന്റെ തുടക്കത്തിലെ ആളുകൾക്ക് പലപ്പോഴും അത് അറിയില്ല, എന്താ ഇതൊന്നും വ്യക്തമായി അറിയാത്തൊരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ഘട്ടങ്ങളിലും ഒരു ജാഗ്രത കുറവ് ഇതിനോട് കാണിച്ചു. അതിന്റെ ഏറ്റവും മാക്സിമം, അതിന്റെ കൾമിനേഷൻ ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒന്നറിയണം, ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മൾ സുപ്രീം കോടതി വിധി, 2 വിധികൾ നമ്മൾ കരസ്ഥമാക്കി. എന്നിട്ട് എങ്ങനെയാണ് പിന്നെയും സർക്കാരിന് ഈ രീതിയിൽ പറയാൻ കഴിയുക എന്ന് ഇത് കൂടി ഈ ഒരു കൂട്ടായ്മ ചർച്ച ചെയ്യണം. അബദ്ധങ്ങൾ വരാറുണ്ട്. സമര ഗ്രൂപ്പുകൾക്ക് പല വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരാം. അതിനോടൊന്നും വിയോജിക്കുന്ന ഒരാളല്ല ഞാൻ. പല അഭിപ്രായങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംഭവം ഉണ്ടാവും. ജനാധിപത്യ രീതിയിൽ അങ്ങനെയൊക്കെ വരാം. പറഞ്ഞു വരുന്നത്, ഒരു ഏകീകൃത സ്വഭാവം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, വളരെ ശാസ്ത്രീയമായി ഈ കാര്യത്തെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് പോകേണ്ടത്. ഈ സജിത് ബാബു വരുന്ന സമയത്ത് അദ്ദേഹത്തിന് കൃത്യമായ അജണ്ടയുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മളിപ്പോ മനസ്സിലാക്കണം. ഇതിനകത്തൊരു കയോസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇവിടെ നഷ്ടപരിഹാരം കൊടുക്കേണ്ട സർക്കാർ സ്ഥാപനങ്ങളായാലും അല്ലെങ്കിൽ എൻഡോസൾഫാൻ കമ്പനി ആയാലും
കേന്ദ്ര ഗവൺമെന്റ് ആയാലും കേരള ഗവൺമെന്റ് ആയാലും ഇപ്പൊ ഓർഡറിലെല്ലാം പറഞ്ഞിരിക്കുന്ന കേരള ഗവൺമെന്റ് തൽക്കാലം എല്ലാം നൽകുകയും പിന്നീട് അത് കേന്ദ്ര സർക്കാരിനോട് വാങ്ങുകയും ചെയ്യണമെന്നാണ്. ഈ ഓർഡറുകളെല്ലാം നമ്മുടെ കൺമുമ്പിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴ് അത്തരത്തിൽ ഇത് ഒരു ഏകോപിത രൂപമുണ്ടാക്കി കൃത്യമായി ഈ വിവരങ്ങൾ കൈമാറുന്ന ഒരു, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഫിലിമിലെ ദൃശ്യം കാണിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു സംഘം നമ്മുടെ കൂടെ ഉണ്ടാവണം. അത് ഈ ആരോഗ്യ പ്രശ്നത്തിൽ ഉണ്ടാവണം. എങ്ങനെയാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാനുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. അത് തീർച്ചയായും വേണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഈ 65ഓളം ലേഖനങ്ങൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. 15 വർഷം കൊണ്ട് 65 ലേഖനം എഴുതി. അപ്പോഴെല്ലാം ഞാൻ കോളേജിൽ അധ്യാപകനായിരുന്നു. പലപ്പോഴും ഇവിടെ മാത്രമല്ല കോഴിക്കോട് ജില്ലയിൽ അടക്കം ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം ഇത് എന്തുകൊണ്ടാണ് എഴുതുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് എങ്ങനെ ഇതിനകത്തുള്ള ഈ ആരോഗ്യ പ്രശ്നത്തെ പ്രൊജക്ട് ചെയ്ത് സർക്കാരിൽ നിന്ന് അതിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാം എന്നതാണ്. അത് പലപ്പോഴും ഏകീകൃതമായ ഒരു ചർച്ചയ്ക്ക് ഇവിടെ സാധ്യതയില്ലായിരുന്നു. ധാരാളം അടി നമ്മൾ കിട്ടിയിട്ടുണ്ട്. ആ അടിയൊന്നും ഇങ്ങനെ ഒരു ചർച്ചയിലൊന്നും പറയേണ്ട കാര്യങ്ങളെ അല്ല. എന്നിട്ടും നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ ആഴ്ച ഇന്നലെ രാത്രി വരെ ഞാനൊരു ഇവിടെ വന്നിട്ടുള്ള ജീവജാലങ്ങൾ തിരിച്ചു വരുന്നതിനെ കുറിച്ചുള്ള ചില ചിത്രങ്ങൾ ഇട്ടുകൊണ്ടുള്ള ചെറിയ കുറിപ്പിട്ട് അതും ഇതിലെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം നമുക്ക് ആവശ്യമാണ്. ഇതൊന്നും ഇതിൽപ്പെട്ടതല്ല എന്ന് കരുതുന്നതിന് പകരം ഇതൊക്കെ ചേർന്നതാണ് ഈ മനുഷ്യകുലം എന്ന് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് ചുറ്റും ജീവജാലങ്ങളും ചെറുജീവികളും ചെറുധാന്യങ്ങളും എല്ലാം അടങ്ങുന്ന ഒരു ലോക വ്യവസ്ഥയാണ് എൻഡോസൾഫാൻ തകർത്തത് എന്നുള്ളത് നാം തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരും. അവയെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതി ഇതിനകത്ത് വരണം. മിക്കവാറും ഇപ്പോഴുള്ള നമ്മുടെ സംഘബോധം ഇതിലെ പേരുകൾ കാണുമ്പോൾ പലരെയും എനിക്കറിയാം, ചിലരെ പറ്റി കേട്ടിട്ടുണ്ട്. ആരായാലും അവരെല്ലാം സഹകരണത്തോടു കൂടി എങ്ങനെ നമുക്ക് ഈ ഒരു പ്രശ്നത്തെ മുന്നോട്ട് കൊണ്ടുപോകാം, അതിനുള്ള ഐക്യപ്പെടലാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ കൂട്ടായ്മ എന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പൊ സുപ്രീം കോടതി വിധി വരുന്ന സമയത്ത് നമ്മള് പലരും ഇതെങ്ങനെയാണ് വരിക, ഏത് രീതിയിൽ നിരോധിക്കുവോ ഇല്ലയോ. ഇപ്പൊ ഒപ്പുമരം പോലുള്ള ഒരു പ്രസ്ഥാനം നമ്മൾ ഉണ്ടാക്കി കാസർഗോഡ്. സ്റ്റോക്ക്ഹോമിൽ യോഗം നടക്കുമ്പോൾ ഇവിടുന്ന് എങ്ങനെ ഒപ്പുകൾ അങ്ങോട്ട് അയക്കാം, രോഗികളുടെ ഒപ്പുകൾ അയക്കാം. അപ്പോൾ അതിനൊരു ഇന്റിമസി ഉണ്ടാകും. അപ്പോൾ ഈ രോഗികളെ കുറിച്ച് അവരറിയും എന്നൊക്കെ ഇങ്ങനെയുള്ള ഒരു ബോധം. അങ്ങനെ പോയ ആ ഒപ്പുമരമാണ് 2011 ഏപ്രിൽ 30 അന്താരാഷ്ട്ര നിരോധനം വന്നത്. അപ്പൊ നമുക്കറിയാം ഇതിനൊരു ഫോളോ അപ്പ് ഉണ്ട്. ഒരു എൻഡോസൾഫാൻ പോലുള്ള ഒരു കീടനാശിനി ലിസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യണമെങ്കിലുള്ള ടെക്നിക്കാലിറ്റിയാണത്. ആ ടെക്നിക്കാലിറ്റി അറിയാൻ നമ്മൾ ഇതിനകത്ത് അന്ന് എനിക്ക് ധാരാളം നിരൂപണങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് എന്താ കാര്യം എന്ന് പറഞ്ഞിരുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മളതൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ വരുന്ന ചില വളരെ നെഗറ്റീവായിട്ടുള്ള ചില സമീപനങ്ങൾ നമുക്ക് മുഖവിലക്ക് എടുക്കേണ്ടി വരും. നമ്മൾ തളർന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അത് ഇല്ലാതിരിക്കാനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. പലതരം ആളുകൾ ഇപ്പൊ എൻഡോസൾഫാന്റെ കാര്യത്തിൽ ഇപ്പോൾ വന്ന ലിസ്റ്റില് 8,000-ഓളം ആളുകളുണ്ട്. 2,000-ഓളം കൊടുത്തു. ബാക്കി എന്ത് ചെയ്യുമെന്ന് പറയുന്നില്ല. പിന്നെ 3 ലക്ഷം 5 ലക്ഷം 2 ലക്ഷം ആക്കിയിട്ടുള്ള ഒരു പുതിയ പദ്ധതി ഉണ്ടാക്കി സർക്കാർ. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. അന്ന് നമ്മളൊക്കെ ഇതിനൊരു എത്തിക്കൽ നിലപാട്, ഒരു പൊളിറ്റിക്കൽ നിലപാട് നമുക്ക് ആവശ്യമാണ്. ഒരു പ്രത്യയശാസ്ത്രം ആവശ്യമാണ് ഇതിന്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ 26 കോടി തന്നപ്പോ എനിക്കെതിരെ വലിയ ആയുധവുമായിട്ട് കുറെ ആളുകൾ വന്നു. എനിക്ക് ഇത്തരം പെട്ടെന്നൊരു വികാരം കൊണ്ട് അങ്ങനെ വരാം. പക്ഷെ ശരി പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ത്യാജഗ്രാഹ്യ വിവേചന ബുദ്ധി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതെവിടെ? അത് വേണം. അത് ഭാവിയിലേക്ക് കൂടി നമുക്കൊരു സുരക്ഷ എന്ന് കരുതിയിരിക്കണം. അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ മനസ്സിലാവുന്നു അത് റഹ്മാൻ എഴുതിയത് മാത്രമാണ്, എഴുതി കഴിഞ്ഞാൽ മറ്റുള്ളവർ വിടൂല, അതുകൊണ്ട് ഇനി അത് വേണ്ട.
എന്ന ഒരു സംഗതി അവർക്ക് മനസ്സിലായി. പിന്നെ 52 കോടി ആയപ്പോൾ ആ പണം പ്ലാന്റേഷൻ പിന്നെ തന്നില്ല. അത് ഇടതുപക്ഷ സർക്കാർ ഉള്ളപ്പോഴും ഇല്ല, കോൺഗ്രസ് ഉള്ളപ്പോഴും അല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് നമ്മൾ ഏറ്റവും ദുഃഖിക്കുന്നത് ഇപ്പോ കേരളത്തിന്റെ കാസർഗോഡ് ജില്ലയിലെ കലക്ടർ പറയുന്നു 216 കോടി ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് പണം കൊടുക്കാം. ഈ 216 കോടി അവരോട് ചോദിച്ചു വാങ്ങാവുന്ന തരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാമായിരുന്നു ഹ്യൂമൻ റൈറ്റ്സിന്റെ അന്നത്തെ പണം തുടർന്നിരുന്നെങ്കിൽ. അപ്പൊ അവർക്ക് എവിടെന്നോ മനസ്സിലായി ഇത് ഈ സംഘടനകൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞോളും, നമ്മൾ കൊടുക്കണ്ട. ഈ രീതിയിലുള്ള ചില സമീപന രീതികൾ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിന്റെ മഹാന്മാരായ ആളുകൾ, നമ്മളൊക്കെ വലിയ ഉയർന്ന ചിന്തയുള്ള ആളുകളാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ സംഭവിച്ചത് അങ്ങനെയാണ്. പിന്നീട് പ്ലാന്റേഷന്റെ 5 പൈസ കിട്ടിയിട്ടില്ല നമുക്ക്. ഇത് തിരിച്ചറിയ തന്നെ വേണം, ഇത് റിവ്യൂ ചെയ്യപ്പെടണം. നമുക്ക് ധാരാളം സംഗതികൾ ഇപ്പൊ ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞതനുസരിച്ച് നമ്മളെ അടുത്ത റൗണ്ടിലേക്ക് വരുമ്പോ തിരിച്ചു വന്നാലോ? കാരണം ഇനിയും 2 പേരോട് സംസാരിക്കാനുണ്ട്. ഓക്കെ, ഞാനിപ്പോ സമപ്പ് ചെയ്യാം. 2 മിനിറ്റ്. ഓക്കെ. നമ്മുടെ കളക്ടർ പോകുന്നതിന് മുമ്പ് ഇവിടെ ലിസ്റ്റ് പുനഃപരിശോധിക്കണം എന്ന് പറയുന്ന ഒരു സംഭവം, അതിന് ഒരു ഓർഡറിന്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അത് വെച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതി കഴിഞ്ഞ ദിവസങ്ങളിൽ. അദ്ദേഹം പറയുന്നത് വന്ധ്യതയുള്ള അമ്മമാര്, അതായത് 78-ലാണ് തുടങ്ങുന്നത് എൻഡോസൾഫാൻ തളിക്കാൻ. 88 ആകുമ്പോഴത്തേക്ക് ഒരുവിധം രോഗികൾ വന്നു കഴിഞ്ഞു. 98 ആകുമ്പോഴത്തേക്ക് പിന്നെയും നമ്മുടെ സമരവും ഒക്കെ വന്ന് 2000 ആകുമ്പോൾ എൻഡോസൾഫാൻ തളി നിർത്തി. ഈ സമയത്തൊക്കെയും ഗർഭിണികളാകാത്ത അമ്മമാര് 2000-ഓടുകൂടി നിരോധനം വന്ന് ഭൂമി ശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ വെള്ളത്തിലും മുലപ്പാലിലും ഇതൊന്നും ഇല്ല എന്ന് കണ്ടെത്തപ്പെട്ട ഒരു 2010 വരെയുള്ള കാലത്തിനിടയിൽ അവർ രണ്ടാമത് ഗർഭിണികളായാൽ, ഇതൊക്കെ ഇന്ന് കൊച്ചുകുട്ടികൾക്ക് അറിയുന്ന ശാസ്ത്രമാണ്. അത് ഒരു ശ്രീകുമാറിനോ മാത്രമുള്ളതല്ലല്ലോ. അത് ഇപ്പൊ കളക്ടർ എന്താ ചെയ്തിരിക്കുന്നത്? ആദ്യഘട്ടത്തിലെ കുട്ടികൾ ജനിക്കാത്ത വന്ധ്യതയുള്ള അമ്മമാര് 2ാം ഘട്ടത്തിൽ ജനിച്ചപ്പോൾ അവരെ ലിസ്റ്റിൽ നിന്ന് വെട്ടി. എന്താ വെട്ടിയിരിക്കുന്നത്? ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കില്ല. അപ്പോൾ അവരുടെ കുട്ടികൾ ഉണ്ടാകാനുള്ള കഴിവിനെ ഇത്രകാലം നശിപ്പിച്ചതിനുള്ള നഷ്ടപരിഹാരം ആരാണ് കൊടുക്കുക? ഒരു സുപ്രീം കോടതി വിധിയും അങ്ങനെ അവർക്ക് കൊടുക്കണ്ട എന്ന് പറയില്ല. അത് അദ്ദേഹം തീരുമാനിക്കുകയാണ് കലക്ടറേറ്റിൽ വെച്ച്. അങ്ങനെയുള്ള റിപ്പോർട്ടാണ് ഇപ്പൊ അദ്ദേഹം കൊടുത്തു പോയിരിക്കുന്നത്. ഇപ്പൊ അദ്ദേഹം പോവുകയും ചെയ്തു. ഇവിടുന്ന് ധാരാളം പ്രശ്നങ്ങൾ ഞങ്ങൾ അപ്പോഴേ പത്രങ്ങളിലൂടെ അദ്ദേഹം പറഞ്ഞതിനെതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ യേശാത്ത തരത്തിൽ ഭരണകൂടം അതൊന്നും തന്നെ ശ്രദ്ധിക്കാത്ത തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഒരു അഖിലേന്ത്യാ തലത്തിലുള്ള NAPM പോലുള്ള സംഘടന ഈ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് കൊണ്ടുള്ള ഒരു സമീപന രീതി ഇതിനകത്ത് കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വന്ധ്യത കൊണ്ട് രണ്ടാമതൊരു സ്ത്രീ വന്ധ്യത പോയിട്ട് പ്രസവിക്കരുതെന്ന് പറയാൻ ഏത് കളക്ടർക്കാണ് അധികാരം? അങ്ങനെ ഒരു ഭരണഘടന ഉണ്ടോ നമുക്ക്? അപ്പൊ ഇങ്ങനെ നമ്മൾ തന്നെ സ്വയം എന്താ പറയാ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്നിട്ട് ഈ അമ്മമാരുടെ പേരൊക്കെ എഴുതിയിരിക്കുന്നതിനകത്ത് 28 പേരുണ്ട് ആ ലിസ്റ്റില്. 28 പേര് ഗർഭധാരണം നടന്നവരായത് കൊണ്ട് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കില്ല എന്നുള്ള എഴുതി വച്ചിരിക്കുന്നു. ലോകത്ത് എവിടെയെങ്കിലും ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു റിപ്പോർട്ട് വരുമോ? അതാണ് ഇന്നത്തെ കേരളം. വളരെ മാന്യമായ കേരളമാണതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും മനുഷ്യവംശത്തിന് തന്നെ അപകടം വരുത്തി വെച്ച ഒരു സംഭവത്തിൽ ഈ രീതിയിലാണോ കാര്യങ്ങൾ പോകേണ്ടത് എന്ന് നമ്മളെല്ലാം ചിന്തിക്കണം. ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് സർക്കാരിനോട് പറയാനുള്ള ആർജവം നമുക്കുണ്ടാവണം. തീർച്ചയായും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, വളരെ ചുരുക്കി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതുള്ളൂ, ക്ഷമിക്കുക. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Thank you, sir. Thank you so much. So I'll just summarize what Emeriman sir has said. He started with how the choice of using a clip from a feature film when there are a lot of documentaries being that has been produced on the issue, and how we need to look at more at
those sort of documentation rather than a feature film. And he also reiterated the point that Muneesa talked about, which is about the health hazard that this whole pesticide has brought to the people there, people residing in that area. He was talking about, in spite of the National Institute of Occupational Hazards report and other Supreme Court's verdict in support of the community and the victims of Endosulfan, how there has been no proactive action from the government also in those light. And he was also pointing to the fact that even for such a long drawn struggle, there would be a lot of debates within the committee also, and there would be disagreements, there would be discussions, and still the way in which everyone can work together in solidarity to which could bring justice to the victims is what one needs to really work towards. And he feels that it's required to have some sort of a group that can work towards putting these things together, and unitedly everybody needs to work towards that. And for that, there is an ethical clarity and ideological orientation that is required, and that is something that can have come out through conversations about these various aspects among the people involved in the struggle. And he says that he brings out the issue of the collector that Muneesa also mentioned earlier, and how this whole thing of women who could not have babies initially were pushed to be removed from the recommended to be removed from the list of victims when they, after several years, conceived and had children. And what, when he questions what is the kind of world that we are living in, where the state sort of states that any other health hazard that you have, so when you push your demand, and when you're enlisted saying that you have suffered the health hazard of such a potent chemical, after a few years, they try to, like, in retrospect, remove people from the list, saying that all the sufferings that you have through years is sort of invalidated when you actually figure out a means to deal with it. So he also says that such officers and such bureaucrats also needs to be dealt with very strongly by the state, and he also requests NAPM take forward such struggles and plays a much more proactive role in bringing people together in reiterating these struggles. Thank you so much, M.A. Rahman sir. Moving on, we have with us Soniya George, who is a member of SEWA and is a secretary of SEWA currently, and he's been a very active trade unionist and has been putting together in unionizing people from women from multiple struggles like fisheries, domestic workers, trade, small trade, etc. And we would like to talk. We would like to hear from her about the role of such struggles. And before moving on to that, the team has actually prepared a small video which shows these various the history of the struggle, and also the various solidarity protests and action rallies that have happened across various districts over the last few months. So because the next Soniya George and CR will be speaking about solidarity and how groups can play an active part, and citizens can play an active part in such struggles, we would like to go on to that section by featuring that short video. Tamburane, Poruli, Erivalapum,
പറക്കിക്കൂടാ ഇരക്ക് പൊന്നണി ഞാമ്പുരളി തട്ടിപ്പറിക്കൂടാ ആദ്യ കടപ്പുറത്ത് പൊരുളി പുഞ്ചവിളയിലുണ്ട് പുഞ്ചമുരാനായി പൊരുളി കത്തിപ്പണി തീരണം മൂന്നിസം മൂന്നാല് പൊരുളി മുക്കാല് നെല്ല് കിട്ടും മുക്കാല് നെല്ല് കൊണ്ടോ പൊരുളി മക്കളെ പോറ്റേണ്ടത് ഉപ്പോ വാങ്ങേണ്ടത് പൊരുളി ചപ്പോ വാങ്ങേണ്ടത് ഉപ്പോ വാങ്ങേണ്ടത് പൊരുളി ചപ്പോ വാങ്ങേണ്ടത് എങ്ങനെ തമ്പുരാനെ പൊരുളി മക്കളെ പോറ്റേണ്ടത്. Thank you so much to the NAPM team for putting this together. If we can move on to Soniya. Soniya, would you prefer to speak in English or Malayalam? Maybe I try to speak simultaneously, means maybe half English, half Malayalam. Okay. Yeah. Thank you, Aswathy. I think it was, I think we are here for almost 2 hours and it's a very long session, and both Krishnatan and Muneesa have explained very well chronologically the struggle and also the present situation, and Meraman Marsh explained very well, means how the struggle has been taken on 4 years and the consequences of that struggle. So നമ്മള് വളരെ വ്യക്തമായി തന്നെ ഇതിനെക്കുറിച്ച് കേട്ട് കഴിഞ്ഞു. ഇനിയും അതിൻ്റെ ഒരു തുടർച്ച അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെപ്പറ്റീഷൻ ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഈ 3 പേരും സംസാരിച്ച 3 പേരും അവര് പ്രത്യേകിച്ച് മുനീസ എൻഡോസൾഫാൻ പീഡിത മുന്നണിയുടെ ഭാഗമായും കൃഷ്ണേട്ടനും അതിനെ മുന്നോട്ട് കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളായുമാണ് സംസാരിച്ചത്. റഹ്മാൻ മാഷ് ആ നാട്ടിൽ തന്നെ ഈ ഒരു പ്രശ്നത്തിന്റെ ആഘാതങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മേഖലയിൽ വളരെ ശക്തമായി ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആളെന്ന രീതിയിലാണ് മാഷ് പ്രവർത്തിച്ചത്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരത്താണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്ത് ഇരുന്നു കൊണ്ടാണ് കാസർഗോഡ് ഉള്ള ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗമായി നിന്നുകൊണ്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു വ്യക്തതയാണ് എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ട് ഈ ഒരു സമരസമിതിയുടെ ഐക്യദാർഢ്യ സമരസമിതിയുടെ ഒരു ഭാരവാഹി എന്ന നിലയിൽ സംസാരിക്കാനായി പറ്റുന്നു എന്നുള്ളതാണ് ഈ ഒരു സമരത്തിന്റെ ഈ ഒരു എൻഡോസൾഫാൻ ദുരന്ത ബാധിതരുടെ പ്രശ്നങ്ങൾക്ക് ഉണ്ടാവേണ്ട രാഷ്ട്രീയമായും സാമൂഹ്യമായും സാംസ്കാരികമായും ഒക്കെ ഉണ്ടാകേണ്ട ശ്രദ്ധ, ഏറ്റെടുക്കലുകൾ, അവരോടൊപ്പം നിൽക്കേണ്ട ആവശ്യകതകൾ ഇതെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് ഈ ഒരു സാഹചര്യമാണ്. അപ്പോൾ that kind of solidarity has been there with the Endosulfan victims actually from, maybe we can say that from the beginning of the struggle, and also how, especially during the second phase, once the Endosulfan is banned in Kerala, and also looking the issue from a victim's perspective, how victims have to be supported. And maybe to a certain extent that Krishnatan also mentioned in his speech that he said, means after the ban, there was a notion that no, we have won and that is it, and we don't have to go forward. So അവിടെ നിന്നാണ് ഈ എൻഡോസൾഫാൻ പീഡിത മുന്നണിയുടെ ഒരു സ്ട്രഗിൾ ആരംഭിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു എൻഡോസൾഫാൻ വിഷമഴയുടെ ദുരിതബാധിതരുമായ ആൾക്കാരുടെ, ആയിരക്കണക്കിന് മനുഷ്യരുടെ, കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുക്കേണ്ടത്, എങ്ങനെയാണ് ഏറ്റെടുക്കേണ്ടത്, അതിന് സ്റ്റേറ്റിന്റെ റോൾ എന്താണ്, അല്ലെങ്കിൽ പൊളിറ്റിക്സിന്റെ റോൾ എന്താണ്, സിവിൽ സൊസൈറ്റിയുടെ റോൾ എന്താണ്, സയൻസിന്റെ റോൾ എന്താണ്, ആരോഗ്യ സംവിധാനങ്ങളുടെ റോൾ എന്താണ്, ഇത്തരം ഒട്ടേറെ വിഷയങ്ങളെ ഒരുമിച്ച്
ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ഒരു പീഡിത ജനകീയ മുന്നണി അവരുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി ആരംഭിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യം മുതൽ തന്നെ ഇറ്റ് വാസ് സ്ട്രഗിൾ ഓഫ് ദ മദേഴ്സ് ആയിരുന്നു ഈ ഒരു സമരത്തിന് ഏറ്റവും മുൻനിരയിൽ നിന്നത്. അതിന് പ്രത്യേകിച്ച് കാരണം ഉണ്ട് എന്ന് തന്നെ പറയാം. മുനീസ വളരെ കൃത്യമായി അത് മെൻഷൻ ചെയ്തു. എന്ന് പറയുമ്പോൾ ഗർഭസ്ഥാവസ്ഥയിലും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ജനിച്ചതിന് ശേഷവും ആ കുഞ്ഞുങ്ങളോടൊപ്പം 24 മണിക്കൂറും ആ കുഞ്ഞുങ്ങളെയും എടുത്തു വെച്ചുകൊണ്ട് തങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സമയം അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു സ്പേസ് കണ്ടെത്താനാവാതെ, അതിനൊരു സപ്പോർട്ട് ഇല്ലാതെ, ആരെങ്കിലും ഒന്ന് വന്നാൽ അതുമാത്രം ആ സമയം മാത്രം ഏൽപ്പിച്ച് കുഞ്ഞുങ്ങളുമായി 24 മണിക്കൂറും വീടിനുള്ളിൽ ഇരിക്കേണ്ടി വരുന്ന അമ്മമാർ. ആ അമ്മമാർ, അവർക്ക് ജോലി ചെയ്യാനായിട്ട് നിർവാഹമില്ല, മറ്റൊരു സാമൂഹ്യ ഇടപെടലുകളിലും അവർക്ക് പങ്കെടുക്കാനായി സാധിക്കുന്നില്ല. അത്തരം ഒരു സ്ഥിതിയിൽ നിന്നാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ ദുരിതം പേറുന്നത് അമ്മമാരാണെന്നുള്ളതിന് സംശയമില്ല. മക്കളോടൊപ്പം അല്ലെങ്കിൽ അടുത്ത തലമുറയോടൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവാതെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ അമ്മമാര് ഈ ഒരു സമര മുന്നണിയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. ആ ഒരു അമ്മമാരുടെ പേരിലാണ് ഈ സമരം എല്ലാ കാലത്തും അറിയപ്പെടുന്നത്. നമ്മൾ സെക്രട്ടേറിയറ്റിന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്ന് ആരംഭിച്ച സമരം മുതൽ 2014 ആരംഭിച്ച സമരം മുതൽ നമ്മൾ അതിന്റെ ഒരു കൃത്യമായ നാൾവഴികൾ പരിശോധിച്ചാൽ അറിയാം. തങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ദിവസങ്ങളോളം സെക്രട്ടേറിയറ്റിന് മുൻപിൽ വന്നിരുന്ന, സെക്രട്ടേറിയറ്റിന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ വന്നുകൊണ്ട് കുടില് കെട്ടി സമരം നടത്തി, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ പൊരിവെയിലത്ത് രാവും പകലും എന്നില്ലാതെ കുത്തിയിരുന്ന തങ്ങളുടെ മക്കളുമായി സമരം നടത്തിയാണ് ഈ ഒരു അവസ്ഥയിലേക്ക്, ഇന്ന് നമ്മൾ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. So I have been mentioning about the importance of the solidarity, the political importance of the solidarity that has been expressed to the Endosulfan victims throughout the struggle, because Endosulfan Peeditha Janakeeya Munnani that has been formed soon after the Endosulfan ban, and people thought that we have won and that is it, and now everything is solved and there is not much to concentrate on. From there it started the struggle of the people, the real affected people, the victims of Endosulfan, and the mothers have taken the initiative of the Munnani, and that was one of, I think, in that way the significance of this struggle, where mothers have come to the forefront with their children in front of Kasargode collectorate, in front of chief minister's residence, or in front of the secretariat in Trivandrum. These mothers have come for days with their children, where they have no other means to survive. Means together with their children, they have to stay 24 hours inside their house. Means they don't have even time for their own basic necessities, no other support, no bystanders or no any support. They cannot go out and work because of the situation inside the family with the children. So all these have prompted these mothers to be in the forefront of the struggle all these years. So ഇത്തരം ഒരു സമര, അങ്ങനെയുള്ള ഒരു അമ്മമാരുടെ ഒരു സപ്പോർട്ട് മുൻപിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു ഐക്യദാർഢ്യം കേരളം മുഴുവൻ രൂപപ്പെടുകയും കേരളത്തിലെ പ്രമുഖരായ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ ഈ ഒരു സമരത്തിന്റെ മുൻനിരയിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ അമ്മമാരെ സപ്പോർട്ട് ചെയ്യുന്ന, ഈ പീഡിതരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത്. എനിക്ക് തോന്നുന്നു അതിന്റെ നാൾവഴികളെല്ലാം കൃഷ്ണേട്ടൻ വളരെ കൃത്യമായി പറഞ്ഞു. ഞാൻ അതിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പലതരത്തിലുള്ള നമുക്കറിയാം എൻഡോസൾഫാൻ ബാനുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അതിന്റെ രാഷ്ട്രീയം, ഇവിടുത്തെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള സമാന സംഘടനകളും ഒക്കെ അതിൽ വളരെ കൃത്യമായി ഇടപെടുകയും, സ്റ്റോക്ക്ഹോം കൺവെൻഷൻ, അതോടൊപ്പം തന്നെ കേരള സർക്കാരും കേരളത്തിന്റെ ഇടതുപക്ഷം, നമുക്കറിയാം സുപ്രീം കോടതിയിലെ കേസ് ഈ എൻഡോസൾഫാൻ ഇരകൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം എന്ന കേസുമായി പോയത് കേരളം ഇന്ന് ഭരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ യുവജന പ്രസ്ഥാനമാണ്, ഡിവൈഎഫ്ഐ ആണ്. അപ്പം എൻഡോസൾഫാൻ ബാനുമായിട്ടുള്ള കേസിലും ഡിവൈഎഫ്ഐ ആണ് നേതൃത്വം നൽകിയത് എന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്സിനകത്ത് ക്ലാരിറ്റി ഇല്ലായ്മയുടെ ഒരു പ്രശ്നമല്ല ഇത്. ഇന്ന് ഭരിക്കുന്നവർക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ
ഇപ്പം ഇതൊരു 6ാമത്തെ വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് കേരളം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് അതിന്റെ ഒരു പ്രത്യയശാസ്ത്ര അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവിന് വ്യക്തതയില്ലാത്തൊരു പ്രശ്നമല്ല ഇത്. നമ്മൾ അതിന്റെ സമരത്തിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ ഓരോ സമയത്തും നമുക്കറിയാം VS അച്യുതാനന്ദനെ കുറിച്ച് കൃഷ്ണേട്ടൻ എടുത്തു പറഞ്ഞിരുന്നു. VS ആണ് ഇതിനൊരു ശക്തമായ പിന്തുണ നൽകിയത്. അദ്ദേഹം ഭരിച്ചിരുന്ന സമയത്തും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും അതിനുശേഷം UDF ഭരണം വന്ന സമയത്തും CPM നേതാക്കൾ വളരെയധികം പിന്തുണ ഈ സമരത്തിന് നൽകിയിരുന്നു. സെക്രട്ടേറിയറ്റിന് മുൻപിൽ പലതരത്തിലുള്ള സപ്പോർട്ടുമായി ഇന്നത്തെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടിയുടെ സെക്രട്ടറിയും അങ്ങനെ ഉൾപ്പെടെ എല്ലാവരും ദൈനംദിനം ഈ സമര പന്തലിൽ വന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊരു പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഇല്ലായ്മയല്ല എന്നുള്ളതിന് സംശയമില്ല. മറിച്ച് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം കൃഷ്ണേട്ടൻ പറഞ്ഞു, ഒന്ന് സർക്കാരിന് കാണിക്കണം ഈ ദുരന്തത്തിന്റെ ഇമ്പാക്ട് കുറഞ്ഞു വരുന്നു എന്നുള്ളത് വളരെ കൃത്യമായി കാണിക്കണം, സയന്റിഫിക്കലി പ്രൂവ് ചെയ്യണം എന്നുള്ളതാണ്. അതൊരു വലിയ സ്ട്രഗിൾ ആയിട്ട് സർക്കാർ, അതുകൊണ്ടാണ് ലിസ്റ്റിൽ ഓരോ വർഷവും ആളുകളെ കുറയ്ക്കുന്നതിനുള്ള നടപടി വളരെ ആസൂത്രിതമായി സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഓരോ പ്രാവശ്യം ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ സമരങ്ങളിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഒത്തുതീർപ്പ് വ്യവസ്ഥകളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു നെഗോസിയേഷൻ ആയിരുന്നു സർക്കാർ മുന്നോട്ട് വെച്ചത്. എവറി ടൈം വി ഹാവ് ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദ ലിസ്റ്റ്. ബട്ട് സമരസമിതി ഓരോ പ്രാവശ്യം പറയുന്നത് ഇല്ല, ഇതാണ് ഇവര് യഥാർത്ഥ വിക്ടിംസ് ആണ്. നിങ്ങൾ ക്യാമ്പ് നടത്തി പുതിയ ആൾക്കാരെ കൃത്യമായി അനലൈസ് ചെയ്യൂ. പഴയ ആൾക്കാരെ അവിടെയാണ് ഈ കളക്ടർ സജിത് ബാബുവിന്റെ റിപ്പോർട്ടിനെ കുറിച്ച് ഇന്നത്തെ ഐക്യദാർഢ്യ സമിതിക്കും സമരസമിതിക്കും വളരെ ആശങ്കയുള്ളത്. എന്ന് പറയുമ്പോൾ മുഴുവൻ ലിസ്റ്റിനെയും പുനഃപരിശോധിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് അദ്ദേഹം ഈ കളക്ടർ വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് പരാമർശം ഉണ്ടായതുകൊണ്ട് പക്ഷെ ആ റിപ്പോർട്ടാണ് ഇന്ന് നമ്മൾ ഏറ്റവും ആശങ്കയോടെ കാണുന്നത്. ആ റിപ്പോർട്ട് സർക്കാർ നടപ്പിലാക്കിയാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ന് സമരസമിതി മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കളക്ടറുടെ റിപ്പോർട്ട് പൂർണ്ണമായും സർക്കാർ തള്ളിക്കളയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം maybe I should say it in English. What we have been seeing in the context means it was not lack of political clarity or ideological clarity, especially when we talk from the perspective of the left who is ruling the state now. Means they have been in the forefront of the struggle to ban Endosulfan, especially the youth movement of the left, ban of the Endosulfan, and also for the compensation to the victims. That is how the Supreme Court has ordered 5 lakhs compensation to the victims of Endosulfan. So it started from actually when VS Achyutanandan was the chief minister. It was means he was the one who visited Kasargode, and then he started introducing compensation, declaring compensation for the victims, and there was that support that was coming from. But one thing was clear, that the state now has a policy to reduce the list of the number of people every year, so that they want to show that victims, means the impact of the Endosulfan is deteriorating every year, means it's reducing the impact. So that was one of government's policy now, and that is why it is clear that the last collector of Kasargode, that was also mentioned very well, Sajid Babu, had made a report that we have to really relook at the entire list, and that is one of the real anxiety of the Solidarity group and also the Peeditha Munnani, that should not happen, and we are completely against it, and that is going to be one of the main main goal of the next phase of the struggle that we are going to initiate in the state. So adana innu nammal munnottu vekkuna ettavum pradhanapetta oru avashyamayi nilkunnu. Appom enikku thonnu compensation e kurichu samsarikkumbol lakshangalude compensation kodukkanam ennu parayum. Enikku prathekichu oru anubavam undayathu chingam 2-ന് chingam 1-ന് കേരളം മുഴുവൻ കാസർഗോഡ് അമ്മമാർ ഉപവസിച്ചതിനോടൊപ്പം കേരളത്തിലെ ഐക്യദാർഢ്യ സമിതി എല്ലാ ജില്ലകളിലും വളരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടത്തി എൻഡോസൾഫാൻ അമ്മമാരുടെയും അതുപോലെ തന്നെ വിക്ടിംസിന്റെയും മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ 5 മാസത്തെ പെൻഷൻ എത്രയും പെട്ടെന്ന് നൽകണം എന്നുള്ള ഒരു വലിയ സമരം സംഘടിപ്പിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായി
സമരസമിതിക്ക് വേണ്ടി ഞാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വലിയ കാര്യമാണ്. പൈസ ഇല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ, സർക്കാരിന് പൈസ ഇല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിന്റെ അതേ സമയം തന്നെയാണ് പിന്നെ 64,000 കോടിയുടെ വലിയ കേരയിൽ പ്രോജക്റ്റ് ഒക്കെ കേരളത്തിൽ സാങ്ഷൻ ആകുമ്പോൾ അതിനുവേണ്ടി ആയിരക്കണക്കിന് ആളുകളെ കുടിയൊഴിപ്പിക്കേണ്ട സാഹചര്യങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ അത്രയും പൈസ ഇത്തരം സോ കോൾഡ് വികസന പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിക്കാൻ പണം ഉണ്ടാകുന്ന എത്ര രൂപ വേണമെങ്കിലും കടമെടുത്ത് ഇത്തരം വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ ഒരുമ്പെട്ടിരിക്കുന്ന ഒരു സർക്കാരിന് വെറും അത് 250, 300 അല്ലെങ്കിൽ 500 അല്ലെങ്കിൽ 1000 കോടിയോ ആകട്ടെ, അത്രയും കോടി മാത്രം കൊടുത്ത് ഒരു കൂട്ടം ആൾക്കാർ അത് അവരുടെ ഒരു കുറ്റവും കൊണ്ടല്ല, സർക്കാരിന്റെ തെറ്റായ വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ദുരിത ബാധിതരായ ഒരു കൂട്ടം അവരുടെ സപ്പോർട്ടിനു വേണ്ടി സർക്കാരിന് പണം മാറ്റിവെക്കാൻ ഇല്ല. അതിന്റെ ബുദ്ധിമുട്ടുകൾ സമരസമിതിയെ അറിയിക്കുന്നത് അതിന്റെ ഒരു വിരോധാഭാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരം ഒരു വികസന കാഴ്ചപ്പാട് തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇടതുപക്ഷത്തിന്റെ തന്നെ വികസന കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ ആ വികസന കാഴ്ചപ്പാടിൽ ഈ പറയുന്ന ഇരകൾ എന്ന് പറയുന്നവർ സർക്കാരിന് പലപ്പോഴും സർക്കാരിന്റെ കാഴ്ചയിൽ പെടാത്തവരായി മാറുന്നു, ഒരു ന്യൂനപക്ഷമായി മാറുന്നു. അവിടെയാണ് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചും കേരള പൊതുമണ്ഡലത്തിൽ പലതരത്തിലുള്ള പുതിയ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെയും അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള മറ്റ് NAPM അതുപോലെ തന്നെയുള്ള മറ്റ് ജനകീയ പ്രസ്ഥാനങ്ങളുടെയും സാംസ്കാരിക പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് ഈ ഒരു ഐക്യദാർഢ്യ സമിതിക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത്. ഈ സമരം ഞാൻ അധികം നീട്ടുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ സമയം എക്സീഡ് ചെയ്തു. വളരെ ശക്തമായി ഈ ഒരു സമരസമിതി എല്ലാ ജില്ലകളിലും ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു സമരം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് അത് സെല്ലിന്റെ ഇപ്പോൾ കൃഷ്ണേട്ടൻ പറഞ്ഞു 11 മാസമായി കൂടാത്ത സെല്ല്, കഴിഞ്ഞ കളക്ടറിന്റെ കാലത്ത് നിർജീവമായി പോയ സെല്ല്, ആ സെല്ല് പുനഃസ്ഥാപിച്ചുകൊണ്ട് ഈ ഒരു കോവിഡ് കാലത്ത് ചികിത്സ, മുനീസ വളരെ കൃത്യമായി അത് പറഞ്ഞു, എങ്ങനെയാണ് കോവിഡ് കാലത്ത് അവർ ബുദ്ധിമുട്ടിയത്, ചികിത്സയ്ക്ക് വേണ്ടി ഇപ്പോഴും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്, അവരുടെ ചികിത്സയ്ക്കായി അവർക്ക് പെട്ടെന്ന് ഓടിപ്പോകാനുള്ള ഒരു ആരോഗ്യ സംവിധാനം ഇല്ലാത്തത്, ഒരു ന്യൂറോളജിസ്റ്റിന്റെ അഭാവം, എയിംസ് പോലുള്ള ഒരു ആശുപത്രിയുടെ ഒരു ഹോളിസ്റ്റിക് കെയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കാസർഗോഡ് പോലെയുള്ള ഒരു ജില്ലയ്ക്ക് എത്രമാത്രം ആവശ്യമാണെന്നുള്ള ഒരു പ്രചാരണം അത് വളരെ ശക്തമായി ഈ ഒരു ഐക്യദാർഢ്യ സമിതിയും സമരസമിതിയോടൊപ്പം ചേർന്ന് ശക്തമായി കേരളത്തിൽ മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയുടെ വിധി കൃത്യമായി നടപ്പിലാക്കുന്നതിനും 5 ലക്ഷം രൂപ കിട്ടാത്ത എല്ലാവർക്കും എത്രയും പെട്ടെന്ന് സർക്കാർ 5 ലക്ഷം രൂപ കൊടുക്കണമെന്നും ലിസ്റ്റ് പുനഃപരിശോധനയ്ക്ക് ഒരിക്കലും അനുവദിക്കില്ല എന്നും ഇനിയും പുതിയ ആളുകളെ പ്രത്യേകിച്ചും അടുത്ത തലമുറയും ഇന്ന് ലിസ്റ്റിൽ ഉൾപ്പെടാതെ ഈ ഒരു ദുരിതത്തിന്റെ ഭാഗമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ ഒരു അവരുടെ ചികിത്സ, അവരുടെ പെൻഷൻ, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഈ പറഞ്ഞ പോലെ ബഡ് സ്കൂളുകളും അമ്മമാരുടെ സപ്പോർട്ടും അങ്ങനെയുള്ള എല്ലാത്തരം ഒരു ആകമാനമുള്ള ഒരു നിലനിൽപ്പിനെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും സമരസമിതി മുന്നോട്ട് വെക്കുക. ഇതൊരു കേരളത്തിന്റെ ഒരു കോണിലുള്ള ഒരു പ്രശ്നമല്ല എന്നതുകൊണ്ടാണ് ഇത്തരം ഒരു സോളിഡാരിറ്റി മൂവ്മെന്റ് പ്രസക്തി, അതിന്റെ എന്താണ് പറയുന്നത്, സപ്പോർട്ടിന്റെ ഏറ്റവും വലിയ തലത്തിലേക്ക് നമ്മൾ മാറേണ്ട ആവശ്യങ്ങൾ ഉണ്ട്. ഇതൊരു നാഷണൽ മൂവ്മെന്റ് ആണ്. നമുക്കറിയാം, നാഷണൽ തലത്തിൽ സുപ്രീം കോടതിയുടെ സമരങ്ങളും അതുപോലെ തന്നെ CC പോലുള്ള സംഘടനകൾ മുന്നോട്ട് കൊണ്ടുപോയ പഠനങ്ങളും പലരും പറഞ്ഞു, റഹ്മാൻ മാഷും കൃഷ്ണേട്ടനും ഒക്കെ പറഞ്ഞു, ഈ ഒരു ദുരന്തബാധിതർ സർക്കാരിനെ അപമാനിക്കുകയാണ് അല്ലെങ്കിൽ എന്നുള്ള തരത്തിൽ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റുകളും ഡോക്ടേഴ്സും എന്നൊക്കെ പറയുന്ന ആൾക്കാർ വളരെ കൃത്യമായ പ്രചരണം നടത്തുന്നുണ്ട്. ആ പ്രചരണത്തെ എഴുത്തുകളിലൂടെയും സയന്റിഫിക്കലി തെളിയിക്കപ്പെട്ടിട്ടുള്ള മാറ്റേഴ്സ് ഉപയോഗിച്ചുള്ള ലഘുലേഖകളിലൂടെയും ശക്തമായ ക്യാമ്പയിനുകളിലൂടെയും
പ്രതിരോധിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം കൂടി ഇതൊരു നാഷണൽ ക്യാമ്പയിനായി മാറുന്ന തരത്തിൽ ഇത് ഉയരണം എന്നുള്ളതാണ് എൻഡോസൾഫാൻ ഐക്യദാർഢ്യ സമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റിക്വസ്റ്റ്. അതിന് എനിക്ക് തോന്നുന്നു NAPM ഉൾപ്പെടെയുള്ള നാഷണൽ പീപ്പിൾസ് മൂവ്മെന്റ്സും അതുപോലെ തന്നെ കൾച്ചറൽ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ലേബർ മൂവ്മെന്റ്സ് ഇവരുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഈ ഒരു പ്രസ്ഥാനത്തിനും അല്ലെങ്കിൽ ഈ ഒരു ദുരന്ത ബാധിതരുടെ നിലനിൽപ്പിനായി ഒരു വളരെ കൃത്യതയോടെ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. Maybe I'll summarize these last sentences in few sentences. Lastly, I was saying it is not the question of political clarity, but Endosulfan lobby, which is playing very well, means dominantly means they want to show that the impact has been reduced over the years. So it has become a policy of the development and the present development approach of the state, where they want to reduce the number of victims in the list every year. That is why they want to show that means even if more people go for medical camp, they want to show that only very few are included in the list. So the rate has been, or the numbers have been drastically reduced every year, and now it is being fully stopped. Means no medical camps have been happening now in the context of COVID, and the medical facilities, it's not at all existing in the district for these people, especially a neurologist. They mostly depend on, because most of the children they face from neurological issues, and they have to go to either Mangalore or to other districts for treatment. So that is why one of the main demands that we are saying that there should be a neurologist, and also the working of the cell, Endosulfan victims rehabilitation and support cell, that has to function from the Kasargode collectorate. It has been also not functioning for the last 11 months. So especially when the last collector was there, and he was completely against the victims, and he was saying, no, it is that Muneesa has explained very well how the collector was playing, saying that these are all fake games played by these mothers and others who are involved in the struggle. But we have to prove that, or we have to support the entire victims, showing that this is not their mistake, but this is, they have made victims because of the environment, anti-development development policies of the state. So what I was saying, when state have so much money for new projects like care rails and other development projects, which is again going to displace thousands of the people in the state, means why can't they raise money? As Raman was saying, PCK is Plantation Corporation is generating so much of money, means as profit every year, that has been handed over to government. Why this money could be used as compensation for the victims? So I think these factors which really determines the politics of the state. It is the support of the solidarity groups that have been emerged in all the districts very strongly now, that supports the people and the struggle. One of the first that kind of positive impact that we made is on the Samram that we had made on the 1st of Chingam, the New Year of Kerala, where the mothers fasted during that day in their houses, and in every district the solidarity group have organized various kinds of support struggles, and the next day, that day onwards, evening onwards, pension, the 5 months of pension have reached the people's bank account. So that was one of the positive impact the struggles, the solidarity struggle had. So now we would like to focus on these aspects of compensation, to implement Supreme Court order, and also the health needs of the people, and also to restart the functioning of the cell. And we need a great support to work against the Endosulfan lobby that is very strong in the country and also in the state. That is why the so-called unscientific scientists are with them, saying that they are completely campaigning against the victims and their real life. So it is high time for us to gather together to make scientific evidences. Means it's not to make, but to gather scientific evidences that is already existing, and to come up and to confront this group, so that we are confronting the anti-people
policies of the government, and we are with the marginalized communities of the society. So that way we need supports from the National Alliance of People's Movement and other people struggles, political struggles, feminist labor movements in the country. That is where we have to come together at this stage. Thank you. Thank you so much, Soniya, for very strongly articulating the role of laborers and women and children in the whole thing, and how the science, like the argument of science, has been brought forward by those supporting the pesticides. In fact, I was looking at this particular video of a debate organized by Kerala Freethinkers Movement, where there is a discussion on with the title like, Endosulfan, a myth, Endosulfan tragedy, a myth, question mark. So it is clear that there is two sides to the story, that the state is also trying to push forward to sort of dilute the demands of the victims. Soniya കൃത്യമായി പറഞ്ഞതുപോലെ വളരെ ശക്തമായ ഒരു ലോബി നേരത്തെ സാറ് പറഞ്ഞ പോലെ കോർപ്പറേറ്റ് എൻഡോസൾഫാൻ പെസ്റ്റിസൈഡ് കോർപ്പറേറ്റുകളുടെയും സർക്കാരിന്റെയും ഒക്കെ ലോബി കൃത്യമായി ഇതിൽ പ്രവർത്തിക്കുന്നുള്ളത് തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. സ്ത്രീകളുടെയും തൊഴിലാളികളുടെയും കുട്ടികളുടെയും ഒക്കെ ഇതിൽ പീഡിതരായിട്ടുള്ള ആൾക്കാരെ കുറിച്ച്, അവരുടെ ആവശ്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവരേണ്ട ആവശ്യത്തെ കുറിച്ചും സോണിയ വളരെ കൃത്യമായി പറയുകയുണ്ടായി. അതുപോലെ NAPM പോലെ ഉള്ള ഒരു നാഷണൽ പ്ലാറ്റ്ഫോമിൽ എത്തരത്തിലാണ് ഈ ഒരു വിഷയത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതെന്ന് ഈ ഒരു അവസരത്തിൽ CR നീലകണ്ഠൻ സാറിനെ ക്ഷണിക്കുകയാണ്. ഒരു അറിയപ്പെടുന്ന, കേരളത്തിൽ പരക്കെ അറിയപ്പെടുന്ന ഒരു പ്രകൃതി പ്രവർത്തകനും, അതോടൊപ്പം തന്നെ സ്ഥിരമായി മാസികകളിലും മറ്റും പത്രങ്ങളിലും മറ്റും പ്രകൃതി വിഷയങ്ങളെ കുറിച്ച് ലേഖനങ്ങൾ എഴുതുന്നതും NAPM കേരള സ്റ്റേറ്റ് കൺവീനറിൽ ഒരാളുമാണ് അദ്ദേഹം. ഈ ഒരു സമരത്തിന്റെ ഒരു ചരിത്രം കൃത്യമായി എല്ലാവരും പറയുകയുണ്ടായി. പക്ഷെ സാർ ഒന്ന് ചുരുക്കി, നമ്മുടെ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ്, NAPM-ത്തിന് എന്ത് റോളാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. So we invite CR Neelakandan sir, who is also very prominent environmentalist, writer and an activist from Kerala, and he's been writing extensively on the endosulfan issue as well. So here we would like him to put forward, share his thoughts on the role that NAPM can play in this whole, and the role of and the necessity of solidarity for such struggles. Over to you, sir. Thank you, Aswathy. Actually, I'm very fortunate to talk the last, because most of the points are explained by other speakers, eminent speakers, especially Kunjikrishnan and Muneesa. So they are working with the victims, and of course M.A. Rahman sir, he is very well known to me, because from 1998 to 1999, I was aware of the issue, and I went there in the Kanyanad for a meeting with the invitation of Sudhir and Neelakumari Amma at that time. We were facing problems because Kerala is not accepting, even Kanyanad or Kasargode district people were not accepting there is a problem with the endosulfan. It was not aware and it was not discussed. And if at all somebody says, like, say, for example, as Dr. Mohan Kumar or Sri Badre, journalists like Sri Badre or other people, even Neelakumari Amma, when they raise the issue, they are thinking that it is against the trade union, it is against the plantation corporation, it is against the public sector, it is against the science. So all things are. So there were resistances like that. But as it is explained very clearly by most of the speakers, Ambalathara, Kunjikrishnan and Soniya, it is very clear that when the Kerala public society, or the social activists and political activists, when they took up the issue, it became a real issue of Kerala. Otherwise, it was a problem of the victims. Now, at that point, the major target was, as Soniya explained, to ban endosulfan. That was one point, and getting compensation to these people. But the issue is, the real problem here is, those issues, one single point issues can be achieved by that sort of moments. Here it's not a single point issue. This is a very long-term issue where the follow-up should be so long-term.
the social movements in Kerala could not do that to that extent. Political movement, as explained by Soniya, it is not like because lack of political conviction. They had also withdrawn. They will withdraw because the public memory. See, the pictures that is generated by our journalists like Raj and all, which made a real impact to the public at that time. But now it is about 10 to 12 years back. So after that time, the memory fades away. Before the society now, endosulfan issue is solved by the banning of endosulfan and some packages of 5 lakh rupees, National Human Rights Commission. But the real issue still persists there. As M. Rahman sir told, this is a real issue that is persisting. To follow up that issue, there should be a persistent mechanism to follow up. That is, see, lack of that mechanism has led to Endosulfan Peeditha Munnani, because as Soniya correctly told, they themselves had to come up, because up to the banning of endosulfan and other things, they were in the background. Kerala society, the public action in Kerala, as Amartya has told, the public action was very vibrant at that time. When there is a public action, there will be political action. There will be political action. But the problem is, here the problem is that once that action is withdrawn or that is slowed down, the opposition will come up very fast. This opposition to the endosulfan movement, anti-endosulfan movement was always there. We had seen it at many times. In the beginning, it was very strong. Then when the public came up against it, it came down, and they were silent, not only just dormant for that time. Then when they understood this is weak, the public attention is weak, public action is weak, they come up. They can manipulate political leaders. It is immaterial whether what is your political ideology, conviction, and all. There is immaterial. There is no use of it. We know it. Not only in Kerala, everywhere in the world, even in India, world, everywhere. Because there is no ideological baggage for any party or any leader or anything. They go like that. As Soniya correctly told, they may go for multinational projects. They may go for big, huge construction projects, things like that. They don't bother about environment. They don't bother about livelihood, marginalized community, all things. So same thing happened here. There should be a public, consistent, persistent public action for this. That was lacking there. Now, when these people, these victims themselves have come up with that, this public action has started. That's a very good thing that public action has started, and that public action, as I told, NAPM had taken a very lead role from the very beginning. Myself, by people like not only people like myself, Medha Padkar and many leaders have come there in many of their programs, Kasargode to Trivandrum, and even in the formation of Solidarity Committee in districts, everywhere, in all parts, we were all together on all these things. We put our things. We had a very good webinar for this to decide what is the future action. NAPM had a webinar, and after that, we had made letters and sent letters to not only dignitaries in India, dignitaries outside, or international dignitaries like Aikyadardya and Chomsky, and we are sending that to have some pressure on the state to change their stand. But personally, I feel that will not change the stand of the state. It will change only when there is a real public action, there is a public vibrant movement in Kerala. But even Noam Chomsky writing or Arundhati Roy writing or somebody else writing may not be that effective at this point of time. Rather, this is a public action. Now we know many struggles in Kerala or in India or all over the world. When the victims and the people supporting the public action comes up very fast, then only it gets some momentum and it will have some effect. So that is what NAPM is supposed to do. NAPM is a platform or struggle groups. We coordinate with it. We have very eminent leaders and mechanism to get into the to make the what is the struggle more what you call vibrant. We can include so many people.
I hope there are many people attending this conference itself from Endosulfan, from NAPM, who can contribute to the struggle in a great extent, informing people, correcting people, and things like that. So I don't go into the other details. NAPM will plan in detail what we can do in association with the Solidarity. We are part of the Solidarity Committee. So once again, I am saying it should be persistent movement. Now, മലയാളത്തിൽ ഞാനിത് ദീർഘമായി പറയുന്നില്ല, ഒരുപക്ഷെ അശ്വതിക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ മലയാളത്തിൽ ഉള്ള ആളുകൾ പറഞ്ഞത്. 1998-99 മുതൽ ഈ മൂവ്മെന്റുമായി ലീലാകുമാരിയമ്മയുടെ സുജറൊക്കെ ക്ഷണിച്ച് ഞാൻ അവിടെ പോയിട്ടുള്ളതാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഈ മൂവ്മെന്റിന്റെ പല ഭാഗങ്ങളിൽ പല ഘട്ടങ്ങളിലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, NAPM-ന്റെ മേധാ പട്കർ അടക്കമുള്ള നിരവധി ആളുകൾ അതിവിടെ പറഞ്ഞു കഴിഞ്ഞ കാര്യം. സോണിയ പറഞ്ഞതുപോലെ ഇതിലെ റിയൽ പ്രശ്നം എൻഡോസൾഫാന്റെ ലോബികൾ എന്നും ഇവിടെ ഉണ്ടായിരുന്നു. അവരെന്നും ശക്തരായിരുന്നു. ഒരു ഘട്ടത്തിൽ കാഞ്ഞങ്ങാട് മീറ്റിംഗ് നടത്തുന്നതിനെതിരായി അവർക്ക് മറ്റാളുകളെ, ലോബി എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകളെ ഉള്ളൂങ്കിലും അതിന്റെ അവർക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞ ആളുകൾ വളരെ കൂടുതലായിരുന്നു അന്ന്, ആ ട്രേഡ് യൂണിയൻ ലെവലിൽ നിന്നും പൊളിറ്റിക്കൽ പാർട്ടി ലെവലിൽ നിന്നും. പക്ഷേ പബ്ലിക് ആക്ഷൻ വരികയും പബ്ലിക് ആക്ഷൻ പൊതുപ്രവർത്തനത്തിൽ വരികയും സോഷ്യൽ ആക്ടിവിസം വളരെ ശക്തമാവുകയും അങ്ങനെ വന്നപ്പോൾ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ്, ഇപ്പോൾ അച്യുതാനന്ദനൊക്കെ അതിന്റെ പ്രോഡക്റ്റ് ആണ് കേരളത്തിൽ. ഈ പൊളിറ്റിക്കൽ സോഷ്യൽ ആക്ടിവിസത്തിന്റെ സ്പോക്സ് പേഴ്സണായി വന്നു. അങ്ങനെയാണ് ഇത് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ പബ്ലിക് സ്പിയറിൽ ഇത് വരുന്നത്. അങ്ങനെ അതിന് വരുന്നു. പക്ഷെ അവിടെ വരുന്നതും എൻഡോസൾഫാന്റെ നിരോധനവും ഇവർക്ക് കിട്ടുന്ന കോമ്പൻസേഷന്റെ സുപ്രീം കോടതി വിധിയും മനുഷ്യാവകാശ കമ്മീഷന്റെ വിധിയും ഒക്കെ വന്നതോടുകൂടി കേരളത്തിലെ ജനറൽ പബ്ലിക്കിനിടയിൽ ഇത് മറന്നുപോയി. ഇപ്പൊ കഴിഞ്ഞ 10-12 വർഷമായി ധനരാജിന്റെ പഴയ പടങ്ങളൊക്കെ, ഇപ്പൊ മധുരാജിന്റെ പടങ്ങളൊക്കെ ഇപ്പൊ ആളുകൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, പലരും വിട്ടുപോയി. അപ്പോൾ ജനങ്ങളുടെ മെമ്മറി എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. പബ്ലിക് മെമ്മറി, പബ്ലിക് ആക്ടിവിസ്റ്റിന്റെ ജോലിയാണ് ഇത് പെർസിസ്റ്റന്റ്, ഇത് നിരന്തര തുടർച്ചയായി കൊണ്ടുപോകും. ആ തുടർച്ചയായി കൊണ്ടുപോകേണ്ട ഒരു ജോലിയാണ് NAPM പോലെയുള്ള ഒരു സംഘടന ചെയ്യേണ്ടത്. അതിന് നിരവധി കാര്യങ്ങൾ ഇപ്പോൾ മുമ്പ് തന്നെ വെബിനാർ നടത്തി. ഇപ്പൊ ഇവിടെയുള്ള എല്ലാ സോളിഡാരിറ്റി കമ്മിറ്റികൾ സ്റ്റേറ്റിലും ജില്ലകളിലും ഒക്കെ ഫോം ചെയ്യുമ്പോൾ NAPM അതിന്റെ പാർട്ട്, അതിന്റെ റോള് അത് നിർവഹിക്കുന്നുണ്ട്. അതുപോലെ ഓരോ സ്ഥലത്തും ഇത് ഇനി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ ഇപ്പോൾ അരുന്ധതിയെ പോലെ, അതുപോലെ നോം ജോൺസ്കെ പോലെയുള്ള ആളുകൾക്ക് നമ്മൾ അവരുടെ ഇന്റർവെൻഷൻ ആവശ്യപ്പെട്ടുകൊണ്ട്, അവരുടെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് അയച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ഇടപെടൽ എപ്പോഴും ഒരുപക്ഷെ അത് ഇത്രത്തോളം ഇഫക്റ്റീവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടുത്തെ പബ്ലിക് ആക്ഷൻ മാത്രമേ അവർ ഭയപ്പെടുന്നുള്ളൂ. ഇപ്പോ നേരത്തെ സോണിയ പറഞ്ഞ ഒരു കാര്യം, അത് മലയാളത്തിൽ ഒന്നുകൂടി പറയാണ്, ഒരു രാഷ്ട്രീയ കക്ഷിക്കും ഒരു രാഷ്ട്രീയ നേതാവിനും ഒരു ഐഡിയോളജിക്കൽ ബാഗേജും ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് അവരെ പറഞ്ഞ ഐഡിയോളജി ഒന്നും പറഞ്ഞ് അവരെ പേടിപ്പിക്കേണ്ട. ജനങ്ങളുടെ ശക്തമായ എതിർപ്പുണ്ടെങ്കിൽ മാത്രമേ അവർ നിൽക്കൂ. അത് തന്നെയാണ് ഇപ്പൊ ഇവിടെയുള്ള കേരളത്തിലും ഇന്ത്യയിലും ലോകത്തുള്ള എല്ലാ സ്ട്രഗിൾസും കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെയും ഈ പബ്ലിക് ആക്ഷൻ സ്ട്രെങ്തൻ ചെയ്യണം. ഈ പീഡിതരുടെ ഈ സമരത്തിന്റെ കൂടെ കേരളത്തിലെ പൊതുസമൂഹം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയാൽ സർക്കാരുകളായും, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ, അപ്പോൾ മാത്രമേ എൻഡോസൾഫാൻ ലോബിയെ പരാജയപ്പെടുത്താൻ കഴിയൂ. അതിന് NAPM മുമ്പിൽ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താങ്ക് യു. Thank you, Siyar, for highlighting the importance of public action and how groups like NAPM and other groups, solidarity groups, can come forward and support the struggles and amplify the struggles and take it to spaces where similar activities could be put forward or pushed through developmental activities by the state and other bodies. So before we can, I think, open up the session right now, and if anybody has any questions or suggestions or comments or things that they want to add to the whole thing, we can take maybe 10 minutes to do that. എന്തെങ്കിലും ഈ ചർച്ചയിൽ നമ്മൾ പറയുവാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ വിട്ടുപോയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നമുക്കൊരു ഓപ്പൺ സെഷൻ ആണ്, നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് പറയാവുന്നതാണ്. എന്തെങ്കിലും ചോദ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ, ഈ സമരം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ച് എങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളോ പറയാൻ വിട്ടുപോയ ഏതെങ്കിലും വശം ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. We can take 10 minutes to do that. ശരത് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ശരത് നേരത്തെ സാറ് പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഈ സമരങ്ങളിൽ പങ്കെടുക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. അശ്വതി, രണ്ട് കാര്യങ്ങളാണ് അതിനുള്ളിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്,
NAPM ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് തന്നെ ഇത് ദേശീയ തലത്തിൽ ഈ ഒരു വിഷയം എത്തിക്കുകയും പരമാവധി സംഘടനകളെ ഈ ഒരു സമരത്തോട് ചേർത്ത് നിർത്താനായിട്ടുള്ള ഒരു പ്രവർത്തനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആലോചന. അപ്പം അതിനായിട്ട് നമുക്ക് ദേശീയ തലത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇപ്പോൾ നമ്മളൊന്ന് ആലോചിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ ഇന്ന് നടത്തിയ ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇതിന്റെ വളരെ വിശദമായിട്ടുള്ള റിപ്പോർട്ടും മറ്റു കാര്യങ്ങളും നമ്മൾ ദേശീയ തലത്തിൽ തന്നെ പബ്ലിഷ് ചെയ്യുന്ന തരത്തിൽ ഒരു ചുമതല ആരെങ്കിലും ഈ ഗ്രൂപ്പിൽ തന്നെ എടുക്കുകയാണെങ്കിൽ, ലൈക്ക് ഒരു നാഷണൽ ലെവലിൽ തന്നെ ആരെങ്കിലും ചുമതല എടുക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. ഈ രണ്ട് സജഷനാണ് എനിക്കുള്ളിൽ പറയാനുള്ളത്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മളുടെ ഗ്രൂപ്പിലുള്ള ഈ ഗ്രൂപ്പിലുള്ള 10-30 ആളുകളിൽ അവർക്കും ഇത്തരത്തിലുള്ള സജഷൻസ് ഉണ്ടാവും. പ്രത്യേകിച്ച് സമരസമിതിയായിട്ട് ബന്ധപ്പെട്ടിട്ടും ഐക്യദാർഢ്യ സമിതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഇതിനുള്ളിലുണ്ട്. ഇപ്പം സുബ്രഹ്മണ്യേട്ടനും കുസുമ ടീച്ചറും അതുപോലെ തന്നെ അങ്ങനെ ഈ സമരമായിട്ട് വളരെ സജീവമായി അടുത്ത് നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പൊ നമ്മളുടെ ഈ ഗ്രൂപ്പിലുണ്ട്. അപ്പം അവരുടെ കൂടി സജഷൻസ് പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. Yeah, so Sharad basically mentioned 2 points. He was talking about what are the ways in which NAPM and other national groups can come in solidarity for such struggles, and the need of actually bringing out a report of this particular webinar that happened today. So these are 2 pointers that he had to make. Along with that, he also mentioned that there are other people in this webinar, like Kusumam teacher and Subramanian, who can talk about and raise place their suggestions also. Teacher, എന്തെങ്കിലും ആഡ് ചെയ്യാമോ ടീച്ചർ? ഈ ഒരു സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലും എത്തരത്തിലാണ് സർക്കാരിനാണെങ്കിലും കേന്ദ്ര സർക്കാർ അഥവാ കേരള സർക്കാരിന് എങ്ങനെയാണ് നമുക്ക് സമ്മർദ്ദം ചെലുത്താൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് ടീച്ചർ കേൾക്കാമോ? പറഞ്ഞോളൂ. അൺമ്യൂട്ട് ആയിട്ടുണ്ട്. പക്ഷേ കേൾക്കുന്നില്ല ടീച്ചർ. ആ മൈക്കും ഇയർഫോൺ മാറ്റിയിട്ടേ സംസാരിച്ച് ചിലപ്പോൾ കേൾക്കുമായിരിക്കും. ഇയർഫോൺ ഒന്ന് അൺപ്ലഗ് ചെയ്യാമോ? കേൾക്കുന്നില്ല ടീച്ചർ. പിന്നീട് നമുക്ക് തിരിച്ചു വരാവുന്നതാണ്. സുബ്രഹ്മണ്യേട്ടന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇപ്പോഴത്തെ ഒരു സമരത്തിൽ എന്താണ് പൊതുസമൂഹത്തിന് അഥവാ മറ്റാൾക്കാർക്ക് എന്താണ് ഇതിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. 2-3 കാര്യങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്നിപ്പോ നേരത്തെ സോണിയ സൂചിപ്പിച്ചതുപോലെ ഈ സമരത്തിന്റെ അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ ഒന്ന് കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ സംവിധാനങ്ങൾ പാലിയേറ്റീവ് അടക്കമുള്ള സെന്ററുകൾ ഉണ്ടാക്കണം എന്നൊക്കെയുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും സുപ്രീം കോടതിയുടെയും ഒക്കെ നിർദ്ദേശങ്ങൾ വന്നിട്ട് ദശകങ്ങൾ ആകാൻ പോകുന്ന സാഹചര്യത്തിലും അതൊന്നും തന്നെ നടപ്പിലാക്കിയിട്ടില്ല. ഒരു ന്യൂറോളജിസ്റ്റ് പോലും എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പഴയ രേഖകൾ എടുത്ത് നോക്കുമായിരുന്നു. അപ്പോൾ ന്യൂറോളജിസ്റ്റിനെ നിയമിക്കാനും 8,000 രൂപ ശമ്പളം കൊടുത്തിട്ട് ദിവസക്കൂലിക്ക് നിയമിക്കാനും മംഗലാപുരത്ത് നിന്ന് കൊണ്ടുവരാനും ഇങ്ങനെ പലതരത്തിലുള്ള ഓപ്ഷൻസ് പല ചർച്ചകളിലും പറഞ്ഞിരുന്നുവെങ്കിലും ഇന്ന് വരെ അത് നടന്നില്ല. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണമാണെങ്കിൽ കഴിഞ്ഞ 8 വർഷമായിട്ട് ഇഴഞ്ഞു നീങ്ങുന്നു. ഏറ്റവും അത്യാവശ്യമായിട്ട് അപ്പോ ഈ ഒരു പോയിന്റ് വളരെ പ്രധാനമായിട്ടും കാസർഗോഡ് ഈ എൻഡോസൾഫാൻ വിക്ടിംസ് അടക്കമുള്ള ജനതക്ക് ആവശ്യമായിട്ടുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതും, പിന്നെ ഈ വിക്ടിംസിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന സെല്ലിന്റെ ഇത് പുനഃസംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം റവന്യൂ മിനിസ്റ്റർ ആയിരുന്നു അതിന്റെ ചെയർമാൻ. ആ റവന്യൂ മിനിസ്റ്റർ മാറി അയാള് പകരം ഒരാളെയും ചുമതല കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോ അവിടെ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് പോവുകയാണ്. അപ്പൊ അതിന്റെ ഒരു ക്യാമ്പയിൻ വ്യാപകമായിട്ട് നാഷണൽ വൈഡ് തന്നെ
ഈ ഒരു പ്രശ്നം ഫേസ്ബുക്ക് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായം ആവശ്യമുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത് വളരെ വ്യക്തമായ പഠനങ്ങളോടുകൂടി ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും പിന്നീട് സുപ്രീം കോടതിയും ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോലും കോടതി അലക്ഷ്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പറയുന്ന ആയിരക്കണക്കിന് മനുഷ്യർക്ക് സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് പിന്നെ വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞാൽ പോയ 4 ആൾക്ക് 5 ലക്ഷം രൂപ കിട്ടി. പക്ഷെ ഈ 2-3 ആളുകൾക്ക് സുപ്രീം കോടതിയെ സമീപിച്ച് ഈ ആനുകൂല്യം നേടിയെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിലൊരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടാക്കുന്ന തരത്തിൽ ഈ കോടതി വിധി കേരള സർക്കാർ നടപ്പിലാക്കണം, കോടതി അലക്ഷ്യം കാട്ടരുത് എന്നുള്ള നിലയിൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഈ ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജിമാരും അതുപോലെ തന്നെ പ്രശസ്തരായിട്ടുള്ള അഡ്വക്കേറ്റുമാരും ഒക്കെ കേരള സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ഒരു ക്യാമ്പയിൻ NAPM കൂടി അതിലൊരു വലിയ റോള് വഹിക്കാനാവും. അത് മാത്രമല്ല അവരുടെ ചെറിയ ചെറിയ വീഡിയോകൾ ഫേസ്ബുക്കിലോ മറ്റോ അത്തരത്തിൽ ഒരു 2-3 മിനിറ്റ് ഈ കോടതി വിധിയിൽ എന്താണ് പറയുന്നത്, അത് നടപ്പിലാക്കാനുള്ള ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിന് എന്താണ് എന്നൊക്കെയുള്ള തരത്തിൽ പറയുന്ന തരത്തിലുള്ള ഒരു വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതും ഈ ക്യാമ്പയിനിനെ വളരെയധികം സഹായിക്കും. തീർച്ചയായിട്ടും അടുത്ത ഒരു ഘട്ടം കാസർഗോഡ് സമരത്തിന് ശേഷം നമ്മൾ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് ഈ സമരം, കാരണം ഈ സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക എന്നുള്ള ഡിമാൻഡും അതുപോലെ തന്നെ ഈ ഇതിനെ പദ്ധതികളെ മുഴുവൻ എൻഡോസൾഫാൻ വിക്ടിംസിനുള്ള റെമഡിയൽ ആയിട്ട് എടുത്തിട്ടുള്ള എല്ലാത്തിനെയും അട്ടിമറിക്കുന്ന തരത്തിൽ ആ ലിസ്റ്റിനെ തന്നെ പുതിയൊരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ഈ 6727 പേരെയും പുനഃപരിശോധന നടത്തണമെന്നുള്ള ആ കലക്ടറുടെ നിർദ്ദേശം അത് സർക്കാരിന്റെ മുന്നിലുള്ളതാണ് ഈ അട്ടിമറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അതില് സർക്കാർ ആ റിപ്പോർട്ട് തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന സമരത്തിനും അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഒരു ഐക്യദാർഢ്യം ഉണ്ടാക്കാൻ NAPM സഹായിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. Nani, Subramanian. So basically what he was trying to say was that reiterating the 2 points that Soniya had also and Muneesa had said earlier about reinstating the cell which has been inactive, and also the requirement of neurologists and palliative care, the medical facilities like how which the NHRC had also recommended. Along with that, he says that the court order needs to be implemented as soon as possible. There needs to be public pressure, especially from the retired judges and others towards to the state government to implement that judgment, that court order. And there needs to be social media support and to amplify some of these demands by the people. And from Kasargode, the struggle will definitely move on to a state level and probably to the national level also. And the support of all groups are sought by the Samara Samithi for their further activities. Thank you, Subramanian. And next, if anybody wants to speak, or I'll have to call out names. And we have SP Ravi with us. If you can also add about the environmental aspect of it. SP Ravi sir, ഈ പരിസ്ഥിതി ഇപ്പോഴത്തെ അവിടുത്തെ ഒരു പരിസ്ഥിതി വിഷയത്തെ കുറിച്ചോ അതല്ലെങ്കിൽ ഇവിടെ നമ്മൾ പറയാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. താങ്ക് യു അശ്വതി. എനിക്ക് തോന്നുന്നു വളരെ വിശദമായിട്ട് എല്ലാവരും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഒന്നും കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഇല്ല, വളരെ വിശദമായി തന്നെ ഈ എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ കൂട്ടിച്ചേർക്കാനൊന്നുമില്ല. ആകെ എന്താ പറയാ, നമ്മള് ഇപ്പൊ ഈ എൻഡോസൾഫാന്റെ കൂടി പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ ജൈവ കാർഷിക നയം കൊണ്ടുവന്നത്. പക്ഷെ ആ നയം കാസർഗോഡ് ജില്ലയിൽ പോലും അത് നടപ്പാക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോയിട്ടില്ല. ഇപ്പോഴും എൻഡോസൾഫാൻ നിരോധിച്ചു എന്ന് പറയുമ്പോഴും കീടനാശിനികൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനം തന്നെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ
ഇവിടെ ഇത്രയും ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർ നമ്മുടെ മുമ്പിൽ തെളിവുകളായിട്ട് നിൽക്കുമ്പോഴും ഇനിയും അതിൽ നിന്നും മാറാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു വസ്തുത കൂടി ഒന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. Thank you, Ravi sir. So he was trying to say that most of the issues have been covered by everyone quite extensively. The only thing that he wants to add is that although Endosulfan has been banned, the state is still continuing to use several hazardous pesticides. And in spite of having people living in front of us who are the victims, visibly victims of such a unplanned and very hazardous chemical. So how do we move forward from that is something we need to ask. I think we can close the the open floor right now and do one round with the speakers again, where they can add their concluding remarks. നമുക്ക് ഓപ്പൺ ഫോറത്തിൽ നിന്ന് ഒരു എല്ലാവരുടെ അടുത്തും ഇതുവരെ സംസാരിച്ച സ്പീക്കേഴ്സ് എല്ലാവരും തന്നെ ഒരു ചുരുക്കി അവരുടെ ഇത്രയും ചർച്ച നടന്നതിന്റെ പശ്ചാത്തലത്തിൽ ഒരു അവസാനം എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ആദ്യമായി തന്നെ 2 മിനിറ്റ് ആണ് നമ്മൾ എടുക്കാൻ പറ്റുന്നത്. കാരണം സമയത്തിന്റെ പരിധി ഉള്ളത് കൊണ്ട് അങ്ങനെ സമയം കുറയ്ക്കുകയാണ്. ആദ്യമായിട്ട് കുഞ്ഞികൃഷ്ണേട്ടനെ വിളിക്കുന്നു. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഓക്കെ, പിന്നെ എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, കാരണം ഒരു 2011 ശേഷം ഈ അമ്മമാരും കുട്ടികളാണ് തെരുവിലിറങ്ങി സമരം നടത്തേണ്ടി വരുന്നത്. അത് കേരള സമൂഹം അതുപോലെ ഇന്ത്യയിലെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും ഏറ്റെടുക്കണം. കാരണം ഇത് കാസർഗോഡിന്റെ മാത്രം ഒരു പ്രശ്നമായി ചുരുങ്ങി കാണരുത്. അത് ഏറ്റെടുക്കുക എന്നുള്ളത്. കാരണം അമ്മമാർക്ക് ചെയ്യുന്നതിനൊരു പരിമിതിയുണ്ട്. പ്രത്യേകിച്ച് ഈ കൊറോണക്കാലം വന്നപ്പോൾ അത് വീണ്ടും പരിമിതപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഏറ്റെടുക്കാനുള്ള ഒരു NAPM അടക്കം ഉള്ള ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ കേരളീയ സമൂഹം ഏറ്റെടുക്കണം എന്ന് മാത്രമാണ് ഇപ്പൊ പറയാനുള്ളത്. So Kunjikrishnan was saying that it's post 2000, it's mostly the mothers who have taken the struggle forward, and we need to, as people of Kerala or India for that matter, we need to also take up the struggle and amplify it. On that note, we'll just show a small clip from the documentary again of Leela Kumari Amma, who is the first mother from there to file a court case and actually win like a order from the lower court banning the use of Endosulfan. So if the technical team can show that now. കൈകാൽ തളർച്ച, കണ്ണിന് കാഴ്ചക്കുറവ്, വയറുവേദന, ഇല്ലാത്ത അസുഖങ്ങളൊക്കെ മൂത്ത സഹോദരന് വന്നു. പിന്നെ മൂത്ത സഹോദരൻ ഇങ്ങനെ ഇവിടുന്ന് തന്നെ പെട്ടെന്ന് മരിച്ചു പോവുകയത്. അപ്പൊ ഇതുകൊണ്ടാണെന്നുള്ളത് നമുക്കറിയില്ല. ഈ തോട്ടത്തിൽ കൂടെ ആയിരുന്നു എൻ്റെ മകൻ പെരിയ സ്കൂളിലേക്ക് നടന്ന് പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു കൊല്ലം ഇങ്ങനെ കഴിഞ്ഞു പോയി. അടുത്ത പ്രാവശ്യം വിഷം അടിക്കേണ്ട സമയമായപ്പോഴത്തേക്കും എൻ്റെ മകന് ഭയങ്കര അസുഖം, പനി വിട്ടുമാറാത്ത ചുമ, പനി, കണ്ണിന് കാഴ്ചക്കുറവ്, ഭക്ഷണം വേണ്ട, പിന്നെ ശരീരം എല്ലാം ചീർത്ത് വ്രണങ്ങളായി പൊട്ടി ഒഴുകാൻ തുടങ്ങി. കലക്ടർ, കൃഷിമന്ത്രി എല്ലാവർക്കും പരാതികൾ അയച്ചായിരുന്നു. യാതൊരു രക്ഷയില്ലെന്ന് കണ്ടിട്ടാണ് ഒടുവിൽ ഒരു വക്കീലിനെ കണ്ട് ചോദിച്ചത്. അങ്ങനെ 98 കേസ് കൊടുത്ത് പ്ലാന്റേഷൻ ഒരു കോപ്പി കൊടുത്തായിരുന്നു. അവർ ആ കോപ്പിയും കൊണ്ട് ബേക്കൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. ഇങ്ങനെ പരാതിക്കാരിയും കൂട്ടരും കൂടെ ഞങ്ങളുടെ ഹെലികോപ്റ്റർ നിറയ്ക്കാൻ വെച്ചിരുന്ന വെള്ളം മുഴുവൻ മറിച്ച് കളഞ്ഞെന്നും പറഞ്ഞ്. പിന്നെ ഇവിടെ അടുത്തുള്ള കോളനിക്കാരെല്ലാം ഇവിടെ ഓടി വന്നായിരുന്നു. അവരെല്ലാം ഒപ്പിട്ട് തന്നായിരുന്നു പരാതിയിൽ. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇനി പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു. എന്ത് ചെയ്യാൻ പറഞ്ഞു? ആരും വരണ്ട, ഞാൻ തന്നെ പോയിക്കോളാം എന്നും പറഞ്ഞിട്ട് ബേക്കൽ പോലീസിൽ പോയി. 2000 ഒക്ടോബർ ആയപ്പോഴത്തേക്കും മുൻസിപ്പ് നല്ല വിധി തന്നു. That is Leela Kumari Amma, as you saw, and as several people mentioned. Next, we move on to Muneesa. Muneesa, ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഇല്ല, മുനീസ നെറ്റ് ഇല്ലാതെ പോയി. Oh, okay. Muneesa had a net. Muneesa has had some net issue and she had to drop out of the
call. No, she is over here. Oh, she's over here. Okay. Muneesa കേൾക്കാമോ? മുനീസ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. ഇത്രയും കേട്ട പശ്ചാത്തലത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ. മുനീസ മുനീസ പറഞ്ഞോളൂ. ഹലോ. കേൾക്കാം, പറഞ്ഞോളൂ. അത് നെറ്റ് കഴിഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും റീചാർജ് ചെയ്ത് കയറിയതാണ്. ഹലോ, നമസ്കാരം. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്. ഭരണകൂട ഭീകരതയുടെ ഇരയാക്കപ്പെട്ടവരായിരുന്നിട്ട് പോലും ഇപ്പോഴും ഞങ്ങൾ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, വ്യക്തിഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നേരത്തെ റഹ്മാഷ് ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ വന്ധ്യത ഉള്ളവരുടെ പേര്, അതുപോലെ തന്നെ ഇങ്ങനെ ഇത്തരം ഈ മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന ആളുകളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അവഹേളിക്കുന്ന ഒരു നടപടി എടുത്തിട്ടുണ്ട്. സാമൂഹ്യനീതി വകുപ്പിന് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഓരോന്നും എടുത്തു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പൊതുജനത്തിന്റെ മുന്നിൽ ഞങ്ങൾ കുറ്റവാളികളായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു സമീപനമാണ് കളക്ടർ സ്വീകരിച്ചിട്ടുള്ളത്. അതിനെ ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. കാരണം എന്താ, ഞങ്ങൾ ഇപ്പോഴും ഏതോ ഒരു അപരാധം ചെയ്തവരെ പോലെ, ക്രിമിനൽ എന്താണ് ഒരു രീതിയിലുള്ള കുറ്റവാളികളോട് കാണിക്കുന്ന രീതിയിൽ അവരോട്, എനിക്ക് തോന്നുന്നു കുറ്റവാളികളോട് പോലും ഇതിലും നല്ല സമീപനം ആളുകൾ സ്വീകരിക്കുന്നതാണ്. അപ്പം ഇനിയും ഞങ്ങളെ അപമാനിക്കരുത്. ഞങ്ങൾ അനുഭവിക്കാവുന്നതിന്റെ അത്രയും അനുഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ അപമാനം താങ്ങാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക്. അധിക ബാധ്യത എന്ന വാക്ക്, അതുപോലെ തന്നെ ഈ നിങ്ങൾ സർക്കാരിന് അധിക ബാധ്യത ഉണ്ടാക്കുന്നു, നിങ്ങൾ മറ്റു ജില്ലകൾക്കില്ലാത്ത ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരെന്നൊക്കെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഞങ്ങളെ വിളിപ്പിച്ചിട്ട് ഞങ്ങളെ മണിക്കൂറുകളും, കോവിഡ് കാലത്തൊക്കെ ഓഫീസുകളിൽ കയറാൻ അനുവദിക്കാതെ, ഓഫീസുകളിൽ കയറാൻ പാടില്ല എന്ന നിയമം ഉള്ളത് കൊണ്ട് ഞങ്ങൾ അത് തർക്കിച്ചില്ല. പക്ഷെ ഞങ്ങളെ കളക്ടറേറ്റിന്റെ വരാന്തയിൽ മണിക്കൂറുകളോളം നിർത്തി ഇരിക്കാനുള്ള സംവിധാനം പോലും തരാതെ ഞങ്ങളെ ആ ഒരു രീതിയിൽ വളരെ വളരെ മോശമായി പെരുമാറിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ പോലും ഇപ്പൊ അവിടെ വളരെ സുഖമായി വാഴുകയാണ്. പിന്നെ ഈ പരിഹാസം, ഇവിടെ കറണ്ട് ബില്ലടക്കാൻ പൈസയില്ല, ഈ പരിഹാസമെങ്കിലും ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ ഞങ്ങളോട് ഇത്തിരി മനുഷ്യപ്പറ്റോട് കൂടി സംസാരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൂടി അവിടെ നിയമിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാണ്. അപ്പം ഈ പൊതുവെ തളർന്ന ഞങ്ങൾക്ക് ഒരു വാക്ക് കൊണ്ടെങ്കിലും ആശ്വാസം പകരുന്ന ആളുകളായിരിക്കണം അത്തരം സെല്ലുകളിലൊക്കെ നിയോഗിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള അടിയന്തരമായി സെല്ലുയോഗം ചിലപ്പോൾ എല്ലാത്തിനും പൊതുജനത്തിന്റെ ഇടപെടലുകൾ തീർച്ചയായിട്ടും ഉണ്ടാവണം. നിങ്ങളുടെ മുന്നിലൊക്കെ ഞങ്ങൾ വെക്കുകയാണ് ഞങ്ങളുടെ പ്രശ്നം. ഇനിയും അവശത അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെയും തെരുവിൽ ഇറങ്ങുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നാണ്. Nandi, Muneesa. So Muneesa was trying to say that immediately the cell has to start its activity, and the sensitive, and we need to have like bureaucrats and administrators who are sensitive to people who are suffering from such issues, and this kind of humiliating behavior, if at some point is shown by any of these people, they need to be immediately called out for that. So the support, any kind of support from people are requested by the committee. We also, before we move on to M.A. Rahman sir, we also have Sulfat here, who was also one of the petitioners. Sulfat ഇവിടെ ഉണ്ടല്ലോ അല്ലെ, നിങ്ങൾ petitioner ആയ Sulfat ഇവിടെ ഉണ്ട്. Sulfat unmute ചെയ്തിട്ട് എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. പറഞ്ഞോളൂ. ഞാൻ ഇടയ്ക്ക് കുറച്ച് സമയം ഇതിൽ നിന്ന് ലെഫ്റ്റ് ആയി പോയിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ ഐക്യദാർഢ്യ സമിതി, സംസ്ഥാന തലത്തിൽ രൂപീകരിച്ച ഐക്യദാർഢ്യ സമിതിയുടെ ജനറൽ കൺവീനറാണ്. അപ്പം മിക്കവാറും എല്ലാ പ്രശ്നങ്ങളും ഓരോരുത്തരായി സംസാരിച്ചു കഴിഞ്ഞു. റഹ്മാൻ മാഷ് അടക്കമുള്ളവര് പഴയ അതിന്റെ ഒരു ചരിത്രവും, അതുപോലെ കൃഷ്ണേട്ടനും മുനീസയും ഒക്കെ പറഞ്ഞ് കഴിഞ്ഞു. എനിക്കിപ്പോ അതിന്റെ കൂടെ സൂചിപ്പിക്കാനുള്ളത് ഇത് തന്നെയാണ്. ഇത് കാസർഗോഡ് ജനങ്ങളുടെ ഒരു പ്രശ്നമായിട്ട്, അല്ലെങ്കിൽ ദുരിതബാധിതരുടെ ഒരു പ്രശ്നമായിട്ടല്ല ഇനി നമ്മൾ കാണേണ്ടത്. ഇത് പൊതുസമൂഹം അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യത്വപരമായിട്ടുള്ള അവരുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി എന്ന് പറയാവുന്നത് പോലെ
നമ്മൾ ഇടപെടേണ്ടതുണ്ട്. ആ പൊതുസമൂഹം എന്ന് പറയുന്നത് കേരളത്തിലെയും അതുപോലെ ദേശീയ തലത്തിൽ തന്നെ വളരെ സ്വാഗതാർഹമാണ് ഇപ്പം ഈ നടക്കുന്ന ഇത്തരം ഒരു ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഈ ഒരു പരിപാടി. അപ്പോ അത് ഏറ്റെടുത്തുകൊണ്ട്, കാരണം ഭരണകൂടം നടത്തിയ രാസയുദ്ധത്തിന്റെ ഇരകളാണ് എന്ന് പറയാവുന്നവരാണ് കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർ. അപ്പൊ അവരുടെ സുരക്ഷിതത്വവും അവരുടെ ആരോഗ്യവും അവരുടെ ജീവിതവും ഒക്കെ നമ്മളെപ്പോലെ നടന്നു പോകേണ്ടത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. ഇപ്പോ പിന്നെ മഹായുദ്ധങ്ങളിൽ പോലും ഇരകളാക്കപ്പെടുന്നവരുടെ പ്രശ്നങ്ങൾ ആ രാജ്യത്തിന്റെ കൂടി പ്രശ്നമാവുന്നത് പോലെ ഇത് ഒരു പൊതുസമൂഹത്തിന്റെയും ഇവിടുത്തെ ഭരണാധികാരികളുടെയും ഒക്കെ പ്രശ്നമാവണം. നമ്മുടെ സുപ്രീം കോടതിയും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ ഈ ദുരന്തത്തിന്റെ ആഴം മനസ്സിലാക്കി പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ, പ്രഖ്യാപിച്ച അവരുടെ അവകാശങ്ങൾ, അത് അവകാശമാണ് എന്ന് തിരിച്ചറിയാൻ ഭരണകൂടത്തെ നമ്മൾ തയ്യാറാക്കണം. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലാ കളക്ടർ കൊടുത്ത ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ട് തള്ളിക്കളയാൻ കേരളത്തിലെ സർക്കാർ തയ്യാറാവണം. കാരണം ആ റിപ്പോർട്ടിൽ മുനീസ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ദുരിതബാധിതരെ അപമാനിക്കുന്ന, അവരെന്തോ കുറ്റം ചെയ്തതുപോലെ സർക്കാരിന്റെ ഈ ഭരണ സംവിധാനത്തിന് പറ്റിയ ചില അപാകതകൾ ഉണ്ടാവാം. ഏത് ഒരു പിന്നെ ആശ്വാസധനം പ്രഖ്യാപിക്കുമ്പോഴായാലും പെൻഷനുകൾ നടപ്പാക്കുമ്പോഴും ഒക്കെ അതിലൊക്കെ അനർഹർ കടന്നുകൂടാറുണ്ട്. നമ്മുടെ കേരളത്തിൽ നടത്തുന്ന എല്ലാ പെൻഷനിലും ഏതെങ്കിലും തരത്തിൽ അനർഹർ കടന്നുകൂടാറുണ്ട്. ഇവിടെയും ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ഈ ദുരിതബാധിതരല്ല, മറിച്ച് അവരെ ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന സമയത്ത് അതിന് അവരെ ഉൾപ്പെടുത്തിയ വിദഗ്ധന്മാർ എന്ന് പറയുന്ന ഡോക്ടർമാരൊക്കെ അതിന് ഉത്തരവാദികളാണ്. അല്ലാത്തവർ പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും തരത്തിൽ മരിച്ചുപോയവർ പെൻഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് മരിച്ചുപോയവരല്ല ഉത്തരവാദികൾ. ഈ സർക്കാർ സംവിധാനം മരിച്ചവരെ കണ്ടെത്തി അവരെ തിരിച്ചറിഞ്ഞ് അത് ഇല്ലാതാക്കേണ്ടത് സർക്കാരാണ്. അത് ചെയ്യാതെ ബാങ്കിലേക്ക് വരുന്ന പണം അവർ വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അപമാനിക്കുകയും ഈ രീതിയിൽ കളക്ടർ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തത് വളരെ നമ്മൾ പ്രതിഷേധിക്കേണ്ടതാണ്. കളക്ടർ മുമ്പും അവരെ പലതവണ അപമാനിച്ചിട്ടുണ്ട്. അപ്പൊ ആ കളക്ടറുടെ റിപ്പോർട്ട് സർക്കാർ തള്ളിക്കളയുന്ന തരത്തിൽ വലിയ ഒരു ഇടപെടൽ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇവരുടെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ഒറ്റക്കെട്ടായി അഖിലേന്ത്യാ തലത്തിൽ തന്നെ അതിനുള്ള ശ്രമങ്ങൾ നടത്തണം എന്ന് മാത്രമാണ് ഞാനിപ്പോൾ ഈ സമയത്ത് പറയുന്നത്. ഇത്രമാത്രം. Okay. Thank you. Thank you, Super has been one of the people who have been instrumental in drafting the petition to the CM. And what she tried to say here is that it's not a struggle of the people of Kasargode. It needs to move out of there, and all of us needs to be part of that. And the struggle that the people, the benefits or even the compensation that the state, the Supreme Court or even the Human Rights Commission had announced for the people was not anything. It is the right of the people, and they need to be given those rights. And any sort of comment trying to humiliate or belittle that suffering of people, such as the one that we heard about by the collector's report, needs to be condoned. And strict action needs to take against that. Like all of us, they are also the people of Kasargode and the people living around the vicinity of the cashew estate are also entitled to like a life of dignity, good health, and proper livelihood. And they cannot continue to be the victims of this chemical war that the state and the company had sort of waged against them, and they need to be given their rights after several 20 or 30 years of suffering. So moving on, can we also have Vijayaragan Master come and say in a few words? Vijayaragan Master, ഈ ഒരു വിഷയത്തെ കുറിച്ച് ഈ ഒരു സമരസമിതിയുടെ നിലപാടുകളോ അല്ലെങ്കിൽ പ്രവർത്തനത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പ്രത്യേകിച്ച് വളരെ ദീർഘമായി തന്നെ എല്ലാ ആളുകളും സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. ഓക്കെ.
Thank you, sir. Moving on, final words, M.A. Rahman, sir. Sir, എല്ലാം കേട്ടു, സന്തോഷം. എനിക്ക് കൂടുതൽ പറയാനൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും കേട്ടു. NAPM ഇതിനെ ഒരു വഴിക്കെത്തിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയെ ഡെവലപ്പ് ചെയ്യുന്നതിൽ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. തീർച്ചയായും നല്ല കാര്യം തന്നെ. ഞങ്ങൾ ഏതായാലും സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. അത് മിക്കവാറും ഈ മാസത്തിന്റെ അവസാനമാകുമ്പോൾ ഒരു വിധി കിട്ടുമെന്നാണ്. കോടതി അലക്ഷ്യത്തിനാണ് കേസ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ഇടയിൽ നിന്നുള്ള ഒരു 10-12 സംഘടനകൾ ചേർത്ത് അത് അങ്ങനെ വരുമ്പോൾ മാത്രമേ അതിൻ്റെ പബ്ലിക് ആക്ഷൻ നിങ്ങൾ പറയുന്ന അതേ വാക്ക് തന്നെ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണ് കോടതിയിൽ പോയത്. അത് മിക്കവാറും ഈ മാസം അവസാനം ഒരു റിസൾട്ട് കിട്ടുമെന്നാണ് കരുതുന്നത്. തീർച്ചയായും ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. സന്തോഷം. Thank you, sir. Rahman sir was talking about the court, the case that is pending in the Supreme Court, and hopefully by the end of this month, a positive response will come from there. Soniya, just yeah. Although I think discussions have pointed towards the need of the concerted efforts that we have to take to carry forward the struggle. So I think a good stage has been set in this sense. So we hope we are having a national alliance with us, means through NAPM. That means that doesn't mean that it was not there, but more strength and power should be with us when we take this forward in the state, and also with the fight with or the cases that, as Raman Mash said, we are waiting for what is going to happen regarding this contempt case that is being filed. And next step of the struggle is taking place maybe from next week onwards. Tomorrow, Krishnatan and Muneesa and their team are going to meet collector and see what is the response, and from there onwards we are planning agitations again to the next phase. So we expect all solidarity and support from all those who present here and also as part of the larger movements in the country. Thank you so much. Thank you, Soniya. കൃത്യമായിട്ടുള്ള ഇനി സമരത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത്. കളക്ടറിനെ കാണുകയും അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചും പറയുകയുണ്ടായി. അതിനായിട്ടുള്ള എല്ലാ സപ്പോർട്ടും എല്ലാവരുടെ അടുത്തും നിന്ന് പ്രതീക്ഷിക്കുന്നു. Actually, there is not much thing to add, but one point, as Subramanian told, നമ്മുടെ ഈ ജഡ്ജിമാരുടെ റിട്ടയർഡ് ജഡ്ജിമാരുടെയും ലീഗൽ എക്സ്പെർട്സിന്റെയും ഒരു ഒപ്പീനിയൻ അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത് ഇപ്പൊ റേസ് ചെയ്യേണ്ടതുണ്ട്. കോടതിയിൽ എന്തായാലും ക്വാർട്ടർ ലക്ഷ്യത്തിന് നിൽക്കുന്നുണ്ട്. അതിന് പാരലൽ ആയിട്ട് ഒരു പബ്ലിക് ഒപ്പീനിയൻ, ഇത് മനുഷ്യാവകാശ കമ്മീഷനും സുപ്രീം കോടതിയും കൊടുത്ത കാര്യം ജനങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ പിന്നെ ആരാണ് ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് കൊടുക്കുക എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ലീഗൽ എക്സ്പെർട്സും സോഷ്യൽ ആളുകളും നമുക്ക് റേസ് ചെയ്യാൻ കഴിയണം. കൂടുതൽ വൈഡ് ആകാതെ വളരെ ഷാർപ്പായി ആ ഒരു ചോദ്യത്തിൽ മാത്രം നിൽക്കുന്ന തരത്തിലുള്ള ഒരു ആക്ഷൻ ഉണ്ടാകണം. അത് NAPM കഴിയും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. We hope NAPM can take over that function to a certain extent. The legal experts all over India, and especially the Supreme Court, retired Supreme Court judges or High Court judges who are pro people, we hope we can do it. Thank you. Thanks, sir. ഈ ഒരു ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് നമ്മൾ. 2 മണിക്കൂർ എന്ന് പറഞ്ഞത് 3 മണിക്കൂർ ആയിരിക്കുകയാണ്. It said it's from 7 to 9, but as usual, like it extended. But I think the struggle, we got to hear about it in a very detailed fashion, the history of the struggle, the various aspects of it, and the various ways in which it had manifested. Personally, I think it's one of those important struggles in which this question of the science, like, and what does science mean, and what does scientific reports mean in taking forward, or in and for the state or the judiciary, or even for people to understand
about the catastrophe that people go through. Because at various points there were a report by Kerala Agricultural University that stated that, oh, it's not necessarily that of the endosulfan pesticide, but of something else that was going on in the area, in spite of several reports that said it in the contrary. From the like late 70s until now, which is like a long 45-year-old struggle, it shows the suffering and the resistance and the solidarity that has allowed it to bring forward and amplify the struggle. And one can see that there is a lot of literature, there is a lot of ways in which the struggle has been documented also. And and that is one of the things that as people who are not necessarily from the community can play a role in doing that. We as part of this this particular conversation, as Sharad suggested, probably a report will come out of it, and the live and the videos are already there, and we hope that we will be able to support the struggle in whatever way possible. So handing over to Sharad right now. ഹലോ. അപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ ഈ ഒരു മീറ്റിംഗ് കൃത്യമായി നമുക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ CR അതുപോലെ സുബ്രഹ്മണ്യേട്ടനും ഒക്കെ പറഞ്ഞ പോലെ തന്നെ നിയമപരമായിട്ടുള്ള ലീഗൽ എക്സ്പെർട്സ് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് ദേശീയ തലത്തിൽ തന്നെ നമുക്ക് ഈ ഒരു വിഷയം, ഈ ഒരു കോടതി ലക്ഷ്യത്തിന്റെ വിഷയം കൃത്യമായിട്ട് നമുക്ക് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഉയർത്താൻ പറ്റുകയും അവരുടെ ടെസ്റ്റിമോണിയൽസ് നമുക്ക് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കാൻ പറ്റുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ക്യാമ്പയിൻ തന്നെയാണത്. അതേപോലെ തന്നെ നമുക്ക് NAPM ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും NAPM കൺവീനേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് അവർ കൂടിയാലോചിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഒരു നാഷണൽ വൈഡ് പ്രൊട്ടസ്റ്റ് സാധ്യമാണോ എന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഇപ്പൊ ഈ ഒരു പ്രോഗ്രാമിന്റെ റിപ്പോർട്ട്, അതുപോലെ തന്നെ വീഡിയോ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോയിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മുഴുവൻ വിഷയങ്ങളും ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് NAPM ടീം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സാധിക്കുകയും ചെയ്യും. അപ്പം ഈ പരിപാടിയിൽ വന്ന് പങ്കെടുത്ത മുഴുവൻ സമരസമിതി അംഗങ്ങൾക്കും NAPM കൺവീനേഴ്സ് ടീമിന്റെ പേരിൽ, സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുള്ള അംഗങ്ങളുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു പരിപാടി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ സമരസമിതിയും ഐക്യദാർഢ്യ സമിതിയും ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഈ ഒരു ഗ്രൗണ്ടഡ് വോയിസസ് എന്നൊരു പരിപാടിയിലൂടെ തന്നെ ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റിയതിൽ മുൻകൈ എടുത്തിട്ടുള്ള മുഴുവൻ സംഘാംഗങ്ങളെയും നമ്മൾ നന്ദി അറിയിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മീരയോ അല്ലെങ്കിൽ അരുന്ധതിയോ ആരെങ്കിലും ഒരാൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ദേശീയ തലത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് സമരസമിതിയായിട്ട് ബന്ധപ്പെട്ടിട്ടും ഐക്യദാർഢ്യ സമിതിയായിട്ട് ബന്ധപ്പെട്ട് അവരോട് എന്താണ് നമുക്കൊരു പറയാനുള്ളതെന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. അപ്പൊ നിങ്ങൾ അത് സംസാരിക്കുന്നു വിചാരിക്കുന്നു. മീര, can you speak a few words to the struggle committee or solidarity committee on behalf of the NAPM national team? It will be good. Thank you, Sharath and Aswathy, for co-conducting this entire session. There isn't anything very specific to add, actually, like all speakers have stated, and it has been a very comprehensive session. In fact, for 3 hours, we've listened to, and as the title says, we've kind of unpacked, I think, many issues around environment, health, institutional accountability, human rights violations, and the continuing demands, whether it is around compensation or holding the authorities accountable. And also, as all of you, I think, have very nicely put, and this session also reflects the kind of strong solidarity on the ground, as well as the continuing struggle after so many years. I mean, at one level, it is so painful that people are still continuing to fight for some of these things, which actually can, and very rightly as speakers have said, I mean, why is it that
budgets are not allocated for disbursing compensation, or why should they have been even delayed during a time so problematic as COVID? Pensions were pending for months. Even some of these things that could have been resolved more easily required a certain struggle, and only then disbursement was made. And there are still many other long-term demands that the movement over there is continuing to raise. So on behalf of NAPM, we really want to thank all of you, in fact, the state NAPM team and other comrades from different movements and the struggle committee in Kerala who've actually worked to put together this session. And of course, the technical team as well, which has worked very hard to help with the videos, the translations, and both of you, Aswathy and Sharad, who conducted the session. All the speakers, especially from the struggle committee, including Salfat, Muneesa, Kunjikrishnan, all of them who narrated their struggle experiences, and of course others in solidarity, including Rahman sir, CR, and Soniya, who are very much solidly on the ground, and which is why I think the issue is also, when the government is not able to easily get away, it is a collective responsibility, of course. And I just wanted to very briefly request everyone who is watching this session live as well. These weekly sessions that we conduct are not any webinars. They are experiences of struggle and experiences of solidarity that people are constantly speaking from the ground. There are so many such struggles across the country. Every week we are trying to amplify and lend a small voice of the intense struggle which is happening on the ground. So we really request more people to watch these sessions, amplify these sessions, lend solidarity in whatever way possible. For instance, there was a recent letter that was written to the Kerala Chief Minister on the Endosulfan issue. Probably Aswathy will list down those demands towards the end. So we need to, it's on us as well as solidarity citizens to amplify many of these demands and stand collectively in solidarity with the struggle. So on behalf of the NAPM national team, of course, Kusuma is there, Arundhati is there, CR, and many other Sathis from the NAPM national team are also there. But collectively, we fully stand in solidarity, and whatever the struggle committee discusses and requests, I think we will certainly discuss within the NAPM team as well and try and support. Jindabad. Thanks, Meera. I think the letter will be shared. Letter can be shared here, which was submitted by Sulfatam General Convenor, Stand with Endosulfan Victim Solidarity Committee. I think whoever is here is aware about it, but I'll still, if required, read it out for also people who are listening. So this is a letter that had gone to the CM, Pinarayi Vijayan, and it demanded that 2019 ഫെബ്രുവരിയിൽ എടുത്ത തീരുമാനങ്ങളെല്ലാം നടപ്പിലാക്കുക. ഈ ലിസ്റ്റിൽ നിന്ന് പുറന്തള്ളപ്പെട്ട കുട്ടികളെ ഇതിൽ ഉൾപ്പെടുത്തുക, അവർക്ക് വേണ്ട മെഡിക്കൽ സഹായങ്ങൾ ഏർപ്പാടാക്കുക. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിൽ 8 വർഷത്തോളമായി കൺസ്ട്രക്ഷൻ മുടങ്ങിക്കിടക്കുന്ന മെഡിക്കൽ കോളേജിലെ ഫെസിലിറ്റി മുന്നോട്ട് കൊണ്ടുവരിക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മംഗലാപുരത്തേക്ക് പോകുന്ന അവസ്ഥ ഒഴിവാക്കുക. ജില്ലാ തലത്തിലുള്ള ആശുപത്രി, കാഞ്ഞങ്ങാടുള്ള, അതുപോലെ കാസർഗോഡുള്ള ജനറൽ ആശുപത്രിയിൽ ആവശ്യമുള്ള സ്പെഷ്യലൈസ്ഡ് വിദഗ്ധ ട്രീറ്റ്മെന്റിനുള്ള സംവിധാനം ഏർപ്പെടുത്തുക. ഡിവൈഎഫ്ഐയുടെ പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി വിധി പ്രകാരം വന്ന 6727 ആൾക്കാർക്ക് 5 ലക്ഷം എന്ന് പറയുന്ന തുക നൽകുക. അതിൽ 3713 പേർക്ക് അത് ലഭിച്ചിട്ടില്ല. അതിനുവേണ്ട സംവിധാനം നടപ്പാക്കുക. ഇതിൽ പീഡിതരായിട്ടുള്ള ആൾക്കാരുടെ ലോണുകളും മറ്റ് വിഷയങ്ങളും എഴുതി തള്ളുക. BPL കാർഡ്, റേഷൻ കാർഡ് ഇവർക്ക് നൽകുക. 2013 സർക്കാർ ഓർഡർ പ്രകാരം എല്ലാ കുടുംബങ്ങളെയും BPL-ൽ ഉൾപ്പെടുത്തുക. ഈ നമ്മൾ നേരത്തെ പലപ്പോഴും കേട്ടതുപോലെ തന്നെ ഈ സ്ഥലത്തുള്ള എല്ലാ അമ്മമാരും കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് വളരെ ആകുലരാണ്.
പ്രത്യേകിച്ച് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഒരുപാടുള്ള മാതാപിതാക്കളുണ്ട്. അവരെ എങ്ങനെയാണ് അവരുടെ വൈകാരികവും മാനസികവുമായിട്ടുള്ള സമ്മർദ്ദങ്ങളെ നേരിടുവാൻ വേണ്ടിയിട്ടുള്ള വളരെ ശാസ്ത്രീയപരമായിട്ടുള്ള മെഷേഴ്സ്, റീഹാബിലിറ്റേഷൻ മെഷേഴ്സ് ഉറപ്പാക്കുക. പെൻഷൻ ഇതിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ പ്ലാന്റേഷൻ കമ്പനിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഈ എൻഡോസൾഫാൻ നേരിട്ട് കലക്കുകയും അതിൽ പണിയെടുക്കുകയും ചെയ്ത് അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും പെൻഷൻ ഉറപ്പാക്കുക. അതുപോലെ തന്നെ ഐഷ പൂറ്റിയുടെ ചെയർപേഴ്സൺ ആയിരുന്ന സമയത്ത് നിർദ്ദേശിച്ച പ്രകാരം വിക്ടിംസിനുള്ള, അതിൽ പീഡിതർക്കായിട്ടുള്ള ജോലി ഉറപ്പാക്കുക. ഈ 2014 ജനുവരിയിൽ തീരുമാനിച്ചതുപോലെ ഗോഡൌണുകളിൽ വെച്ചിരുന്ന എൻഡോസൾഫാൻ ഈ PCK എസ്റ്റേറ്റിൽ കുഴിച്ചിട്ടതായിട്ടാണ് അറിയപ്പെടുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള അതിനെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ, അതിനെ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. ഒരു ട്രൈബ്യൂണൽ ഏർപ്പാടാക്കുകയും അതിനെ അത് പ്രകാരം ആൾക്കാർക്ക് പീഡിതർക്കായിട്ടുള്ള ഒരു തുക കോമ്പൻസേഷൻ നൽകുകയും അതിന് കാരണക്കാരെ, അക്കൗണ്ടബിൾ ആയിട്ടുള്ള കാരണക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക. എൻഡോസൾഫാൻ പീഡിതരുടെ ഒരു റീമിഡിയേഷൻ സെല്ല് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക. കഴിഞ്ഞ 11 മാസമായി ഇത് നിർവീര്യമാണ്. മുൻപ് 2 മാസത്തിലൊരിക്കൽ മീറ്റ് ചെയ്തിരുന്ന ഈ സെല്ലിനെ അടിയന്തരമായി തന്നെ പുനഃസ്ഥാപിക്കുക. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് കളക്ട്രേറ്റിൽ എത്തുന്നവരെ അപമാനിക്കുകയോ അവർക്കെതിരെ എത്തരത്തിലുള്ള അവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും പരാമർശം നടത്തുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകുവാനുള്ള സംവിധാനം ഉണ്ടാക്കുക. ഇതാണ് ഈ ഒരു മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച കത്തിൽ ഈ ഒരു കമ്മിറ്റി മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ അഥവാ ആവശ്യങ്ങൾ. ഇതിനെ ശക്തമാക്കിക്കൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള സമരം ശക്തമായി തന്നെ തുടരും. The demands that has been placed by the committee to the state government is what we saw in the slide right now. The struggle will continue, and it is, as everyone sort of reiterated over and again, it's not a localized struggle, and it's important that we extend all sort of solidarity in any way possible to hold those accountable, those in power and in authority accountable for the loss of lives, livelihood, health, physical, mental, and emotional health of people, and ensure that any kind of reparations be provided to the people immediately, and let's work together to ensure that is done. Zindabad. എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സിന്ദാബാദ്. I think we can end the live. Yeah, the live